കാൽവരി ക്രൂശിൽ കർത്താവ് എൻ്റെ പാപത്തെയും എൻ്റെ ശാപത്തെയും തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനും ആണ്. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. എൻ്റെ രോഗത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ എനിക്ക് ദിവ്യ ആരോഗ്യമുണ്ട്. ദീർഘായുസ്സോടെ ഞാൻ കർത്താവിൻ്റെ സമൃദ്ധിയെ അനുഭവിക്കുവാൻ ഇടയായിത്തീരും. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തത്തില്ല. ഭൂലോകത്തിൻ്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പറയുവാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ ഇന്ന് പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. കർത്താവിൻ്റെ വലിയ പ്രവൃത്തികൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്കൊന്ന് ഒരുമിച്ച് കൂടി വരുവാനും പ്രാർത്ഥിക്കുവാനൊക്കെയും വലിയ കൃപ ദൈവം തന്നു. ഇന്നും ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ശക്തനായ ദൈവമാണ്. നമുക്ക് വേണ്ടി വലിയ കാര്യങ്ങളെ തുറക്കുവാൻ ശക്തനായ ദൈവമാണ്. അതുകൊണ്ട് ഇന്ന് കർത്താവിൻ്റെ തിരുസന്നിധിയിലായിരിക്കുന്ന ഓരോ വ്യക്തികളോടും ഞാൻ പറയുന്നു, ഇത് നിങ്ങളുടെ അത്ഭുതത്തിൻ്റെ സമയമാണ്. തുടർമാനമായിട്ട് നമ്മൾ കർത്താവിൻ്റെ വചനം കേട്ടുവരുന്നു. തുടർമാനമായി കർത്താവിൽ വളരുവാനും പ്രാർത്ഥിക്കുവാനും ഒക്കെയും ദൈവം കൃപ തന്നു. അസാധാരണമായ ദൈവപ്രവർത്തികൾ, രോഗസൗഖ്യങ്ങൾ, കർത്താവിൻ്റെ കൃപാപര ശുശ്രൂഷകളൊക്കെയും നമ്മുടെ നടുവിൽ കർത്താവ് തൻ്റെ ആഴമേറിയ പ്രവർത്തികളിലൂടെ ചെയ്യുന്നു. നമുക്കിന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ട വചനഭാഗമല്ല, വചനചിന്ത ഓർമ്മയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് പറയുവാൻ കഴിയുന്നതാണ്. ഇന്ന് കേട്ട വചനചിന്ത നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർമ്മയുള്ളവരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാട്ടെ. ഓക്കെ, ഓഡിയോ ബ്രേക്ക് ആകുന്നുണ്ടോ? കറക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? വോളിയം കറക്റ്റാണോ? ഇടയ്ക്കിടയ്ക്ക് മുറിഞ്ഞു പോകുന്നുണ്ട്. അപ്പം ചിലർക്ക് കറക്റ്റ് ആകുന്നുണ്ട്, ചിലർക്ക് ഓഡിയോ ബ്രേക്ക് ആകുന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് എല്ലാവർക്കും ഒരേപോലെ പ്രശ്നം വന്നാൽ എൻ്റെ കുഴപ്പമാണ്. അപ്പോൾ ചിലർക്ക് ഓഡിയോ കറക്റ്റ് ആകുന്നെങ്കിൽ ചിലർക്ക് ഓഡിയോ കറക്റ്റ് ആകുന്നില്ലെങ്കിൽ നിങ്ങളുടെ റേഞ്ചിൻ്റെ പ്രോബ്ലമാണ്. അല്ലെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നെറ്റ്വർക്കിൻ്റെ അപ്ഡേഷൻ്റെ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം കൊണ്ട് അങ്ങനെ സംഭവിക്കാം. അതുകൊണ്ട് എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫോൺ ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. അപ്പോഴേക്കും അല്ലെങ്കിൽ നെറ്റ്വർക്ക് ഒന്ന് കറക്റ്റ് ചെയ്യുക. അതല്ലെങ്കിൽ നമുക്ക് അപ്ഡേഷൻ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ അത് ക്ലിയർ ആകും. ഒരേപോലെ കുഴപ്പം വരുമ്പോഴാണ് എൻ്റെ കുഴപ്പം. അപ്പോൾ ആ സമയത്താണ് ഞാൻ പലപ്പോഴും പറയുന്നത് ക്ലിയർ ആകുന്നില്ല, എനിക്ക് കിട്ടുന്നില്ല എന്നൊക്കെ ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. കർത്താവ് നമ്മളെ സഹായിക്കുന്ന ദൈവമാണല്ലോ. ദൈവത്തിൻ്റെ വൻ കാര്യങ്ങളെ കർത്താവ് നമ്മുടെ നടുവിൽ ഇന്നും ചെയ്യും. പ്രവർത്തിപ്പാൻ ദൈവം ശക്തനാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും കേട്ടു, ആലോചന പറഞ്ഞ് തരുന്ന ദൈവം അത്ഭുത മന്ത്രിയാണ്. ദൈവം വീരനാം ദൈവമാണ്. വാക്ക് മാറാത്ത ദൈവമാണ്. ഞാൻ ഇന്ന് നിങ്ങൾക്ക് തുടക്കത്തിൽ തന്നെ അരിജ സിസ്റ്റർ എനിക്കൊരു സാക്ഷ്യം അയച്ചു തന്നായിരുന്നു. അപ്പോൾ ഇതുപോലെ നിങ്ങളെ സാക്ഷ്യങ്ങൾ അയച്ചു തരുന്നവർക്ക് അല്ലെങ്കിൽ എനിക്ക് നിങ്ങൾക്കും എല്ലാം ഒരു പ്രോത്സാഹനമാണ് ഈ സാക്ഷ്യങ്ങളൊക്കെ. കാര്യം നമ്മൾ ഈ പറയുന്ന വചനങ്ങളെ സ്വർഗത്തിലെ ദൈവം ഉറപ്പിച്ച് നൽകുന്നതാണ് അത്ഭുതകരമായ സാക്ഷ്യങ്ങൾ. അപ്പോൾ ഞാൻ ആ സാക്ഷ്യങ്ങളൊന്ന് നിങ്ങളെ ഒന്ന് കേൾപ്പിക്കാം. അതിനുശേഷം നമുക്ക് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നിങ്ങൾക്ക് ആ വചനത്തിലേക്ക് നമുക്കൊന്ന് പ്രവേശിക്കാം. കർത്താവ് നമ്മളെ സകലത്തിലും ഇന്ന് സൂക്ഷിക്കുന്ന ദൈവമാണല്ലോ. ഞാനിപ്പോൾ ഒന്ന് ഓഡിയോ ജസ്റ്റ് ഒന്ന് ഓണാക്കും. ക്ലിയർ ആണോ ഇല്ലയോ എന്ന് നിങ്ങളൊന്ന് പറയണം. ക്ലിയർ കേൾക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് പറയണം. എൻ്റെ പേര് ഓഡിയോ ക്ലിയർ അല്ല ബ്രദർ. ഞാൻ ഓണാക്കിയില്ല. ഇപ്പൊ കേൾക്കാവോ? ഓക്കെ ഓക്കെ, ഞാനിപ്പോൾ ഓണാക്കുവാണ്. ഓക്കെ, എൻ്റെ പേര് തോമസ്, കോട്ടയത്ത് നിന്നാണ്. കഴിഞ്ഞ ഏപ്രിൽ മുതൽ സൂമിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നു. ആദ്യ മാസം തന്നെ 12 വർഷമായിട്ടുണ്ടായിരുന്ന ഹെർണിയയുടെ ബുദ്ധിമുട്ട് മാറിക്കിട്ടി. ഭാര്യയുടെ കാലിലെ ലിഗ്മെൻ്റ് ഇഞ്ചുറി 4 മാസമായിട്ട് വാക്കർ ഉപയോഗിച്ചിരുന്നത് ബ്രദറിൻ്റെ ദൈവിക ആലോചന പറഞ്ഞ ദിവസം തന്നെ സുഖപ്പെട്ടു. എൻ്റെ ഇടതുകൈയിൽ 20 വർഷമായിട്ടുണ്ടായിരുന്ന 3 മുഴകൾ ജോഷുവയുടെ സൗണ്ട് കുറയ്ക്കണം. ദിവസം തന്നെ സുഖപ്പെട്ടു. 18 വർഷമായിട്ട് ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്ന ഒരു കേസ് ഈ മാസം പ്രാർത്ഥനയുടെ ഫലമായി സെറ്റിലായി കിട്ടി. ഇവയ്ക്കെല്ലാം കർത്താവായ യേശു ക്രിസ്തുവിന് കോടാനുകോടി നന്ദി പറയുന്നു.
പ്രാർത്ഥിച്ച നിഖിൽ ബ്രദറിനെയും അജിത സിസ്റ്ററിനെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് നന്ദി കർത്താവ്. ഇന്ന് ആ സാക്ഷി വായിച്ചു വന്ന അപ്പച്ചനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കാരണം കർത്താവ് ചെയ്ത ദൈവപ്രവർത്തികളാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ. എനിക്ക് തോന്നുന്ന ആൻറ്റിയുടെ സാക്ഷ്യം നമ്മൾ പണ്ട് കേട്ടിട്ടുള്ളതാണ്. ലിഗമെൻറ്റ് പ്രോബ്ലമായിട്ട് കർത്താവ് ആ പ്രവചന ആലോചന പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ തന്നെ സ്വീകരിക്കുകയും പൂർണ്ണമായ സൗഖ്യം ആ സെക്കൻഡിൽ തന്നെ ലഭിക്കുവാൻ ഇടയായി തീർന്നു. പ്രിയപിതാവ് പറഞ്ഞതുപോലെ തന്നെ ശരീരത്തിലുണ്ടായിരുന്ന മുഴകൾ അത് അപ്രതീക്ഷമായി പോയി. വലിയ അത്ഭുതമാണ് കർത്താവിൻ്റെ കൃപയാൽ. യേശുവിൻ്റെ നാമത്തിൽ നമ്മളിന്ന് തുടക്കത്തിൽ ഞാൻ ഈ സാക്ഷ്യങ്ങൾ കേൾപ്പിച്ചത്. പ്രിയപിതാവ് പറഞ്ഞാൽ ഒത്തിരി നാളുകളായിട്ട് നടന്ന രോഗബന്ധനം മാത്രമല്ല, ഒരു കേസിൻ്റെ ഒരു പ്രശ്നമുണ്ടായിരുന്നു. ആ കേസിൻ്റെ പ്രശ്നവും അത് സോൾവ് ചെയ്യാൻ കർത്താവ് ഇടയാക്കി. കർത്താവിൻ്റെ കൃപയാൽ ഇന്ന് ഞാൻ പറഞ്ഞില്ല, കൂട്ടായ്മകളിൽ നിങ്ങൾ ശക്തിപ്പെടുക. പ്രിയ അജയ സിസ്റ്റർ ആണെങ്കിൽ പോലും ആളുകളെയൊക്കെയും നന്നായിട്ട് ഈ ദിവസങ്ങളിൽ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്, അവർക്ക് വേണ്ടിയൊക്കെയും പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രിയ മകളെയും കർത്താവ് ശക്തമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഓരോരുത്തരെയും അതേപോലെ തന്നെ കർത്താവ് നിങ്ങൾ ഉപയോഗിക്കുമാറാകട്ടെ. അതുകൊണ്ട് നിങ്ങൾ പരസ്പരം നിങ്ങൾ പ്രാർത്ഥിക്കണം. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളിലുള്ള കൃപാവരങ്ങൾ ജ്വലിക്കും. ഇപ്പോൾ ഞാൻ രോഗശാന്തി രോഗസൗഖ്യങ്ങളെ പറ്റിയൊക്കെ നമ്മൾ കേൾക്കുകയും പറഞ്ഞതുപോലെ തന്നെ പ്രവചന ആലോചനയിലൂടെയാണ് ആ ലിഗമെൻ്റ് സൗഖ്യമായത്. അന്ന് എനിക്ക് ഓർക്കുന്നുണ്ട്, ആ സൗകര്യ കർത്താവ് ഇപ്പം കാലുകളുടെ മേൽ ഒരു സൗഖ്യത്തെ ചെയ്യുന്നത് പറഞ്ഞപ്പം ആ സ്ട്രെച്ചർ ഇരുന്നുകൊണ്ട് തന്നെ ഏറ്റെടുത്തു. ഇൻസ്റ്റൻ്റ്ലി സൗഖ്യമാകുവാൻ ഇടയായി തീർന്നു. പണ്ടത്തെ ഒരു സാക്ഷ്യമാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് പിതാവ് ബാക്കിയുള്ളതും കൂടെ അയച്ചു തന്നത്. കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതുപോലെയുള്ള സാക്ഷ്യങ്ങൾ നിങ്ങൾ അയയ്ക്കുക. നിങ്ങളുടെ സാക്ഷ്യങ്ങൾ എല്ലാവർക്കും വിശ്വാസം വർദ്ധിപ്പിക്കാൻ ഇടയായിത്തീരും. അതുകൊണ്ടാണ് ഞാൻ സാക്ഷ്യങ്ങൾ ക്ലിയറായിട്ട് അയക്കുക. നിങ്ങൾ ഡിസ്റ്റർബ് ഇല്ലാത്തൊരു വോളിയം കറക്റ്റായിട്ട് കിട്ടുന്ന സ്ഥലങ്ങൾ ഇതേപോലെ ക്ലിയർ ആയിട്ടുള്ള കഴിഞ്ഞ ദിവസങ്ങളൊക്കെ അയച്ചത് നന്നായിരുന്നു. അയക്കുക. കാര്യം എത്ര പേർക്കാണ് സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ വിശ്വാസത്തിൽ ഉറയ്ക്കുവാനും നിങ്ങളുടെ ഉള്ളിൽ ഒരു വിശ്വാസ വർധന ഉണ്ടാകുന്നത് ഫീൽ ചെയ്തിട്ടുണ്ടോ? ആമേൻ. എന്തുകൊണ്ടെന്നാൽ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പം, സാക്ഷ്യങ്ങൾ പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ വിശ്വാസത്തിൻ്റെ വർധന ഉണ്ടാകുകയും ദൈവപ്രവർത്തികൾ നടക്കുകയും ചെയ്യും. ആമേൻ. അപ്പോൾ ഇന്ന് കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് നമ്മൾ ഒത്തിരി ആളുകൾക്ക് കർത്താവ് ഇന്നലെയും സ്പിരിച്വൽ ഐസ് ആഴമായിട്ട് ഇന്ന് എനിക്കൊരു സഹോദരി വോയിസ് റെക്കോർഡ് അയച്ചു വന്ന ആ സഹോദരി പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരു ദർശനം കണ്ടു. അത് വലിയൊരു അത്ഭുതം തന്നെയാണ്. കാര്യം ആ സഹോദരി എനിക്ക് അയച്ചു വന്നപ്പോൾ ആ ഓഡിയോ റെക്കോർഡ് എനിക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്ന സമയത്ത് പെട്ടെന്ന് ദൈവാത്മാവ് കാണിച്ചൊരു കാഴ്ച എന്നോട് പറഞ്ഞു. ഇതുപോലൊരു മുറി കാണിക്കുന്നുണ്ടായിരുന്നു. ആ മുറിയിൽ എക്സാക്ട്ലി ഞാൻ എന്താണോ ഇപ്പം ഞാൻ താമസിക്കുന്ന ഈ സ്ഥലത്ത്, ഈ രാജ്യത്ത് ഞാൻ ആയിരിക്കുന്ന വീട്ടിൽ 2 മുറികളുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ താമസിച്ചുകൊണ്ടിരുന്ന മുറിയുടെ കറക്റ്റ് ഞാൻ ആ മുറിയിലിരുന്നാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. ആ മുറിയുടെ അടയാളം സഹോദരി നാട്ടിലാണ്. നിങ്ങൾക്കറിയില്ല, ഞാനിപ്പം വേറൊരു രാജ്യത്താണ്, UK ആയിരിക്കുന്നത്. അപ്പോൾ നാട്ടിൽ കേരളത്തിലിരിക്കുന്ന സഹോദരി പ്രാർത്ഥിക്കുമ്പോൾ ഇവിടെ ഈ രാജ്യത്തിരിക്കുന്ന എൻ്റെ മുറിയിൽ ഇരിക്കുന്ന കാര്യങ്ങൾ, എൻ്റെ മുറി എങ്ങനെയാണോ, ഞാൻ എവിടെയാണോ ഇരിക്കുന്നത്, എവിടെയാണോ പ്രാർത്ഥിച്ചത്, അത് കർത്താവ് സഹോദരിക്ക് വെളിപ്പെടുത്തി കൊടുത്തു. അത് സഹോദരി പറഞ്ഞ് അങ്ങനെ ആദ്യമായിട്ടാണ് കാണുന്നത് ബ്രദറെ, ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ പെട്ടെന്ന് അത് കാണാൻ ഇടയായി തീർന്നപ്പോൾ ഞാൻ പറഞ്ഞു, സഹോദരി അത് എൻ്റെ മുറി, ഞാനിപ്പോൾ താമസിക്കുന്ന ഭവനത്തിൻ്റെ മുറിയായിരുന്നു അത്. ആ മുറിയിൽ നിന്ന് ഇപ്പുറത്തെ മുറിയോട് ഞാൻ ചേഞ്ച് ചെയ്തു. പക്ഷേ ആ മുറിയിലിരുന്നാണ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. കറക്റ്റ് അടയാളമായിരുന്നു. അപ്പോൾ ദൈവം എത്രത്തോളം ആ സഹോദരിയുടെ കണ്ണുകൾ തുറന്നു. അപ്പോൾ ഇതേപോലെ നിങ്ങളുടെ കണ്ണുകളും തുറന്നിട്ടുണ്ട്. ഞാനത് പറഞ്ഞു, നിങ്ങളെ ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നു. ഞാൻ ആ സഹോദരി എനിക്ക് മെസ്സേജ് അയച്ചപ്പോൾ ഞാൻ പറയുമോ അങ്ങനെയൊന്നും അല്ല, പക്ഷേ അത് കറക്റ്റായിട്ട് എനിക്ക് കേട്ടപ്പോൾ തന്നെ അത്. കാര്യം അതിനകത്തൊരു വാക്ക് സഹോദരി പറയുന്നുണ്ട്, ബ്രദറെ വീണ്ടും കർത്താവ് ഇങ്ങനെ പറയുന്നു, ബ്രദർ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് കാണിക്കുന്നു പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ ദിവസങ്ങളിൽ പ്ലാൻ ചെയ്യുമായിരുന്നു നമ്മുടെ മീറ്റിങ്ങുകൾക്ക് വേണ്ടിയൊക്കെ പ്രത്യേകിച്ചൊന്ന് സമയം മാറ്റി വെച്ചൊന്ന് പ്രാർത്ഥിക്കുവാൻ. അത് കർത്താവ് വീണ്ടും എന്നെ ഓർപ്പിക്കുവാൻ ഇടയായി തീർന്നു. ദൈവകൃപയാൽ അന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളോട് ഇപ്പോൾ സംസാരിക്കുക നിങ്ങൾക്കിപ്പോൾ മനസ്സിലായോ? വ്യക്തമായി ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുക. അപ്പം ഇന്ന് നമ്മൾ സ്പിരിച്വലി നമുക്കുണ്ടാകുന്ന, അപ്പം നിങ്ങൾക്ക് ഈ സ്പിരിച്വൽ സെൻസേഷൻ ഈ ദിവസം നിങ്ങൾ നിസ്സാരരല്ല. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളുടെ ജീവിതത്തിൽ അനേകരെ ഈ പ്രവചനം ഇപ്പോൾ പിതാവ് സാക്ഷി വായിച്ചതുപോലെ നിങ്ങളെ തുടക്കത്തിലെ ആ ഒരു ദൈവിക ആലോചന ഒന്നുകൂടെ ഞാൻ കേൾപ്പിക്കുവാണ്. നമുക്ക് ആലോചനയിൽ നിന്നും നമുക്കൊന്ന് ആരംഭിക്കാം. അവിടെ ആ പിതാവ് പറഞ്ഞു തുടങ്ങുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോണം. എൻ്റെ പേര് തോമസ്, കോട്ടയത്ത് നിന്നാണ്. കഴിഞ്ഞ ഏപ്രിൽ മുതൽ സൂമിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നു. ആദ്യ മാസം തന്നെ 12 വർഷമായിട്ടുണ്ടായിരുന്ന ഹെർണിയയുടെ ബുദ്ധിമുട്ട് മാറിക്കിട്ടി. ശ്രദ്ധിച്ച് 12 വർഷമായിട്ടുള്ള ഹെർണിയ അവിടെ സൗഖ്യമാവുവാൻ ഇടയായിത്തീർന്നു. അപ്പോൾ അത്രയും കാലപ്പഴക്കം ചെന്ന രോഗങ്ങൾ നിങ്ങൾ എപ്പോഴും ഓർത്തോണം. നമ്മൾ കൃപാവരങ്ങളെ പറ്റി പഠിക്കുന്നത് കൊണ്ടാണ് ഞാൻ അല്ലെങ്കിൽ സാക്ഷ്യങ്ങൾ കൂടുതൽ അങ്ങനെ പ്രസ് ചെയ്യാറില്ല. സാക്ഷ്യങ്ങളൊക്കെ എടുത്ത് ഞാൻ പഠിപ്പിക്കുന്നതിൻ്റെ കാരണം എന്നാന്ന് വെച്ചാൽ, പ്രിയ പിതാവ് പറഞ്ഞിട്ട് 12 വർഷമായിട്ട്
12 വർഷമായിട്ടുണ്ടായിരുന്ന ഹെരനിയ അവിടെ എന്ത് ചെയ്തു, അവിടെ സൗഖ്യമുണ്ട്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കി, 12 വർഷമായി നിൽക്കുന്ന ഒരു രോഗത്തെ ഒരു വ്യക്തിയുടെ പ്രാർത്ഥനയിൽ സൗഖ്യം നടക്കുന്നു. ആലോചിച്ച് നോക്കി, അത് ഡോക്ടറല്ല, മെഡിക്കൽ ഫീൽഡുമായിട്ട് ബന്ധമില്ല, ദൂരങ്ങൾ ഒത്തിരി ഉണ്ട്. ആലോചിച്ച് നോക്കിയാൽ ആ പിതാവ് ഇരിക്കുന്ന സ്ഥലവും ഞാൻ ഇരിക്കുന്ന സ്ഥലവും തമ്മിൽ വ്യത്യാസമുണ്ട്. പക്ഷെ പ്രാർത്ഥനയിൽ എന്ത് സംഭവിക്കുന്നു? ഏപ്രിൽ മാസം മുതൽ പ്രാർത്ഥനയിൽ കയറാൻ തുടങ്ങി, വചനം കേട്ടു, ആ പ്രാർത്ഥനയിലും വചനത്തിലും ശക്തിപ്പെട്ടു, സൗഖ്യം നടന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അവിടെ സംഭവിച്ചത് ആ കർത്താവിൻ്റെ വചനത്തിലും കൃപാവരം, അതായത് സ്പിരിറ്റ് ഓഫ് ഹീലിംഗ് അവിടെ എന്ത് ചെയ്യുകയാണ്, ഓപ്പറേറ്റ് ആകുകയാണ്. ആ രോഗസൗഖ്യത്തിൻ്റെ ആത്മാവ് അല്ലെങ്കിൽ കൃപാവരം അവിടെ ആക്റ്റീവ് ആകുകയാണ്. ഇനി നിങ്ങൾ വീണ്ടും കേട്ടെ. ഭാര്യയുടെ കാലിലെ ലിഗ്മെന്റ് ഇഞ്ചുറി 4 മാസമായിട്ട് വാക്കർ ഉപയോഗിച്ചിരുന്നത് ബ്രദറിൻ്റെ ദൈവിക ആലോചന പറഞ്ഞ ദിവസം തന്നെ സുഖപ്പെട്ടു. ആമേൻ. ഇത് നിങ്ങൾ എനിക്ക് വന്ന് പണ്ട് കേട്ട സാക്ഷിയാണ്. എനിക്കൊന്ന് പ്രിയ പിതാവ് ആൻറ്റി ഇവിടെ ഉണ്ട്, എനിക്ക് വന്നത് അവർ കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. നിങ്ങൾ പണ്ട് കേട്ടതാണ്. ഒരു പ്രാവശ്യം പ്രാർത്ഥിക്കുന്ന സമയത്ത് എനിക്ക് വന്ന് കാലുകളുടെ മേലേക്ക് ദൈവത്തിൻ്റെ വലിയൊരു സൗഖ്യം വെളിപ്പെടുന്നു പറഞ്ഞപ്പോൾ ആൻറ്റി എനിക്ക് വന്ന് വോക്കറും പിടിച്ചുകൊണ്ട് നടക്കുന്ന സമയത്തായിരുന്നു. ആ സെക്കൻഡിൽ തന്നെ കാലുകളുടെ മേലേക്ക് ഒരു ദൈവശക്തി വ്യാപരിച്ചു, ഒരു സൗഖ്യം ലഭിച്ചു. എത്ര പേരത് ഓർമ്മയുണ്ട് ആ സാക്ഷി? ഞാൻ നന്നായിട്ട് ഓർക്കുന്നുണ്ട്. എത്ര പേര് ഓർമ്മയുണ്ടായിരുന്നു ആ സാക്ഷി? ഓക്കെ. അപ്പം ഞാനിത് എടുത്തു പറയാൻ കാര്യം 2 കാര്യമാണ് അവിടെ വെളിപ്പെട്ടത്. ഒന്ന്, ആ രോഗം വെളിപ്പെടുത്തി. അതായത് ആൻറ്റി ആയിരിക്കുന്ന സ്ഥലത്ത് വീടിൻ്റെ അകത്ത് വോക്കറിൽ നടക്കുന്ന വ്യക്തിയെ കർത്താവ് എന്ത് ചെയ്ത് രോഗത്തെ വെളിപ്പെടുത്തുക. ഇന്ന രോഗത്താൽ അപ്പം രോഗങ്ങളുടെ പിന്നിൽ മറഞ്ഞിരിക്കുന്ന ഒരു ശക്തിയുണ്ട്. അപ്പം നിങ്ങളിലിരിക്കുന്ന കൃപാവരം, ഞാനത് കൃപാവരത്തിലൂടെ പഠിപ്പിക്കുകയാണ്. 2 കൃപാവരങ്ങളിലൂടെ ആ രോഗത്തെ വെളിപ്പെടുത്തുകയും സൗഖ്യത്തിൻ്റെ കൃപാവരത്തിലൂടെ, അതായത് ദൈവം പ്രവർത്തിക്കുന്ന, അതായത് ആ 2 വരങ്ങളിലൂടെ, ഇപ്പം ഞാൻ ഇങ്ങോട്ട് പറയുമ്പോൾ, ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, നമ്മൾ ജസ്റ്റ് കർത്താവേ എൻ്റെ രോഗം മാറണമെന്ന് പറയുമ്പോൾ ദൈവം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, ഏത് രീതിയിലാണ് ദൈവപ്രവൃത്തി നടക്കുന്നതെന്നുള്ളത് സ്പെസിഫിക് ആയിട്ട് നമ്മളൊരു ഉള്ളി പൊളിച്ചെടുക്കുന്നത് പോലെ ഓരോന്നോരോന്നായി തൊലി പൊളിക്കുന്നത് പോലെ പൊളിച്ചെടുക്കുകയാണ്. അതായത് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെയാണ് ആത്മമണ്ഡലത്തിൽ നടക്കുന്നത്, ഇത് നമ്മൾ ആദ്യം തിരിച്ചറിയണം. നിങ്ങളുടെ പ്രാർത്ഥന എത്രത്തോളം ശക്തമാണെന്നും നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെയാണ് ദൈവപ്രവൃത്തികൾ ഉണ്ടാകുന്നു എന്നുള്ളത് നമ്മൾ ഈ ഒരു കൃപാവരത്തിലൂടെ മനസ്സിലാക്കുക. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, ഒരു മരം, അതിലൊരു ഫലം കായ്ക്കുന്നതിൻ്റെ പിന്നിൽ ഒരു വളർച്ചയുണ്ട്, അത് പൂക്കും, കായ്ക്കും, തളിർക്കും, അതിന് ശേഷമുണ്ട്. അപ്പോൾ ആ പ്രോസസ്സിങ്ങിലാണ് ഇതുണ്ടാകുന്നത്. ദൈവം സൃഷ്ടിച്ചൊരു പ്രോസസ്സിംഗ് ഉണ്ട്. ഇതേപോലെ തന്നെ നമ്മുടെ പ്രോസസ്സിങ് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? അപ്പോൾ ആ വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട് പിതാവ്. അതിനുശേഷം പിന്നെയും പ്രാർത്ഥിച്ചു. രണ്ടാമത് എന്ത് ചെയ്തു? ആശ്വാസം കൊടുക്കുവാൻ അജാസ്റ്ററെ പോലെയുള്ള ആളുകൾ എന്ത് ചെയ്തു? അവർക്ക് പ്രാർത്ഥനയിൽ കൈത്താങ്ങ് കൊടുത്തവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ദൈവപ്രവർത്തികൾ ഉണ്ടാകുവാൻ ഇടയായി തീർന്നു. അപ്പോൾ ശാരീരികമായിട്ടുള്ളൊരു വിടുതലും മാനസികമായിട്ടുള്ളൊരു വിടുതലും എന്ത് ചെയ്തു? അവിടെ ഉണ്ടായി. ഇടതുകൈയിൽ 20 വർഷമായിട്ടുണ്ടായിരുന്ന 3 മുഴകൾ പ്രാർത്ഥനയുടെ പരമായി മാറിക്കിട്ടി. ഓ, നിങ്ങൾ എത്ര പേര് കേട്ടോ? എത്ര വർഷമെന്നാ അപ്പച്ചൻ പറഞ്ഞേക്കുന്നത്? എത്ര വർഷമെന്നാ? 20 വർഷം. ഓക്കെ. എനിക്ക് വന്ന പ്രിയ പിതാവ് ഈ പ്രാർത്ഥനയിലുണ്ട്. മ്യൂട്ട് മാറ്റി ഒന്ന് റെസ്പോണ്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഈ പ്രാർത്ഥന കേൾക്കുന്നുണ്ടോ? ഇന്ന് കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. കഴിഞ്ഞ ദിവസമൊക്കെ മ്യൂട്ട് മാറ്റാൻ എന്തൊക്കെയോ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നു. ഓക്കെ, കുഴപ്പമില്ല. എന്തായാലും കർത്താവിൻ്റെ കൃപയാൽ അപ്പോൾ 20 വർഷമായിട്ടുണ്ടായിരുന്ന ആ മുഴകൾ എന്ത് ചെയ്തു? ശരീരത്തിൽ നിന്ന് അപ്രതീക്ഷമാകുവാൻ ഇടയാത്തീർന്നു. അപ്പോൾ എന്ന് വെച്ചാൽ കാലപ്പഴക്കം ചെന്ന്, ഞാൻ ഇത് എന്തുകൊണ്ടാണ് സെപ്പറേറ്റ് ചെയ്ത് പഠിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് കേൾക്കണം നമ്മൾ. ദൈവപ്രവൃത്തികൾ നിങ്ങളുടെ അവകാശമാണ്. ദൈവപ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ അവകാശമാണ്. സൗഖ്യം നിങ്ങളുടെ അവകാശമാണ്. അത്ഭുതം നിങ്ങളുടെ അവകാശമാണ്. യേശു ക്രിസ്തുവിനെ വിശ്വസിച്ച് കർത്താവിനെ അനുഗമിക്കുന്ന വ്യക്തികൾ തകർന്നു പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഇത് തെളിവുകളാണ്, സാക്ഷ്യങ്ങളൊക്കെയും നമ്മുടെ മുമ്പിൽ നമ്മുടെ വിശ്വാസത്തെ ബലപ്പെടുത്തുന്നതാണ്. ആമേൻ. നമുക്ക് പിന്നെയും പ്രാർത്ഥിക്കാം. ഇന്നലെ കേട്ട വചനത്തിൻ്റെ ബാക്കി ഭാഗത്തിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പോൾ നമ്മുടെ ഫെബ്രുവരിയിൽ നടക്കുന്ന മീറ്റിങ്ങുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങൾക്ക് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞിരുന്നു, ഞാനിപ്പോൾ നിങ്ങൾക്കത് സ്ക്രീനിൽ കാണാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ മീറ്റിങ്ങുകളിൽ നിങ്ങൾക്ക് ബന്ധപ്പെടുവാൻ ഈ നമ്പറുകളാണ്, ഫെബ്രുവരി നടക്കുന്ന നമ്പറുകളാണ് നിങ്ങൾക്ക് ഈ നോട്ട് ചെയ്യാൻ പറ്റുന്നത്. ഈ നമ്പറുകളിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക? കണക്ട് ചെയ്യുക. അവിടെ ഈ എന്തെങ്കിലും നിങ്ങൾക്ക് ലൈവിൽ കാണുന്നതോടെ ഞാൻ പ്രത്യേകിച്ച് പറയുന്നു, നിങ്ങൾക്ക് നമ്മൾ എറണാകുളത്ത് ഹോള് തപ്പി, നിങ്ങൾക്കറിയാം ഹോളുകൾ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും അതിൻ്റെ അകത്ത് വലിയൊരു എക്സ്പെൻസ് ഉണ്ട്. ആ എക്സ്പെൻസ് കർത്താവിൻ്റെ കൃപയാൽ ദൈവം നടത്തുമെങ്കിലും നമ്മൾ അത് മുന്നോട്ട് നമുക്കൊരു സ്റ്റെപ്പ് വെക്കണമെങ്കിൽ നിങ്ങൾ എത്ര പേര് അവിടെ കൂടും എന്നുള്ളത് കണക്ക് നമുക്കറിയണം. അപ്പോൾ ഡിസംബറിലേക്ക് നമുക്കത് ഹോളുകളുടെ അവസാനത്തേക്ക് ബുക്ക് ചെയ്യും. അതിനുള്ള കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം? അറിയിക്കണം.
അപ്പോൾ ഫെബ്രുവരി നടക്കുന്ന ലൈവ് ഞാനിപ്പോൾ സൂമിലുള്ളവർക്ക് വേണ്ടി മാത്രമല്ല ഈ ഒരു ബ്രോഷർ നിങ്ങൾക്ക് ലൈവിലോട്ടും പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയും, നിങ്ങൾക്ക് ഈ താഴെ കാണുന്ന 2 നമ്പറിലേക്ക് ബന്ധപ്പെടാം. മീറ്റിങ്ങിൻ്റെ ഡീറ്റെയിൽസുകൾ അറിയാൻ വേണ്ടി നടക്കാൻ പോകുന്ന 18ഉം 20ഉം 24ഉം എറണാകുളത്തും കോട്ടയത്തും കൊല്ലത്തും നടക്കുന്ന മീറ്റിങ്ങുകളുടെ ഡീറ്റെയിൽസുകൾ അറിയാൻ വേണ്ടിയുള്ള നമ്പറുകളാണ്. അവരെ നിങ്ങൾ ബന്ധപ്പെടണം. നിങ്ങൾക്ക് ശുശ്രൂഷ അവർക്കൊപ്പം സഹായിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്കും ബന്ധപ്പെടാനുള്ള ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അവരുമായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഞാൻ വേഗത്തിൽ വചനത്തിലേക്ക് പോവുകയാണ്. കർത്താവ് നമ്മളെ സകലത്തിലും സൂക്ഷിക്കുന്നല്ലോ. ദൈവം എല്ലാം അത്ഭുതമാക്കി മാറ്റുന്ന ദൈവമാണ്. നമ്മൾ ഇന്നലെ എടുത്ത വചനഭാഗത്തിൻ്റെ ബാക്കി അബ്രഹാം പിതാവിനോട്, അതായത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലെ നമ്മൾ ഇന്നലെ കേട്ടത് 9 ആത്മാക്കളിൽ നിന്നാണ്. 9 ആത്മാക്കളും അബ്രഹാമും തമ്മിലൊരു ബന്ധമുണ്ട്. നമുക്ക് അബ്രഹാമിൽ നിന്ന് നേരെ ഈ 9 ആത്മാക്കളെ പറ്റി പഠിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലാണ് നമ്മൾ പറഞ്ഞത് 7 ആത്മാക്കളെ പറ്റി പറയുന്നു. അവിടെ നമ്മൾ ഇന്നലെ ആലോചനയുടെയും ബലത്തിൻ്റെയും ആത്മാവ് പറഞ്ഞു. ഞാൻ ഇന്നലെ പറഞ്ഞു, നമ്മുടെ അകത്തൊരു സ്പിരിച്വൽ ഫൈറ്റ് നടക്കുന്നുണ്ട്. ഒരു വിശ്വാസിയുടെ ഉള്ളിൽ ഒരു ഫൈറ്റ് നടക്കുന്നുണ്ട്. നിങ്ങൾ പോലും അറിയാതെ ഫൈറ്റുകൾ നമ്മുടെ ഉള്ളിൽ നടക്കും. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ആത്മാവ്, നമ്മൾ അറിയാത്ത ഒരകത്ത മനുഷ്യനിലാണ് ഈ 9 കൃപാവരങ്ങളും 7 ആത്മാക്കളും പ്രവർത്തിക്കുന്നത്. ഞാൻ പണ്ട് പറഞ്ഞിട്ടൊരു സാക്ഷ്യമാണ്, റിപ്പീറ്റ് ചെയ്യുന്നതുകൊണ്ട് ക്ഷമിക്കണം. ഒരു സഹോദരിയും മാതാവും കൂടെ എന്നെ ഒരു ദിവസം രാത്രി വിളിച്ചപ്പോൾ ഞാൻ ഓൾറെഡി ഭയങ്കര ടയർഡായിരുന്നു. വലിയൊരു യാത്ര കഴിഞ്ഞിട്ട് ഞാൻ വന്ന് കിടക്കുന്ന സമയത്ത് രാത്രി എനിക്ക് വന്നൊരു വളരെ ലേറ്റായിട്ടാണ് അവരെന്നെ കോൾ ചെയ്തത്. അപ്പോൾ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്നൊരു ഫാമിലിയാണ്. അപ്പോൾ എന്നെ വിളിക്കാൻ ഇടയായി തീർന്നു. അപ്പോൾ വിളിച്ച സമയത്ത് ഞാൻ ഭയങ്കര അബോധാവസ്ഥയിലൊരു സമയത്തായിരുന്നു. പക്ഷെ ആ സമയത്തും സാക്ഷി ഞാൻ പറഞ്ഞുകൊണ്ട് ഞാൻ സാക്ഷ്യം റിപ്പീറ്റ് ചെയ്യുന്നില്ല. ആ സമയത്തും നമ്മുടെ അകത്ത മനുഷ്യൻ ആക്റ്റീവ് ആയതുകൊണ്ട് ദൈവത്തിൻ്റെ ആലോചനകളെ ഞാൻ എൻ്റെ ബോധമനസ്സിൽ ഉറങ്ങുകയായിരുന്നെങ്കിലും എൻ്റെ ആത്മാവിൽ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്തു, അവരോട് ഇടപെടുകയും അവർക്ക് വേണ്ട ആലോചന കൊടുക്കുകയും ഇടയായി തീർന്നു. പിറ്റേ ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, ബ്രദറെ ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ കറക്റ്റായിരുന്നു, ദൈവം എന്നോട് സംസാരിച്ചു എന്നാണ് പറയാനിടയത്. അപ്പം ഞാൻ ഓർക്കുന്നില്ല, എനിക്ക് ഓർത്തെടുക്കാൻ പോലും കഴിയുന്നില്ല. അതിൻ്റെ അർത്ഥം അതേപോലെ നമ്മുടെ ആത്മാവിനെ ദൈവാത്മാവ് എടുത്ത് ഉപയോഗിക്കും. ബലത്തിൻ്റെ ആത്മാവ്, സ്ട്രെങ്ത് തരുന്ന. അപ്പം ഞാൻ പറഞ്ഞു, കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിട്ട് പണ്ട് നമ്മൾ ഫിസിക്കൽ സ്ട്രെങ്തിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ശരീരത്തിൽ ആരോഗ്യമുണ്ട്, അതേപോലെ നമ്മുടെ മനസ്സിലൊരു ആരോഗ്യം വേണം. ഈ മനസ്സിൽ കിട്ടുന്ന ബലമാണ് വിശ്വാസത്തിൽ നമുക്ക് തരുന്ന ധൈര്യം. പല ആളുകളൊക്കെ ഈ സ്നാനപ്പെടാൻ പറയുമ്പോൾ ചിലർ പറയും, ബ്രദറെ സ്നാനപ്പെടാൻ എനിക്ക് പേടിയാണ്. പക്ഷേ ചിലർ പ്രശ്നങ്ങളുടെ നടുവിലും സ്നാനപ്പെടും. ഞാൻ പറഞ്ഞു, നോർത്ത് ഇന്ത്യ പോലത്തെ സ്ഥലങ്ങളിൽ ഞാൻ കഴിഞ്ഞ ഒരു ദേവദാസനെ പറ്റി കേട്ടതാണ്. അദ്ദേഹം പറഞ്ഞു നോക്കുന്നുണ്ട്, ബ്രദറെ നോർത്ത് ഇന്ത്യയിലൊക്കെ ഭയങ്കര പീഡ നടക്കുവാണ്. യേശുക്രിസ്തുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ച് സ്നാനം വെളുക്കുമ്പോൾ മതപരിവർത്തനമാണെന്ന് പറഞ്ഞുകൊണ്ട് അവർ കൊല്ലാൻ പറ്റും. യഥാർത്ഥത്തിൽ മതപരിവർത്തനമല്ല. ഞാൻ ചോദിച്ചോട്ടെ, 20 വർഷമായ അപ്പച്ചൻ്റെ ശരീരത്തിലെ 3 മുഴ യേശു മാറ്റി. അപ്പം നമ്മൾ യേശുവിനെ കർത്താവായി സ്വീകരിക്കുമ്പോൾ മതം മാറുമല്ല, യേശുവിനോട് അടുക്കുകയാണ്. പക്ഷേ പിശാശ് എന്ത് ചെയ്തു, മതം മാറുകയാണ്, കുരിശ് കൃഷിയാന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യും, പിശാശ് തന്ത്രങ്ങളെ ഉപയോഗിക്കുകയാണ്. എന്നാലോചിച്ച് നോക്കി, നിങ്ങളുടെ ഇടയിലൊക്കെ നിങ്ങൾക്ക് തന്നെ വ്യക്തിപരമായിട്ട് ഓരോ ദൈവപ്രവൃത്തി വെളിപ്പെടുമ്പോൾ യേശു എന്നെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. ഞാൻ യേശു ഒരു മതമല്ല, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. യേശു മതമല്ല, ലോകം അതിനെ മതമാക്കിയതാണ്. യേശു ഒരിക്കലും മതത്തിൻ്റെ ആളല്ല, യേശു ലോകത്തിൻ്റെ രക്ഷകനാണ്. അതിൻ്റെ അർത്ഥം ലോകത്തിൽ ഏക രക്ഷകൻ യേശു മാത്രമെന്ന് അപ്പോസ്തലപ്രവൃത്തി വ്യക്തമായിട്ട് പറയുന്നു. അപ്പോൾ അവിടെയൊക്കെയും ആളുകൾ എന്നോട് ഇങ്ങനെ ആ സോരം പറഞ്ഞത്, ഉപദ്രവിക്കുകയും അവരുടെ വീടുകൾ തല്ലിപ്പൊളിക്കുകയും. നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ ഇടയിലൊക്കെ നമ്മൾ മണിപ്പൂരിലൊക്കെ കണ്ട വലിയ വലിയ കലാപങ്ങൾ നമ്മൾ കാണാൻ ഇടയായി തീർന്നല്ലേ, വലിയ വലിയ പ്രക്ഷോഭങ്ങൾ. ഇത്രയും പ്രശ്നങ്ങൾ നടക്കുമ്പോഴും ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടുത്തെ ഒരു ചർച്ചുമായിട്ട് ബന്ധപ്പെട്ടപ്പം ഇംഗ്ലണ്ടിലൊരു ചർച്ചുമായിട്ട് ബന്ധപ്പെട്ട അവിടുത്തെ ഒരു സഹോദരൻ പറഞ്ഞ കാര്യമുണ്ട്. ഞങ്ങൾ മണിപ്പൂരിൽ, അതായത് ഇവിടുത്തെ ഒരു ഇംഗ്ലീഷുകാരനായ മനുഷ്യൻ പറയുന്നത്, ഞങ്ങൾ മണിപ്പൂരിനെ വിസിറ്റ് ചെയ്തു. അതായത് മണിപ്പൂരിൽ വലിയ പ്രശ്നം നടക്കുന്ന സമയത്ത് അവർ ആ കലാപ സമയങ്ങളിൽ മണിപ്പൂരിൽ അവരുടെ ടീം വിസിറ്റ് ചെയ്തിട്ട് ഇങ്ങനൊരു വാക്ക് പറഞ്ഞു, എത്ര ആരാധനാലയങ്ങൾ തകർക്കപ്പെട്ടോ അതിൻ്റെ ഇരട്ടി ആലയങ്ങൾ അവരെന്ത് ചെയ്യും, പണിത് കൊടുക്കും. അവർ സ്പോൺസർഷിപ്പ് ചെയ്യുമല്ല. അവർ പറഞ്ഞൊരു കാര്യം ഇതാണ്, ലോകം മുഴുവനുള്ള. അപ്പോൾ നമ്മൾ ചിന്തിക്കും, ഇത് പൈസ കൊടുത്ത് ആളുകളെ കൊണ്ടുവരുന്ന പരിപാടിയല്ല. ഇപ്പം നിങ്ങൾ കർത്താവിൻ്റെ വേലയിൽ വിതയ്ക്കുന്നത് ഒരിക്കലും ബ്രദറിനെ പരിപോഷിപ്പിക്കാൻ വേണ്ടിയല്ല. ഒരു വ്യക്തി സുവിശേഷം കേൾക്കണം. ഇപ്പം ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട്, ഈ സൂമിൽ ഇരുന്നുകൊണ്ട് സുവിശേഷം പറയുവാൻ നമുക്കൊരു വാതിൽ തുറന്ന് കിട്ടിയതുകൊണ്ടല്ലേ കർത്താവിൻ്റെ പ്രവൃത്തികളെ കാണാനുള്ളത്. അപ്പോൾ ദൈവം ഓരോ വാതിൽ തുറക്കും. അതിനൊരു വിധ ഇതിൻ്റെ പിന്നിലുണ്ട്. അപ്പം നമുക്കൊരു ബലം തരുന്ന ദൈവമുണ്ട്. പ്രതിസന്ധികളിൽ നമുക്ക് ബലമുണ്ട്. ഈ ബലം നമുക്ക് സ്പിരിച്വൽ വാർഫെയറിലേക്ക് നമ്മളെ കൊണ്ടുപോകും. ആത്മയുദ്ധങ്ങളുണ്ട് നമ്മുടെ അകത്ത്. ഞാൻ അതിലേക്കൊന്ന് വരാം. എന്താണ് ഈ ആത്മയുദ്ധം എന്ന് ഞാൻ പറഞ്ഞു തരാം. ഇന്നലെ നമ്മളതിനെ തൊട്ടിരുന്നു.
നമ്മുടെ അകത്ത് നമ്മൾ ചില സ്ഥലങ്ങളിൽ എത്തുമ്പോൾ നമുക്കകത്ത് സ്പിരിച്വൽ സെൻസ് ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ നമ്മുടെ സ്പിരിച്വൽ ആയിട്ടുള്ള ഈ 7 കൃപാവരങ്ങൾ, 7 ആത്മാക്കളും 9 കൃപാവരങ്ങളും നമ്മളിൽ ആക്റ്റീവാണ്. നിങ്ങൾ വിശ്വസിച്ചാലും നിങ്ങൾ വിശ്വസിച്ചില്ലെങ്കിലും യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കുന്ന വ്യക്തിക്കകത്ത് പ്രാർത്ഥിച്ചാൽ രോഗികൾ സൗഖ്യമായിരിക്കും. നിങ്ങളുടെ അകത്ത് ആലോചന വെളിപ്പെട്ടിരിക്കും. നിങ്ങൾ മറ്റൊരാളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചാൽ അവൻ്റെ കെട്ടുപൊട്ടും, അവൻ്റെ സ്ഥിതി മാറും, അവൻ്റെ അവസ്ഥകൾ മാറും. ഇതൊക്കെ നിങ്ങളിൽ കിട്ടിയിരിക്കുന്ന ഗിഫ്റ്റുകളാണ്, കൃപാ വരങ്ങളാണ്, ദൈവം തന്നിരിക്കുന്ന ഗിഫ്റ്റുകളാണ്. പക്ഷെ നിങ്ങൾ ഗിഫ്റ്റ് പൊട്ടിക്കാതെ ഇപ്പം തന്നെ ഷെൽഫിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഗിഫ്റ്റ് കൊണ്ട് പ്രയോജനമില്ല. നിങ്ങൾ ആ ഗിഫ്റ്റുകളെ ഉപയോഗിക്കണം. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം തുടങ്ങിയ സമയത്ത്, കൃപാവരങ്ങളുടെ ക്ലാസ് തുടങ്ങിയ സമയത്ത് ഞാൻ പറഞ്ഞു, നമ്മുടെ കോൺഫിഡൻസിൽ തകർക്കുക എന്നുള്ളതാണ് പിശാചിൻ്റെ ലക്ഷ്യം. അവൻ്റെ ശക്തിയല്ല പറഞ്ഞത്, നമ്മുടെ കോൺഫിഡൻസ്. നമുക്ക് പലപ്പോഴും പ്രാർത്ഥിക്കുന്ന സമയത്ത് നിങ്ങൾ പരിശീലിക്കണം, നിങ്ങൾ ഒറ്റയ്ക്ക് ജീവിക്കുവാൻ പരിശീലിക്കണം. വിശ്വാസ ജീവിതത്തിൽ ആരുടെയും കൈത്താങ്ങില്ലാതെ ഒറ്റയ്ക്ക് ബലപ്പെടുവാൻ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. നിങ്ങൾ അങ്ങനെ വളരുവാൻ ശ്രമിക്കും തോറും നിങ്ങൾ ക്രിസ്തുവുമായി കൂടുതൽ അടുക്കുവാൻ സഹായിക്കും. എപ്പോഴും ഒരു ബ്രദർ ഉണ്ടെന്നും എപ്പോഴും ഒരു പ്രെയർ ലൈൻ ഉണ്ടെന്നും എപ്പോഴും പ്രാർത്ഥിക്കാൻ ഒരു 10 പേരുണ്ടെന്നുള്ള ബലത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യം വന്നാൽ നിങ്ങളുടെ വിശ്വാസം തകർന്നു പോകും. അവിടെ നിങ്ങൾ ബലപ്പെടണം. നിങ്ങൾ ഈ ബലത്തിൻ്റെ ആത്മാവിൽ ശക്തിപ്പെടണം. നിങ്ങൾ എങ്ങനെയാണ് ശക്തിപ്പെടുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വരുന്ന സമയത്ത് വചനത്തിലും പ്രാർത്ഥനയിലും ദൈവപ്രവർത്തികളെയും പറ്റി കൂടുതൽ എന്ത് ചെയ്യണം? സംസാരിക്കുന്നവരാകണം. അങ്ങനെ നമുക്ക് ആത്മാവിലുള്ള ബലത്തെ വർദ്ധിപ്പിക്കുവാൻ ഇടയായിത്തീരും. ആമേൻ. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങളൊരു സ്ഥലത്ത് ചെല്ലുന്ന സമയത്ത് നമുക്ക് ചില കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചില വീടുകൾ മാറിക്കിടക്കുന്ന സമയങ്ങളിൽ നമ്മൾ അന്ന് രാത്രിയിൽ കാണുന്ന ചില സ്വപ്നങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. നിങ്ങൾ ഏതെങ്കിലും ഒരു വീട് മാറുകയോ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ മാറിക്കിടക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ അകത്തേക്ക് പെട്ടെന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചും വചനം പറഞ്ഞു കിടക്കുന്നതൊക്കെയാണ് ചില സമയങ്ങളിൽ ഭയപ്പെടുന്ന ചില സ്വപ്നങ്ങൾ കാണും. ആ സ്വപ്നത്തിൻ്റെ അകത്ത് വളരെ വ്യക്തത കാണും. വ്യക്തമായ ചില കാഴ്ചകൾ കാണാൻ പറ്റും, വ്യക്തമായ ചില രൂപങ്ങൾ കാണാൻ പറ്റും. പെട്ടെന്ന് നിങ്ങൾ ഞെട്ടി എണീക്കുമ്പോൾ അവിടെ ഒന്നുമില്ല. പെട്ടെന്ന് നിങ്ങളൊരു പേക്കിനാവ് കണ്ടതായിട്ട് നിങ്ങൾ അതിനെ അങ്ങ് തള്ളിക്കളയും. യഥാർത്ഥത്തിൽ തിരിച്ചറിഞ്ഞോണം, നിങ്ങൾ ചെല്ലുന്ന സ്ഥലങ്ങളിൽ ഏതൊക്കെ മേഖലകളിൽ പിശാചിൻ്റെ ആധിപത്യങ്ങളുണ്ടോ, നിങ്ങളുടെ അകത്തിരിക്കുന്ന 9 കൃപാവരങ്ങളും 7 ആത്മാക്കളും അവിടെ എന്ത് ചെയ്യുന്നറിയാവോ? ആക്റ്റീവാകും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ VIP ആയിട്ടുള്ള ആളുകൾ, നമ്മുടെ പ്രധാനമന്ത്രി ആയിക്കോട്ടെ, ഇന്ത്യൻ പ്രസിഡന്റ് ആയിക്കോട്ടെ, മന്ത്രിമാരായിക്കോട്ടെ, ഇവരുടെ കൂടെ എപ്പോഴും ഒരു സ്ക്വാഡുണ്ട് അല്ലേ? അവർ എപ്പോഴും കൂടെ നടക്കുന്ന, അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ഗാർഡുണ്ട്. ഇവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർ വണ്ടിക്കകത്തുനിന്ന് പുറത്തിറങ്ങി ഉടനെ നിങ്ങൾ നോക്കിയാൽ അവർ പെട്ടെന്ന് തല അനക്കിക്കൊണ്ടേയിരിക്കും. ഇവരിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവർ വെറുതെ മരം പോലെ നിൽക്കുമല്ല, അവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തുരുതുരാ നോക്കിക്കൊണ്ടിരിക്കുക എപ്പോഴും. അപ്പോൾ നമ്മളൊക്കെ എന്തിനാണ് ഇവരിങ്ങനെ ഇത്രയും സ്പീഡിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ടിരിക്കും? ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ കാര്യം എന്തുവാ? എവിടെ നിന്നാണ് ഒരു അറ്റാക്ക് വരുന്നത് അതിനെ പ്രതിരോധിക്കുവാൻ ഇവരെപ്പോഴും റെഡിയാണ്. അതേപോലെ നിങ്ങളിലിരിക്കുന്ന 9 കൃപാവരങ്ങളും ദൈവം നൽകിയിരിക്കുന്ന 7 ആത്മകളും നിങ്ങൾ എവിടെ ചെന്നാലും നിങ്ങളെ തകർക്കുവാൻ നോക്കുന്ന പിശാചുക്കളെ എതിർക്കുവാൻ ഇത് ആക്റ്റീവാകും. ഇതെന്ത് ചെയ്യും? നിങ്ങളുടെ സ്വപ്നങ്ങളിൽ അത് വെളിപ്പെട്ട് വരും. ഇന്നതാണ് വിഷയം എന്ന് വെളിപ്പെട്ട് വരും. അപ്പോൾ നമ്മളൊരു പെട്ടെന്നൊരു സ്വപ്നം കണ്ട് ചാടി എണീക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പേടിക്കുകയാണ്. യഥാർത്ഥത്തിൽ നിങ്ങൾക്കത് വെളിപ്പെട്ട് കിട്ടുന്നതാണ്. നിങ്ങളിൽ ഉള്ളിരിക്കുന്ന ഡിസൈനിങ് സ്പിരിറ്റിനാൽ അത് വെളിപ്പെട്ട് കിട്ടുന്നതാണ്. അടുത്ത തലത്തിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നറിയാവോ? നമ്മളതിനെ പേടിച്ചു വല്ലാതെ, നമുക്കറിയാം നമ്മൾ പാനിക്കാവും. പക്ഷെ നമ്മൾ ശീലിക്കണം. നമ്മൾക്കത് വെളിപ്പെടുമ്പോൾ ആ ദേശത്തിൻ്റെ മേലിരിക്കുന്ന ഏതൊക്കെയോ പിശാചുക്കളെ എന്ത് ചെയ്യുകയാണ്? വെളിപ്പെടുത്തി. ഉദാഹരണം പറയും, യേശുവിൻ്റെ അടുക്കിലേക്ക് വന്ന ഒരു 6000 ഭൂതം ബാധിച്ച മനുഷ്യൻ, അവനെ ഭ്രാന്തനെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അവൻ്റെ കയ്യെ ചെങ്ങലയിട്ടിട്ട് ആ ചെങ്ങല ഉരുമി പൊട്ടിക്കുന്ന ഒരു ഭ്രാന്തനായ മനുഷ്യൻ. പക്ഷെ യേശു വന്നിട്ട് പറഞ്ഞു, നീ ആരാന്ന് ചോദിച്ചു. ഉടനെ അതുവരെ സംസാരിക്കാത്ത ഭൂതങ്ങൾ യേശുവിനോട് സംസാരിച്ചു. കർത്താവേ, സമയത്തിന് മുമ്പേ ഞങ്ങളെ ദണ്ഡിപ്പിക്കരുതെന്ന് അവർ സംസാരിച്ചപ്പം അവരോർത്തു, ഈ ഭ്രാന്ത് പിടിച്ച മനുഷ്യൻ എന്തുവാ യേശുവിനോട് പറയുന്നത്? ഉടനെ യേശു ആ ഭൂതങ്ങളോട് പറഞ്ഞു, ഇവിടുന്ന് ഓടിപ്പോക്കോളാൻ പറഞ്ഞു. അവൻ ആ പന്നുകളുടെ ഇടയിലേക്ക് ചാടിപ്പോയി, അവരെല്ലാം ചത്തൊടിഞ്ഞു എന്നാണ് വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. ആമേൻ. അപ്പോൾ എന്ത് ചെയ്യാൻ കഴിയും? നിങ്ങൾക്കതിനെ പുറത്താക്കുവാനും നിങ്ങൾക്കതിനെ ജയിക്കുവാനും കപ്പാസിറ്റി ഉള്ളത് കൊണ്ടാണ് ഇത് വെളിപ്പെടുത്തുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഈ കൃപാവരങ്ങളെ പറ്റിയും 7 ആത്മാക്കളെ പറ്റിയും അറിവില്ലാത്തോടത്തോളം കാലം നമ്മളതിനെ പേടിച്ചും ഭയപ്പെട്ടും പിശാചെന്നെ ഇങ്ങോട്ട് ഓടിക്കാൻ നോക്കുന്നു, പിശാചെന്നെ കറക്കാൻ നോക്കുന്നു പറഞ്ഞുകൊണ്ട് നമ്മൾ പിശാചിനെ വാഴ്ത്തി പാടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇത് വെളിപ്പെടുമ്പോൾ നമ്മളതിനെ ബ്രേക്ക് ചെയ്യുന്നില്ല.
അതിനെ ബ്രേക്ക് ചെയ്യാത്തിടത്തോളം കാലം എന്നാ സംഭവിക്കുന്ന അറിയാവോ, അത് അവിടെ തന്നെ നടന്നുകൊണ്ടിരിക്കും. നിങ്ങളെ ഒന്നും ചെയ്യത്തൊന്നുമില്ല, അതിങ്ങനെ വെളിപ്പെട്ട് പൊയ്ക്കൊണ്ടിരിക്കും. അത് വെളിപ്പെടുത്തുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാവോ, നിങ്ങളിലിരിക്കുന്ന വചനം എന്ന വാളുകൊണ്ട് അതിനെ വെട്ടണം. അപ്പൊ അതിനെ വെട്ടുവാൻ കൃപാവരത്തിന് കഴിയത്തില്ല. അതിനെ വെട്ടുവാൻ വചനമെന്ന ഇരുവായ്ത്തലയുള്ള, എബ്രായ ലേഖനം പറയുന്നു, ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാൾ മൂർച്ചയുള്ള ദൈവത്തിന്റെ വചനം കൊണ്ട് അതിനെ വെട്ടണം. നമ്മൾ ചാടിയിട്ട് എൻ്റെ ദൈവമേ ബ്രദറെ എന്നെ പിശാചിട്ട് എൻ്റെ സ്വപ്നത്തിലൂടെ കൊല്ലാൻ നോക്കുക എന്നല്ല പറയേണ്ടത്. അത് വെളിപ്പെട്ട് കിട്ടുമ്പോൾ എന്ത് ചെയ്യണം, നമ്മളതിനെ ബ്രേക്ക് ചെയ്യണം. ഇനി നമ്മൾക്കുമായിട്ട് വേഗത്തിൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ ഞാൻ ഉദാഹരണം പറയും, ഇപ്പോൾ പോണോഗ്രാഫിയുടെ അഡീഷനുള്ള ഒരു മനുഷ്യൻ, അതിൻ്റെ അഡീഷന് വല്ലാത്ത അഡീഷനുള്ള ഒരു മനുഷ്യൻ നിങ്ങളെ പാസ് ചെയ്ത് പോകുമ്പം ചില ആൾക്കാർ പങ്കെടു ബ്രദറെ എൻ്റെ ഉള്ളിലേക്ക് ഈ വല്ലാത്ത ദുഷ്കാമ ചിന്തകൾ, ഞാനത് ഓപ്പണായിട്ട് പറയുന്നതിൻ്റെ കാര്യം പെട്ടെന്ന് നിങ്ങളോട്ട് റിലേറ്റ് ചെയ്യാൻ മനസ്സിലാവും. ചില ദുഷ്കാമ ചിന്തകൾ എൻ്റെ മനസ്സിലേക്ക് വരും. ചില സ്ഥലങ്ങളിൽ ചെല്ലുന്ന സമയത്ത് ഞാൻ അന്ന് ചിലപ്പം കിടന്നുറങ്ങുന്ന സമയത്ത് തെറ്റായ ചില കാഴ്ചകൾ, ചില ചിന്തകൾ, ചില വ്യക്തികളെ വ്യക്തമായി എനിക്ക് അവരുടെ രൂപം കാണാൻ പറ്റും ബ്രദറെ. വല്ലാത്ത ചില റിലേഷനായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. ഒത്തിരി ആൾക്കാർ സ്ട്രഗിൾ ചെയ്ത് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നത് മാറിപ്പോകാൻ വേണ്ടി. യഥാർത്ഥത്തിൽ നിങ്ങൾ തിരിച്ചറിഞ്ഞോണം, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന കാര്യങ്ങളെ ദൈവാത്മാവ് നിങ്ങളുടെ സ്പിരിറ്റിൽ വെളിപ്പെടുത്തി തരിക. നിങ്ങൾ അതോർത്ത് ഭാരപ്പെടാതെ എന്ത് ചെയ്യണം, അതിനെ യേശുവിൻ്റെ നാമത്തിൽ വചനം കൊണ്ടതിനെ വെട്ടണം. ഇതിനെ വെട്ടി നിങ്ങൾ നീക്കണം. ഇതിനെ വെട്ടി നീക്കിയില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നറിയാവോ, നിങ്ങൾ ചിന്തിക്കും ഇത് നിങ്ങൾ ചിന്തിച്ചു കൂട്ടുന്നതെന്ന് വിചാരിച്ച് നിങ്ങൾ ഭാരപ്പെട്ട് സങ്കടപ്പെട്ട് ആ ദിവസം മുഴുവൻ നിങ്ങൾ ബൈബിളും വായിക്കത്തില്ല, പ്രാർത്ഥിക്കത്തുമില്ല. ദൈവത്തോട് പറയും, കർത്താവേ ഞാൻ ഇങ്ങനെ ചിന്തിച്ചോ കർത്താവേ, ഞാൻ അശുദ്ധനായി തീർന്ന കർത്താവേ എന്ന് പറഞ്ഞാൽ നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. ഇനി നമുക്ക് മറ്റൊരു തലം കൂടെ പറഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് ഞാൻ മടങ്ങി വരാം. അടുത്തത് പരിജ്ഞാനത്തിൻ്റെയും യഹോവ ഭക്തിയുടെയും ആത്മാവ്. അപ്പോൾ ഞാനിന്ന് പറഞ്ഞു വേർഡ് ഓഫ് വിസ്ഡം, വേർഡ് ഓഫ് നോളജ്. ഈ പരിജ്ഞാനം എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് യഹോവ ഭക്തിയുടെ ആത്മാവ്. ഈ യഹോവ ഭക്തിയുടെ ആത്മാവ് എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിലേക്ക് വരുമ്പോൾ ഫിയർ ഓഫ് ഗോഡ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഫിയർ ഓഫ് ഗോഡ് എന്ന് പറയുമ്പോഴേക്കും യഥാർത്ഥത്തിൽ പിന്നെയും വാക്കുകൾക്ക് ഒത്തിരി വ്യത്യാസം വന്നു. ഫിയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് ഭക്തിയേക്കാൾ കൂടുതൽ കയറി വരുന്നൊരു വാക്കുണ്ട്. എന്നാണെന്നറിയാവോ, ഭക്തിയേക്കാൾ കൂടുതൽ എന്തായിരിക്കും വരുന്നത്? ആമേൻ. നമുക്ക് ഭീതിയാണ് എന്ത് ചെയ്യുന്നത്, വരുന്നത്. ഈ വാക്കാ വരുന്നത് അല്ലേ. അപ്പോൾ ഈ 9 കൃപാവരങ്ങൾ നിങ്ങളിൽ വെളിപ്പെടുന്ന സമയത്ത് ഞാൻ പറയും, ഇത് നിങ്ങളെ ഒന്നും ചെയ്യുവാൻ പോകുന്നില്ല, നിങ്ങൾ ഇതിനെ ഭയപ്പെടരുത്. അതാണിപ്പം 2 തിമോത്തിയോസിനകത്ത് എനിക്കൊന്ന് സൗകര്യം ഇപ്പോൾ വാക്യം വെച്ച് 3:3 പറഞ്ഞ പോലെ, കർത്താവോ വിശ്വസ്തൻ, അവൻ നിങ്ങളെ ഉറപ്പിച്ചും ദുഷ്ടൻ്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം നിങ്ങളെ കാത്തുകൊള്ളും. ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം, പിശാചിന് എന്നെ തൊടാൻ കഴിയത്തില്ല. 2 തെസ്സലോനിക്ക ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 3 പറഞ്ഞ കർത്താവ് വിശ്വസ്തനായതുകൊണ്ട്. അപ്പം എന്തുകൊണ്ടാണ് ബ്രദറെ പിശാചിന് എന്നെ തൊടാൻ കഴിയാത്തത്? കർത്താവ് വിശ്വസ്തനായതുകൊണ്ട്. എന്തിനാ കർത്താവ് വിശ്വസ്തനായത്? ദൈവം നിങ്ങളെ ഉറപ്പിച്ചും ദുഷ്ടൻ്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം നിങ്ങളെ കാത്തുകൊള്ളും. ഇതും കൂടെ ഞാനൊന്ന് പറയാം സിസ്റ്റർ. ആ വാക്യം പെട്ടെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്ന കാര്യം ഞാൻ ആ വാക്യത്തിലേക്കല്ലേ. അപ്പോൾ ചിലപ്പോൾ ചില ആൾക്കാരുടെ ഉള്ളിൽ ഇത് കാണുമ്പോൾ ഒരു ഭയം വരും. നിങ്ങൾ ഭയപ്പെടരുത്, നിങ്ങളെ പേടിക്കേണ്ട. നിങ്ങൾ ഇതെല്ലാം കർത്താവ് കാണിക്കുന്നത് നിങ്ങൾക്ക് വെട്ടാൻ ധൈര്യമുള്ളത് കൊണ്ടാണ്. ഇപ്പം ഞാൻ ചോദിച്ചോട്ടെ, ഒരു AK-47 ഉപയോഗിക്കുന്ന ഒരു മിലിറ്ററിക്കാർ അല്ലെങ്കിൽ മിലിറ്ററിക്കാർ ഉപയോഗിക്കുന്ന ഒരു തോക്കും സാമഗ്രികളും നിങ്ങളുടെ കയ്യിലോട്ട് തന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്കത് കാണുമ്പോൾ ഭയങ്കര ഭയവും ഭീതിയും, ആ റിവോൾവറൊക്കെ എടുത്ത് പിടിക്കുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ എന്ത് ചെയ്തു, എന്തോ സാധനം, ഞാനിതുകൊണ്ട് എങ്ങനെയാണ് യുദ്ധം ചെയ്യുന്നതെന്ന് ഓർത്ത് നിങ്ങൾ ചിലപ്പോൾ ഭാരപ്പെടും അല്ലേ. നിങ്ങൾക്ക് ഭയമല്ല, നിങ്ങൾക്ക് ഇത് എന്താ ചെയ്യണമെന്ന് അറിയാൻ മേലാത്തൊരവസ്ഥയിലേക്ക് വരും. പക്ഷേ അത് ഉപയോഗിക്കാൻ അറിയാവുന്ന ഒരു മിലിറ്ററിക്കാരൻ ഈസി ആയിട്ടത് എന്ത് ചെയ്യും, ഹാൻഡിൽ ചെയ്യും. അതേപോലെ തന്നെ ഈ കൃപാവരത്തെ ഉപയോഗിക്കുവാൻ നാം പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ വരുന്ന വിഷയങ്ങളൊക്കെയും ഈസിയാണ്. ഈ വാക്യം നോക്കി എല്ലാവരും ഒന്ന് വായിച്ചേ, സ്ക്രീനെ നോക്കിക്കേ. കർത്താവോ വിശ്വസ്തൻ, ദൈവം നിങ്ങളെ ഉറപ്പിച്ചും, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് വാക്യെങ്കിലും പറയുകയാണ്, പേടിക്കരുത്, ദുഷ്ടൻ്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം കാത്തുകൊള്ളും. എൻ്റെ കൂടെ പറഞ്ഞ്, ദൈവം എന്നെ ദുഷ്ടൻ്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം കാത്തുകൊള്ളും. ദൈവം വിശ്വസ്തൻ. ദൈവം എന്നെ ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം കാത്തുകൊള്ളും. ആമേൻ. ഇനി പിശാചെന്നും ലൂസിഫർ എന്നും പറഞ്ഞുകൊണ്ട് പേടിച്ച് നടക്കരുത് കേട്ടോ. ദൈവം വിശ്വസ്തനാന്ന് പറഞ്ഞു നടക്കണം. ആരെങ്കിലും വന്നിട്ട് വീട്ടിൽ വന്നിട്ട് പറയാം, ബ്രദറെ സഹോദരി വീടിൻ്റെ അകത്ത് പിശാചുകൾ മൊത്തം കിടന്ന് ഇങ്ങനെ വട്ടം കറങ്ങുവാണല്ലോ, നിങ്ങളെയും കൊണ്ട് ഇത് പോകത്തുള്ളൂ എന്ന് പറഞ്ഞാൽ പറയണം, ഇല്ല സഹോദര, എൻ്റെ ദൈവം വിശ്വസ്തനാ. ഇങ്ങനെ പറഞ്ഞ് പഠിക്കണം.
മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനെ പറഞ്ഞു പഠിക്കണം. കർത്താവോ വിശ്വസ്തൻ. ദൈവം വിശ്വസ്തനായതുകൊണ്ട് അവൻ എന്നെ ഉറപ്പിക്കും. ദൈവം വിശ്വസ്തനായതുകൊണ്ട് ദുഷ്ടൻ്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം കാത്തുകൊള്ളും. അതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ് എൻ്റെ നിലനിൽപ്പ്. ഞാൻ ചോദിച്ചോട്ടെ, ദൈവം വിശ്വസ്തനാണോ? ദൈവം വിശ്വസ്തനാണ് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ ഒരു ദുഷ്ടനും നിങ്ങളെ തൊടത്തില്ല. അപ്പോൾ ബ്രദർ, ഈ വെളിപ്പെടുന്നതൊക്കെ പിന്നെ എന്തുവാ? ഞാൻ പറഞ്ഞല്ലോ, വെളിപ്പെടുന്നതല്ല, നിങ്ങളൊരു പടയാളി ആയതുകൊണ്ടാണ്. നിങ്ങളൊരു പടയാളി ആയതുകൊണ്ടും നിങ്ങളൊരു യുദ്ധത്തിൻ്റെ കളത്തിൽ നിൽക്കുന്നത് കൊണ്ടും നിങ്ങൾക്കതിനെ വെട്ടാൻ ആയുധമുള്ളത് കൊണ്ടും, പോരിൻ്റെ ആയുധങ്ങളും ജഡികങ്ങളല്ല, കോട്ടകളെ ഇടിക്കുവാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളതിന് എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ നീതിയുടെ ആയുധങ്ങളെ ധരിക്കണം. നമുക്ക് യുദ്ധമുണ്ട്, പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും സ്വർലോകത്തിലെ ദുഷ്ട സേനയോടും അത്രേ. അതുകൊണ്ട് ദുർദിവസത്തെ എതിർത്ത് നിൽക്കാൻ നിങ്ങൾ സർവ്വായുധവർഗം ധരിക്കണം. അപ്പം നിങ്ങൾ ആരാണ്? യുദ്ധം ചെയ്യുന്നവരാണ്. തോൽക്കാൻ വേണ്ടി യുദ്ധം ചെയ്യുന്നവരല്ല. നിങ്ങളെ ഉറപ്പിച്ച് നിങ്ങളെ ജയിക്കാതെ വണ്ണം കാക്കുന്ന ഒരു ദൈവമുണ്ട്. അപ്പം കൃപാവരം ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ചെല്ലുന്ന പട്ടണങ്ങളിൽ, രാജ്യങ്ങളിൽ ഈ സാധനങ്ങളെല്ലാം വെളിപ്പെടുത്തുന്ന ദൈവം എന്താണെന്നറിയാവോ? അതിനെയൊക്കെയും വെട്ടി നീക്കാൻ. അപ്പോൾ ഇതൊക്കെ വെട്ടി നീക്കിയാൽ എന്താ ഗുണമെന്നറിയാവോ? അത് തടസ്സപ്പെടുത്തി വെച്ചുകൊണ്ടിരുന്ന മുഴുവൻ ബ്ലെസ്സിങ്ങുകളും ഓപ്പണായി വരും. ഹല്ലേലൂയ. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ചില വീട്ടിലൊക്കെ ചെല്ലുമ്പോൾ കർത്താവ് പറയും ഇന്ന കാര്യം. ഞാൻ ഇപ്പോൾ ഓർക്കുന്നുണ്ട്, ഞാൻ കോട്ടയത്ത് ഒരു സ്ഥലത്ത്, പെരുവ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത്, ഒരു വീട്ടിൽ പോകുന്ന സമയത്ത് ഒരു ഉപദ്രവം ഉണ്ടായിരുന്ന ഒരു വീടായിരുന്നു. ഭയങ്കര വിഷയം ഉണ്ടായിരുന്ന ഒരു വീടായിരുന്നു. അവർക്ക് എന്താ കാരണമെന്ന് അറിയത്തില്ല, ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു. ആ വീട്ടിൽ ചെന്ന സമയത്ത് പരിശുദ്ധാത്മ പറഞ്ഞു ഇന്നതാണ് കാരണം. ആ കാരണത്തെ ദൈവാത്മ വെളിപ്പെടുത്തി. ഞാൻ എന്ത് ചെയ്യുന്നറിയാവോ? ദൈവം തന്ന ആയുധമായ വചനം കൊണ്ട് ഞാൻ ഇതിനെ വെട്ടിക്കഴിഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന തലമുറകൾക്ക് വിടുതലുണ്ടായി, അവരുടെ അസുഖങ്ങൾ മാറി, വലിയൊരു അത്ഭുതം അവിടെ ഉണ്ടാകാൻ ഇടയായി തീർന്നു. എൻ്റെ കഴിവല്ല. എന്ത് സംഭവിച്ചു? ആ കാരണത്തെ, നമ്മുടെയിലാണ് ദൈവം ആയുധം തന്നിരിക്കുന്നത്. പക്ഷെ നിങ്ങൾ അവിടെ പോരുന്നുകൊണ്ട് പേടിച്ച് വിറച്ച് പിശാചാണ്, ലൂസിഫറാണ് അന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ബൈബിൾ പറയുന്നു ദുഷ്ടൻ്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം ദൈവം എന്നെ കാത്തു. ദൈവത്തിൻ്റെ ചുമതലയാണ്. ഒരു ദൈവവേദലിനെ സൂക്ഷിക്കണം എന്നുള്ളത് ദൈവവേദന. നമ്മൾ പലപ്പോഴും ദൈവസന്നിധി സൂക്ഷിച്ചിറക്കുന്ന ആൾക്കാരുണ്ട്. അവരാ വീഴാൻ പോകുന്നവർ. നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിക്കാൻ സൂക്ഷിക്കാനാണ് പറയുന്നത്. നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ പറയണം ഞാൻ നിൽക്കുന്നതല്ല, ദൈവം എന്നെ നിർത്തുന്നതാണെന്ന് പറയണം. ആമേൻ. അപ്പോൾ നേരെ ഞാൻ കൃപാവരത്തിലേക്ക് വരാം. അപ്പോൾ ഭയം മാറട്ടെ, നിങ്ങളിൽ ഭയം മാറട്ടെ. ഇനി ഇവിടെ ശ്രദ്ധിച്ചോണം, എന്താണ് ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന യഹോവ ഭക്തി, അതായത് ഫിയർ ഓഫ് ഗോഡ്. യഥാർത്ഥത്തിൽ യഹോവ ഭക്തിയുടെ ആത്മാവെന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഫിയർ ഓഫ് ഗോഡ് എന്നുള്ള വാക്കിൻ്റെ എബ്രായർ, ഹീബ്രു വേർഡ് കൊടുത്തേക്കുന്ന ഈറ എന്നൊരു വാക്കാണ്. ഈറ എന്നൊരു വാക്കാണ് കൊടുത്തിരിക്കുന്നത്. പ്രൊണൗൺസിയേഷനൊക്കെ വ്യത്യാസം ഉണ്ടായിരിക്കും. ഞാൻ അവർ ഉപയോഗിച്ചൊരു വാക്കാണ് ഈറ എന്ന എബ്രായർ പദത്തിൽ നിന്നാണ് കൊടുത്തേക്കുന്നത്. അവിടെ കൊടുത്തേക്കുന്ന വാക്കിൻ്റെ അർത്ഥം റെവറൻസ് എന്നൊരു പദമാണ്. അതായത് റെവറൻസ് എന്ന പദത്തിൻ്റെ നമുക്ക് വാക്കിൻ്റെ അർത്ഥം നമുക്കറിയാം. നമുക്ക് യഥാർത്ഥത്തിൽ ഒരു വ്യക്തിക്ക് കൊടുക്കുന്ന ഒരു ബഹുമാനം, ദൈവത്തെ ബഹുമാനിക്കുക. ദൈവത്തിന്, അതായത് നമ്മൾ ദൈവസന്നിധിയിൽ യഹോവ ഭക്തി എന്ന് പറഞ്ഞാൽ ദൈവത്തിനെ ബഹുമാനിക്കുന്ന സ്പിരിറ്റ്. ബഹുമാനിക്കുക എന്ന് പറയുന്ന അർത്ഥം എന്തുവാ? റെസ്പെക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ റെഫറൻസ് എന്ന വാക്കിൻ്റെ യഥാർത്ഥ അർത്ഥം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണം നമുക്ക് നേരെ ഉൽപ്പത്തിയിലോട്ട് പോവാം. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ അബ്രഹാമിനോട് ദൈവം പറഞ്ഞു ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് നീ പോകുക. ശ്രദ്ധിച്ചോണം, പോകുക. അബ്രഹാമിന് വേണമെങ്കിൽ തിരസ്കരിക്കാം. ദൈവം പറഞ്ഞു ഞാൻ നിന്നെ അനുഗ്രഹിക്കാം. അനുഗ്രഹിച്ചിട്ടില്ല. ഞാൻ നിന്റെ പേര് വലുതാക്കിയിട്ടില്ല. നീ ഒരു അനുഗ്രഹമാകും, ആയിട്ടില്ല. അബ്രഹാമിന് വേണമെങ്കിൽ എന്ത് ചെയ്യാം? നിന്നെ അനുഗ്രഹിക്കുന്നവനെ ഞാൻ അനുഗ്രഹിക്കും, ആയിട്ടില്ല. നിന്നെ ശപിക്കുന്നവനെ ഞാൻ ശപിക്കും. നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. തലമുറയില്ലാത്ത അബ്രഹാമോട് പറയുകയാണ് നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും. ഒരു കുഞ്ഞു പോലും ഇല്ലാത്ത അബ്രഹാമോട് പറയുകയാണ് നിന്നിൽ ഭൂമിയിലുള്ള തലമുറ. എൻ്റെ അർത്ഥം ഒരു തലമുറ പോലും ഇല്ലാത്ത അവനോട് പറയുവാണ് നീ തലമുറകൾക്കൊരു അനുഗ്രഹമായി തീരും. അപ്പം അബ്രഹാമിന് ദൈവത്തെ അതായത് ദൈവം പറഞ്ഞപ്പോൾ അബ്രഹാം ഇറങ്ങാതിരുന്നതുവെങ്കിൽ അതിൻ്റെ അർത്ഥം അബ്രഹാം ദൈവത്തെ റെസ്പെക്റ്റ് ചെയ്യുന്നില്ല. ഒരു വ്യക്തി എങ്ങനെയാണ് റെസ്പെക്റ്റ് ചെയ്യുന്നത്? ആ വ്യക്തിയെ അംഗീകരിക്കുമ്പോൾ, ആ വ്യക്തിയുടെ വാക്ക്, പ്രവൃത്തി ഇതിനെ അംഗീകരിക്കുമ്പോൾ നാം എന്ത് ചെയ്യുന്നു? ആ വ്യക്തിയെ റെസ്പെക്റ്റ് ചെയ്യുന്നു. ഇപ്പോൾ ഉദാഹരണം പറയുകയാണ്, ഞാൻ പറയുന്നു എറണാകുളത്ത് നമ്മളിപ്പോൾ ഹോളെല്ലാം ബുക്ക് ചെയ്യുന്നു. ഹോളെല്ലാം നിങ്ങളെല്ലാവരുടെയും കണക്ക് നോക്കിയിട്ട് നമ്മളൊരു 500 പേരുടെ അല്ലെങ്കിൽ 1000 പേരുടെ ഹോള് ബുക്ക് ചെയ്യുന്നു. നിങ്ങൾ പറഞ്ഞു ബ്രദറെ ഉറപ്പായിട്ടും ഞങ്ങൾ വരും, നമ്മൾ 1 ലക്ഷമോ. കഴിഞ്ഞ ദിവസം എന്നോട് വൈകുന്നേരം വിളിച്ചപ്പം അജാസ്റ്റ് പറഞ്ഞു തൃപ്പൂണിത്തറയിൽ ഒരു ഹോള് നോക്കിയപ്പം പറഞ്ഞു ഏകദേശം 3 ലക്ഷം രൂപയൊക്കെ അടുത്താവുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു നമ്മൾ അന്വേഷിക്കുക, പിന്നെയും നോക്കുക, ആളുകളുടെ എണ്ണം അനുസരിച്ച് നമുക്ക് ക്രമീകരണങ്ങളെല്ലാം വേണമെന്ന് പറഞ്ഞു.
അത് എനിക്കൊന്ന് ഗ്രൂപ്പിലുള്ള ആരോ ഷെയർ ചെയ്തതാണ് ഉണ്ടെന്ന്. അപ്പോൾ നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. അത്രയൊക്കെ ആകുമെന്ന് പറഞ്ഞു. എറണാകുളം ടൗൺ ഹാളിൽ എന്നോട് ഒരാൾ പറഞ്ഞു 1,00,000 രൂപയൊക്കെ ആകുമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ വലിയൊരു ബിഗ് ബഡ്ജറ്റ് വെക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു, ബ്രദറെ ഞങ്ങൾ വരുമെന്ന് ഇതിൽ പറഞ്ഞുകൊണ്ട് നമ്മൾ ഓള് ബുക്ക് ചെയ്യുന്നു. നിങ്ങൾ എന്ത് ചെയ്യുന്നു, സമയമായപ്പോൾ എൻ്റെ ചേച്ചിയുടെ കല്യാണം ഉണ്ടെങ്കിൽ അപ്പോൾ എനിക്ക് വരാൻ പറ്റത്തില്ല, നിങ്ങൾ കുറേ പേരങ്ങ് വരുന്നില്ല. നമ്മൾ എന്ത് ചെയ്തു, കസേരയിൽ നിർത്തിയിട്ട് ആൾ ഉദാഹരണമായിട്ട് കർത്താവ് നിറയ്ക്കും, ആര് വന്നാലും വന്നില്ലെങ്കിലും കർത്താവ് ഉണ്ട്, ഉദാഹരണം പറയുക. അപ്പോൾ എന്ത് ചെയ്യുന്നു, അവിടെ നിങ്ങൾ എന്ത് ചെയ്യുകയാണ്, എന്നെ റെസ്പെക്റ്റ് ചെയ്യുന്നതിന് പകരം എൻ്റെ വാക്കിനെ തിരസ്കരിക്കുക. നിങ്ങൾ വാക്ക് പറഞ്ഞിട്ട് ആ വാക്കിനെതിരെ പ്രവർത്തിക്കുമ്പോൾ അവിടെ റെസ്പെക്റ്റ് അല്ല, പകരം അനുസരണക്കേട് വെളിപ്പെടുന്നു. അപ്പോൾ ശ്രദ്ധിച്ചോണം, നിങ്ങൾ എഫേസ്യ ലേഖനത്തിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ ഒരു വാക്യമുണ്ട്. എഫേസ്യ ലേഖനം 3-ാം ഹാളിൽ 3-ാമത്തെ വാക്യത്തിലൊരു വാക്യമുണ്ട്. അനുസരണക്കേടിൻ്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിന് അധിപതിയായിരുന്നൊരു കാലം നമുക്കുണ്ടായിരുന്നു. ഈ ലോകത്തിൻ്റെ കാലഗതിയെയും അനുസരണക്കേടിൻ്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിന് അധിപതിയാണ്. അപ്പം അനുസരണക്കേടിനൊരു ആത്മാവുണ്ട്. എഫേസ്യ ലേഖനത്തിൽ പറഞ്ഞ അനുസരണക്കേടിൻ്റെ ആത്മാവ്, അതായത് ആദത്തിൻ്റെ മേൽ വ്യാപരിച്ച ഒരാത്മാവുണ്ട്. അനുസരണക്കേട്, ദൈവത്തെ അനുസരിക്കാതിരിക്കുന്ന ആത്മാവ്. അപ്പം അങ്ങനെ ഒരു ആത്മാവ് നിങ്ങളുടെ അകത്തിരിപ്പുണ്ട്. ഇതിനെ ബ്രേക്ക് ചെയ്യണമെങ്കിൽ പരിശുദ്ധ ആത്മാവിൽ വെളിപ്പെടുന്ന റെസ്പെക്റ്റ് കൊടുക്കുന്ന, അനുസരിപ്പിക്കുന്ന ഒരു ആത്മാവുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം വായിക്കുന്ന സമയത്ത് ആത്മാവ് യേശുവിനെ മരുഭൂമിയിലേക്ക് നടത്തി എന്നൊരു വാക്കുണ്ട്. യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. അതായത് മരുഭൂമിയിലേക്ക് യേശുവിന് തന്നെ നടക്കാൻ മേലെ അറിയാം, പക്ഷേ ആ സമയത്ത് മരുഭൂമിയിൽ ആരും പോകത്തില്ല. പക്ഷേ യേശുവിനെ മരുഭൂമിയിലേക്ക് ആത്മാവ് നടത്തി. അതായത് ദൈവത്തിൻ്റെ പദ്ധതിയിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുവാൻ കഴിയുന്ന ഒരു സ്പിരിറ്റുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, നിങ്ങൾ ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ ആ വചനത്തോട് റെസ്പോണ്ട് ചെയ്താൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ ദൈവത്തിന് റെസ്പെക്റ്റ് കൊടുക്കുന്ന സ്പിരിറ്റ് നിങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പലപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾക്കൊരു ചില സ്ഥലങ്ങളിൽ നമ്മൾ പ്രാർത്ഥനയ്ക്കൊക്കെ പോകാൻ വേണ്ടി പല എതിർപ്പുകൾ വരുമ്പോഴും, പോകണ്ടെന്ന് പറയുമ്പോഴും, അവിടെ പോയാൽ നിന്നെ തല്ലുമെന്ന് പറയുമ്പോഴും നിങ്ങളതെല്ലാം ഭേദിച്ച്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? തല്ലുകൊള്ളുമെന്ന് അറിഞ്ഞിട്ടും നിങ്ങൾ അവിടെ പോകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത്ര പേരും തല്ലുകൊള്ളുമെന്ന് അറിഞ്ഞിട്ടും പോകുന്നതിന് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് എവിടെ നിന്ന് ഈ ധൈര്യം കിട്ടിയത്? അതായത് നിങ്ങളെ ദൈവസന്നിധി നിങ്ങൾ പോകും എന്നൊരു തീരുമാനമെടുത്തപ്പോൾ നിങ്ങളെ അങ്ങോട്ട് നടത്തുവാൻ ശക്തിയും ബലവും ധൈര്യവും ഗൈഡൻസും തരുന്ന ഒരു സ്പിരിറ്റ്, പരിശുദ്ധാത്മാവ്, ഈ ഒരു സ്പിരിറ്റിലൂടെ നിങ്ങളെ എന്ത് ചെയ്യും? ഗൈഡ് ചെയ്യും. അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം? അനുസരിച്ച് കൊടുത്താൽ മതി. ഒരനർത്ഥവും അവിടെ സംഭവിക്കത്തില്ല. ദൈവത്തിൻ്റെ ഉള്ളം കരത്തിൽ നിങ്ങളെ വഹിക്കും. അപ്പോൾ ഇവിടെ പറയുകയാണ്, അബ്രഹാം ദൈവത്തെ അനുസരിച്ചു. അടുത്ത വാക്യത്തിൽ നിങ്ങൾ കാണാം, എബ്രാഹിം ഉൽപ്പത്തി പുസ്തകം 13-ാം വാക്യത്തിൽ പറഞ്ഞു, ഇങ്ങനെ അബ്രഹാം ഭാര്യയും അവനുള്ളതൊക്കെയും അവരുടെ കൂടെ ലോത്തും മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു തെക്കേ ദേശത്ത് വന്നു. കന്നുകാലി, വെള്ളി, പൊന്ന് ഈ വകയിൽ അബ്രഹാം ബഹുസമ്പന്നനായി. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ബഹുസമ്പന്നൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അബ്രഹാം അതുവരെ ബഹുസമ്പന്നനായിരുന്നോ? അല്ലയോ? ഞാൻ നിന്നെ ബഹുസമ്പന്നനല്ലായിരുന്നു. അതുകൊണ്ടാണ് വചനം പറഞ്ഞിരിക്കുന്നത് അബ്രഹാം ഈ വകയിൽ ബഹുസമ്പന്നനായിരുന്നു. അപ്പൊ 12-ാം അധ്യായത്തിൽ ഇതെല്ലാം വിട്ട് പുറപ്പെട്ടിറങ്ങാൻ പറഞ്ഞപ്പോൾ ഒന്നോർത്തേക്ക് എല്ലാം വിട്ടേച്ച്, സകലതും വിട്ടേച്ച്, നിന്റെ പിതൃഭവനത്തെയും ചാർച്ചക്കാരെയും, അതിൻ്റെ അർത്ഥം കുടുംബസ്വത്തുണ്ട്, നാട്ടിലെ വീടുണ്ട്, ആ വീടും കുടിയും ഉള്ളതെല്ലാം കളഞ്ഞിട്ട്, വിറ്റ് പെറുക്കിയിട്ടല്ല, അത് മുഴുവൻ വിട്ടേച്ച്. വാക്ക് ശ്രദ്ധിച്ചോണം. ഇത് തന്നെയാണ് മത്തായിയുടെ സുവിശേഷത്തിൽ യേശു പറഞ്ഞത് പത്രോസിനോട്, നിന്റെ വള്ളവും വലയും വിട്ടേച്ച് എന്നെ അനുഗമിക്കുക. അതിൻ്റെ അർത്ഥം വല വിറ്റിട്ട് ആ പൈസ ആയിട്ട് വരാനല്ല പറഞ്ഞിരിക്കുന്നത്, വിടുക. അതിൻ്റെ അർത്ഥം അതിനെ കളഞ്ഞിട്ട് വരിക. എന്തിനാ കളഞ്ഞിട്ട് വരുന്ന അറിയാം? ദൈവത്തിന് അനുഗ്രഹിക്കുമ്പോൾ നാളെ ഒരുത്തനും പറയരുത്, ഞാൻ അമ്മാച്ചൻ പറയുക ഞാൻ അവളെ സഹായിച്ചത് കൊണ്ട്, അവനെ സഹായിച്ചത് കൊണ്ട് കയറിപ്പോയത് കണ്ടോ, ഞാൻ കൈത്താങ്ങിയത് കൊണ്ട് രക്ഷപ്പെട്ടത്. ഒരുത്തനും പറയാതിരിപ്പാൻ. അബ്രഹാമിന് നാളെ പിന്നെ ലോത്തിൻ്റെ ഭവനത്തിൽ അവിടുത്തെ ചേട്ടത്തിയുടെ ഭർത്താവ് പറയരുത്, ഞാനൊരു 10 രൂപ കൊടുത്തുകൊണ്ടാണ് അവൻ രക്ഷപ്പെട്ട് പോയതെന്ന് പറയാതിരിപ്പാൻ. സകലതും വിട്ടേച്ച് ഞാനാണ് നിന്നെ അനുഗ്രഹിക്കുന്ന ദൈവമെന്ന് ലോകം അറിയുവാൻ നീ എന്ത് ചെയ്യണം? സകലതും വിട്ടേച്ച് ഇറങ്ങി വരാൻ പറഞ്ഞു. അപ്പം നഷ്ടങ്ങൾ സംഭവിച്ചാൽ ഭാരപ്പെടരുത് കേട്ടോ, ഭാരപ്പെടരുത്. വലിയ വഴികൾ തുറക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ ഒരു പദ്ധതിക്കകത്തോട്ട് കയറിയിരിക്കുക നിങ്ങൾ. ആമേൻ.
അപ്പം ഈ 7 ആത്മാക്കൾ നിങ്ങളെ സഹായിക്കും. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഈ 7 ആത്മാക്കൾ നിങ്ങളെ സഹായിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവ് ഈ 7 ആത്മാവിലൂടെ, തെറ്റിദ്ധരിക്കരുത്, 7 ആത്മാവ് എന്ന് പറയുമ്പോഴേക്കും ഇത് മാത്രം കേൾക്കുന്ന ആൾ ഇതെന്തുവാ 7 ആത്മാവെന്ന് പറഞ്ഞാൽ, ഒരു മരം വളരുമ്പോൾ അത് പൂത്ത് കായ്ച്ച് തളർക്കുന്നത് പോലെ തന്നെ പരിശുദ്ധാത്മാവ് പല സ്പിരിറ്റിലൂടെ പല രീതിയിൽ നമ്മോട് പ്രവർത്തിക്കുന്നതിനാണ് ഇവിടെ ഓരോ സ്പിരിറ്റായിട്ട് പറഞ്ഞിരിക്കുന്നത്. ആമേൻ. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചോണം, കന്നുകാലി, പൊന്ന്, വെള്ളി ഈ വകയിൽ അബ്രഹാം ബഹുസമ്പന്നനായിരുന്നു. അപ്പോൾ ശ്രദ്ധിച്ചോണം, സ്വർണവും വെള്ളിയും മൃഗസമ്പത്തും നന്മയും കിട്ടുമ്പോൾ വേണ്ടാന്ന് പറയരുത്. അപ്പോൾ സ്വർണ്ണമൊക്കെ കിട്ടുമ്പോൾ വേണ്ടാന്ന് പറയരുത്. ഇതൊക്കെ നമ്മുടെ മുമ്പിൽ തുറന്നു വരും. ഇതൊക്കെ നമ്മുടെ മുമ്പിൽ അനുഗ്രഹമാണ്. ഗോൾഡ് അല്ലെങ്കിൽ വെള്ളി ഇതൊക്കെയും നമ്മുടെ മുമ്പിൽ കാണുന്നത് മുഴുവൻ ബ്ലെസ്സിങ്ങുകളാണ്. നിങ്ങൾ ഒന്നിനെ തിരസ്കരിക്കരുത്. ഒന്നിനെ നിങ്ങൾ എന്ത് ചെയ്യരുത്, അതിനെ തിരസ്കരിക്കുന്നത് ദൈവത്തോട് തിരസ്കരിക്കുന്നത് പോലെയാണ്. ആമേൻ. ഇവിടെ നോക്കിക്കോണം, അബ്രഹാം പൊന്നു വെള്ളി എന്നീ വകയിൽ അബ്രഹാം ബഹുസമ്പന്നനായി തീർന്നു. ഒന്ന് ഓർത്ത് നോക്കിയേ, ഇവിടെ എന്താ സംഭവിച്ചത്? അബ്രഹാമിനെ ഇറക്കിയതിന് ശേഷം അബ്രഹാമിൻ്റെ അകത്ത് ഈ 7 ആത്മാക്കൾ നിറയുവാൻ തുടങ്ങി. അപ്പം ദൈവത്തെ നാം അനുസരിക്കുമ്പോഴാണ് ഈ 7 ആത്മാക്കൾ നമ്മളിൽ പ്രവർത്തിക്കുവാൻ തുടങ്ങുന്നത്. അപ്പം ഇനി ഞാൻ 7 ആത്മാക്കളിലേക്ക് ഒന്ന് മടങ്ങി വരുവാണ്. ശ്രദ്ധിച്ചു നോക്കി, യെശാവിലേക്ക് വരുമ്പോൾ നോക്കി, യഹോവ ഭക്തിയുടെ ആത്മാവ്. അതായത് ഇനിങ്ങനെ വായിച്ചു നോക്കിയേ, യഹോവയുടെ സന്നിധിയിൽ റെസ്പെക്റ്റോടെ നിൽക്കുവാൻ സഹായിക്കുന്ന, ബഹുമാനത്തോടെ നിൽക്കുവാൻ, ദൈവത്തെ അംഗീകരിക്കുവാൻ. അതായത് എഫേസ്യ ലേഖനത്തിൽ പറയുന്നു, ഈ ലോകത്തിൻ്റെ കാലഗതിയെയും ആകാശത്തിൻ്റെ കീഴിൽ അനുസരണക്കേടിൻ്റെ മക്കളിൽ വ്യാപരിക്കുന്ന ആത്മാവിൽ നിങ്ങൾ അധിപതിയായിരുന്നു മുമ്പ്. അപ്പം അങ്ങനത്തെ ഒരു ആത്മാവ് ലോകത്തിലുണ്ട്. നോഹയുടെ കാലത്ത് നമുക്കറിയാൻ പറ്റും, നോഹയ്ക്ക് കൃപ ലഭിച്ചു. യഥാർത്ഥത്തിൽ നോഹയ്ക്ക് ലഭിച്ച കൃപ ഇതാണ്. ഈ സ്പിരിറ്റ് നോഹയിലേക്ക് വന്നു. അതായത് ദൈവസന്നിധിയിൽ നോഹയ്ക്ക് മാത്രം ദൈവത്തെ അംഗീകരിക്കുവാൻ, ദൈവം മഴ വരുമെന്ന് പറഞ്ഞപ്പോൾ അതുവരെ ലോകത്തിൽ മഴ പെയ്തിട്ടില്ല. ഒന്ന് ആലോചിച്ച് നോക്കി, നോഹയുടെ കാലത്ത് ലോകത്തിൽ മഴയില്ല. അവിടെ ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ എഴുതി വെച്ചിട്ടുണ്ട്, നിലത്തുനിന്ന് മഞ്ഞ് പൊങ്ങി വന്നിട്ട് നിലം മൊത്തം നനയ്ക്കും. അങ്ങനെയാണ് ഭൂമിയിൽ എന്തുണ്ടായിരുന്നത്, ജലാംശം. അതായത് ഈ കൃഷിക്ക് വേണ്ടിയുള്ള മഞ്ഞ് വന്നിട്ട് മഞ്ഞുകൊണ്ട് ഭൂമി നനയും. അതുവരെ മഴ വന്നിട്ടില്ല. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, നമുക്കിപ്പോൾ പുറത്തോട്ടിറങ്ങിയ ജൂൺ ജൂലൈ മാസമൊക്കെ എപ്പോഴും മഴ. ചിലർ പറയും, ബ്രദറെ മഴ മാറാൻ വേണ്ടി പ്രാർത്ഥിക്കണം, ഭയങ്കര മഴയും ഇടിമിന്നലും ഒക്കെയാണ്. മഴയില്ല, മഴ കണ്ടിട്ടേയില്ല. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ പറയുകയാണ്, നീ പറയണം വലിയൊരു പ്രളയം വരാൻ വേണ്ടി പോവാണ്, ദൈവം ആകാശത്തിൻ്റെ ഉറവുകൾ തുറക്കാൻ വേണ്ടി പോവാണ്, എല്ലാവരും മുങ്ങാൻ വേണ്ടി പോവാണ് എന്ന് പറയുമ്പോൾ ഇത് പോയി പറയണമെങ്കിൽ എവിടുന്ന് കിട്ടി ഈ ധൈര്യം? ഞാനിപ്പോൾ ഉദാഹരണം പറയാം. നിങ്ങൾ ഇതുവരെ കാണാത്ത ഒരു കാര്യം നമ്മൾ എന്തോ കാണാത്ത, ഇപ്പം നിങ്ങളിപ്പം എന്താ പറയുക, നമ്മൾ ഇതുവരെ കാണാത്തൊരു ഗ്രഹം, ആ ഗ്രഹത്തിലോ ഇപ്പം ആരോ വന്നിട്ട് പറയണം, ആ ഗ്രഹത്തിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, എല്ലാം നിറഞ്ഞിരിക്കുന്ന എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു ഗ്രഹം നിങ്ങൾക്ക് വേണ്ടി ഉണ്ട് എന്ന് അതിനേക്കാൾ നല്ലത് എന്തെങ്കിലുമൊക്കെ നമ്മൾ കാണാത്തൊരു കാര്യം ഒന്ന് പറയാൻ പറ്റും. ഇതുവരെ നിങ്ങൾ കാണാത്തൊരു കാര്യം ഒന്ന് പറഞ്ഞ് എനിക്കൊന്ന് പെട്ടെന്ന് പറയാൻ വേണ്ടിയാണ് ഒരു കാര്യം. തീമഴ നമുക്കുമായിട്ടൊന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്, പെട്ടെന്നൊന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഞാൻ ഈ എന്താ പറയുന്നത്, ഇപ്പം സ്നോ നമ്മൾ ലോകത്തിൽ കണ്ടിട്ടുണ്ട്, ലോകത്തിൽ നോഹ മഴ കണ്ടിട്ടില്ല. അപ്പൊ അതേപോലെ എന്തെങ്കിലും ഒരു കാര്യം ലോകത്തിൽ നടന്നിട്ടില്ലാത്തൊരു കാര്യം. ഞാൻ തന്നെ പറയാം, നിങ്ങളിലേക്ക് പോകുന്നത് ലോകത്തിലുള്ളത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു ഉദാഹരണത്തിലേക്ക് തന്നെ ഞാൻ മടങ്ങി വരാം. അതായത് ഇതുവരെ ഇല്ലാത്തൊരു ഗ്രഹത്തിൽ കുറേ സംഭവങ്ങളുണ്ട്. വീടും എല്ലാ സൗകര്യമുള്ളൊരു ഗ്രഹം അവിടെ ഉണ്ട്. നമുക്കെല്ലാം അങ്ങോട്ട് പോകാം. നെടുമ്പാശ്ശേരിയിൽ നിന്നൊരു ഫ്ലൈറ്റ് ഉണ്ട്, അതിൽ കയറി എല്ലാവർക്കും പോകാമെന്ന് പറഞ്ഞാൽ ആരെങ്കിലും പോകത്തില്ല, ആരും പോകത്തില്ല. പക്ഷേ ലോകത്തിൽ അന്ന് വരെ മഴ പെയ്തിട്ടില്ല. ബൈബിൾ വായിക്കുമ്പോൾ ഉൽപ്പത്തി പറഞ്ഞു, നിലത്ത് നിന്ന് മഞ്ഞ് പൊങ്ങി വന്ന് നിലത്തെ നനച്ച് കൃഷി ചെയ്തു എന്നാണ് പറഞ്ഞത്. അപ്പം നോഹ വിളിച്ചു പറഞ്ഞു, മഴ വരുന്നു, പ്രളയം വരുന്നു. ഇവർ പറഞ്ഞത്, ഈ മഞ്ഞിങ്ങനെ പൊങ്ങിയാൽ എങ്ങനെയാണ് പ്രളയം വരുന്നത്? ഇത് നനച്ച് നേരം വിളക്കുമ്പോൾ നമുക്കറിയാം, നമ്മുടെ ഗിദയോൻ ചോദിക്കുന്ന പോലെ, എനിക്ക് അടയാളം ചോദിക്കുന്ന സമയത്ത് എനിക്ക് ഒറ്റ അടയാളമുള്ളൂ, ഞാനിടുന്ന തോൽ എന്ത് ചെയ്യണം, മഞ്ഞ് കൊണ്ട് നനഞ്ഞാൽ മതി, മഴ കൊണ്ടല്ല മഞ്ഞ് കൊണ്ട് നനഞ്ഞാൽ മതി. അപ്പോൾ അതേപോലെ മഞ്ഞിനൊരിക്കലും എന്ത് ചെയ്യാൻ കഴിയത്തില്ല, ഒരു പ്രളയമാകാൻ കഴിയത്തില്ല ആ കാലഘട്ടത്തിൽ. പക്ഷെ നോഹയ്ക്ക് ഒരു ഫെയ്ത്ത് ഉണ്ടായി, നോഹയ്ക്ക് ഒരു ധൈര്യമുണ്ടായി, ആർക്കുമില്ലാത്തൊരു കൃപ നോഹയ്ക്കുണ്ടായി. ആ കൃപയുടെ പേരാണ് യഹോവ ഭക്തിയുടെ ആത്മാവ്. അതായത് യഹോവയെ അനുസരിക്കുക അഥവാ ബഹുമാനിക്കുക, യഹോവയെ അംഗീകരിക്കുന്ന ഒരാത്മാവ് നോഹയുടെ മേൽ വന്നപ്പോൾ നോഹയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റി? നോഹയ്ക്ക് ദൈവത്തെ വിശ്വസിക്കാൻ കഴിഞ്ഞു. അപ്പം നമ്മൾ ഈ വിശ്വസിക്കുക എന്ന് പറയുന്നതിൻ്റെ അകത്തെ പ്രോസസ്സാണ് ഞാൻ ഈ പറയുന്നത്.
ഈ 7 ആത്മാക്കൾ നമ്മളെ സഹായിക്കുന്നുണ്ട്. നിങ്ങളുടെ വിശ്വാസ ജീവിതത്തിൽ നിങ്ങൾ തളർന്നു പോകാതെ, ഇപ്പം നിങ്ങൾ ഒറ്റയ്ക്കല്ല കേട്ടോ. ഒരു വ്യക്തി യേശുവിനെ വഴിയെ പലപ്പോഴും പലർക്കും സംഭവിക്കുന്നത്, ചിലർ വിശ്വാസത്തിലേക്ക് ഇറങ്ങിയിട്ട് വിശ്വാസ കപ്പലൊക്കെ തകർന്നു പോകാൻ കാരണം അജ്ഞത നിമിത്തമാണ്. നമുക്കറിയണം, നമ്മളെ സഹായിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാക്കൾ, 7 ആത്മാക്കൾ എന്നെ സഹായിക്കുന്നുണ്ട്. നിങ്ങളിപ്പോൾ ഒരു പ്രതിസന്ധിയിൽ അകപ്പെട്ടു, ഒരു പ്രതികൂലത്തിൽ അകപ്പെട്ടപ്പോൾ ദൈവാത്മാവ് എങ്ങനെ പ്രവർത്തിക്കുന്നറിയാവോ? ദൈവാത്മാവ് നമുക്ക് ആലോചന പറഞ്ഞു തരും, ദൈവാത്മാവ് നമുക്ക് ബലം തരും, ദൈവാത്മാവ് നമുക്ക് ജ്ഞാനം തരും, വിവേകം തരും, കൃപാവരങ്ങളിലൂടെ നമ്മളെ പുറത്തു കൊണ്ടുവരും. അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മളിൽ നടക്കുന്നുണ്ട്. പക്ഷെ ഇതിനെപ്പറ്റിയുള്ള അറിവില്ല. ഇപ്പോൾ ഒരു പ്രശ്നം വന്നു, പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുമോ? കടഭാരം വന്നു, നിങ്ങൾ മാനസികമായി തളരുന്നു, മാനസികമായി തകർന്ന് നിങ്ങൾ വല്ലാത്ത നിരാശയിലേക്ക് പോകുന്നു. പെട്ടെന്ന് നിങ്ങൾ അവിടെ എവിടെയെല്ലാം ഓടി നടക്കുന്നു, അവിടെ പോകുന്നു, ഇവിടെ പോകുന്നു, അവിടെ എല്ലാം ചെയ്യുന്നു. ഇല്ല, ദൈവസന്നിധിയിൽ ഇരിക്കുക, ദൈവസന്നിധിയിൽ ഇരിക്കുക. പെട്ടെന്ന് എനിക്കൊരു കടഭാരം വന്ന് ഞെരുക്കം വന്നു കഴിഞ്ഞാൽ ദൈവസന്നിധി ഇരുന്നിട്ട് കടക്കാരുടെ ആ ഫോണൊന്ന് ചിലപ്പോൾ ഒന്ന് സൈലൻ്റ് ആക്കി വെക്ക്. കുറച്ചു നേരം ഫോൺ സൈലൻ്റ് ആക്കിയിട്ട് ദൈവസന്നിധിയിൽ ഇരിക്കുക, ആ മുറിക്കകത്ത് കയറിയിരിക്കുക. എന്നിട്ട് വിശ്വസിച്ച് വിളിച്ചു പറ, കർത്താവേ, ആകാശത്തുനിന്ന് മഞ്ഞ കൊഴിച്ച ദൈവമാണ് എൻ്റെ ദൈവം. മനസ്സിലാകുന്നുണ്ടോ? ആ ഒരു മീൻ്റെ വായിൽ ചതുദ്രഹ്മ പണത്തെ മറച്ചു വെച്ചതുപോലെ ദൈവം എനിക്ക് വേണ്ടി നന്മ തുറക്കും. പത്രോസ് ലീഗ പറഞ്ഞു, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് നാഥ എനിക്കൊന്നും കിട്ടിയില്ല. യേശു പറഞ്ഞു, നീക്കി അങ്ങോട്ട് വല വീശുക, പെരുത്ത മീൻകൂട്ടം വല കീറുമാറ് കിട്ടി. ഈ അത്ഭുതങ്ങളെ ധ്യാനിക്കണം. ഈ വചനങ്ങൾ ധ്യാനിക്കുമ്പോഴാണ് കൃപാവരങ്ങൾ ജ്വലിക്കും. കൃപാവരങ്ങൾക്ക് ജീവൻ കൊടുക്കണമെങ്കിൽ, ജീവൻ കൊടുക്കുക എന്നുള്ള വാക്ക് തെറ്റാണ്, അത് പ്രവർത്തിപ്പിക്കണമെങ്കിൽ വചനം വേണം. വചനം ഉണ്ടെങ്കിൽ മാത്രമേ അത് പ്രവർത്തിക്കത്തുള്ളൂ. അതിനുവേണ്ടി എന്ത് ചെയ്യണം? നിങ്ങൾ അത്ഭുതങ്ങളെപ്പറ്റി ധ്യാനിക്കണം. ഈ 7 ആത്മാക്കളും 9 കൃപാവരങ്ങളും പ്രവർത്തിക്കുന്നത് വചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അവിടെ പോരുന്നവർ, എൻ്റെ കർത്താവേ, എൻ്റെ കർത്താവേ, വീടുകാരനെ വിളിച്ചാൽ 9 കൃപാവരം പ്രവർത്തിക്കത്തില്ല. അപ്പോൾ ബ്രദറെ, പിന്നെ ഞങ്ങളൊരു ആവശ്യം വന്നാൽ പിന്നെ ഞങ്ങൾ എവിടെ പോകും ബ്രദറെ? എവിടെ പോകും? എത്ര നാൾ നിങ്ങൾ വായ്പ മേടിച്ച് നടക്കും? പറ, നിങ്ങൾ പറ. എത്ര നാൾ നിങ്ങൾ കടം മേടിച്ച്? ഇത്രയും വലിയൊരു സാധ്യത. ഞാൻ പറയും, ഇസ്രായേലിനെ പറ്റി പഠിക്കണം നിങ്ങൾ. അറേബ്യൻ രാജ്യത്ത് ജീവിക്കുന്നവർക്കറിയാം, മിഡിൽ ഈസ്റ്റിലൊക്കെ എന്നെ പ്രാർത്ഥനയ്ക്ക് കൂടുന്നവർക്ക് അറിയാൻ പറ്റും. നിങ്ങൾക്കിപ്പോൾ ഒരു നേഴ്സ് ആയിക്കോട്ടെ, നിങ്ങൾ അവിടെ ഏതെങ്കിലും ജോലി ചെയ്യുന്ന വ്യക്തി ആയിക്കോട്ടെ, ചെറുതോ വലുതോ ജോലി ആയിക്കോട്ടെ, നിങ്ങൾക്ക് ആ രാജ്യം തരുന്ന ശമ്പളം അവർക്ക് ഇത് എവിടുന്ന് കിട്ടുന്നറിയാം? ഒരു കനി അവർക്കുണ്ട്, എണ്ണ കനി അവർക്കുണ്ട്. ആ കനിയിൽ നിന്നും കിട്ടുന്ന ലാഭത്തിൻ്റെ അകത്തുനിന്ന് ഒരു റേഷൻ അവർക്ക് ലഭിക്കുന്നുണ്ട്. അപ്പം ഞാൻ കുവൈറ്റിൽ വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി പോയ സമയത്ത് ഞാൻ ഇപ്പോൾ നോക്കുന്നില്ല, അവിടുത്തെ തലമുറകൾ ഇങ്ങനെ തിന്നിട്ട് ആഹാരം കഴിച്ചിട്ട് ആ ആഹാരങ്ങളൊക്കെ വെറുതെ വഴി കളയുക. നമ്മുടെ നാട്ടിലൊക്കെ അത് കിട്ടിയാൽ വലിയ ലക്ഷറി ആയിട്ടുള്ള ഫുഡുകൾ വെറുതെ കഴിച്ചിട്ട് അവിടുത്തെ ഉള്ള ആ മിഡിൽ ഈസ്റ്റിൽ അവിടുത്തെ ആളുകളുടെ മക്കൾ എന്ത് ചെയ്യുക? വഴിയിൽ എറിയുകയാണ്. അവർ വാഹനങ്ങൾ ചുമ്മാ കൊണ്ടുവന്ന് ഇടിപ്പിച്ച് നശിപ്പിക്കുക. നമ്മളിവിടെ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള വണ്ടികളൊക്കെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വെറുതെ കളിക്കുക, അവർ കളിപ്പാട്ടം ഇട്ട് കളിക്കുന്നവരെ കളിക്കുക. അതിൻ്റെ അർത്ഥം അവർക്കതിനൊന്നും ഒരു കുറവില്ല. ഒരു കനി അവർക്കുണ്ട്, അവരുടെ പിന്നിൽ വലിയൊരു നന്മ അവർക്കുണ്ട്. ഞാൻ ചോദിച്ചോട്ടെ, ബൈബിൾ പറയുന്നു ഇസ്മായിലിൻ്റെ തലമുറ അവകാശിയല്ല, അബ്രഹാമിൻ്റെ മക്കളാണ് അവകാശികൾ. ഇസ്മായിലിൻ്റെ തലമുറയ്ക്ക് ദൈവം കനി കൊടുത്തെങ്കിൽ അവർക്കും ഒരു അവകാശം ഉണ്ടെന്ന് ബൈബിളിൽ പറഞ്ഞു. അവർക്കും ഒരു അനുഗ്രഹമുണ്ട്, പക്ഷെ അവകാശിയല്ല. ശ്രദ്ധിച്ച്, ഹാഗറിനോട് പറയുന്നുണ്ട്, ഇസ്മായിലെ, നിനക്കൊരു അനുഗ്രഹമുണ്ട്, പക്ഷെ നീ അവകാശിയല്ല. ഒരനുഗ്രഹം കിട്ടിയവർ രാജ്യത്ത് പോയി നിങ്ങൾ ജോലി ചെയ്ത് അവരുടെ നന്മയെ നിങ്ങൾ അനുഭവിക്കുന്നുവെങ്കിൽ നിങ്ങൾ തിരിച്ചറിഞ്ഞോ, നിങ്ങൾ അബ്രഹാമിൻ്റെ തലമുറയാണ്, നിങ്ങൾ ദൈവത്തിൻ്റെ ഇസ്രായേലാണ്. അങ്ങനെയെങ്കിൽ അവരുടെ അടുക്കലേക്കാളും അനുഗ്രഹം നിങ്ങൾക്കുണ്ട്. പക്ഷെ ഇസ്രായേലിൽ അത് ഉപയോഗിക്കാൻ അറിയാം. നമ്മളിപ്പോഴും വിശ്വാസി എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അലഞ്ഞു നടക്കുക. ഇവിടെയാണ് നമ്മുടെ കുഴപ്പം. അവരതിനെ ജ്വലിപ്പിച്ചെടുത്തു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇസ്രായേലിൽ ഏറ്റവും വലിയ ആയുധം ദൈവവചനമാണ്. ഈ വചനം പറയുന്ന സമയത്ത് ഈ 7 ആത്മാവും 9 കൃപാവരങ്ങളും നിങ്ങളിൽ ആക്റ്റീവാകും. ഇതിലൂടെയാണ് നിങ്ങളിലേക്ക് പ്രവൃത്തി നടക്കുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളിപ്പോൾ ധ്യാനിക്കുകയാണ്, നിങ്ങൾ പറയുകയാണ്, കർത്താവേ, മീൻ്റെ വായിൽ ചതുർദ്രഹ്മ പണം ഉണ്ടായത്. അപ്പോൾ നിങ്ങളിത് പറഞ്ഞ സമയത്ത് നമുക്ക് ടെൻഷനും ഭാരവും ഒക്കെ വന്നുകൊണ്ടേയിരിക്കും. പക്ഷെ വന്നുകൊണ്ടിരിക്കുമ്പോഴും ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞു, നിങ്ങൾ ഒറ്റയ്ക്കിരിക്കുന്ന മുറിയിലോ ഏത് ഭാഗത്തോ ആയിക്കോട്ടെ, നിങ്ങൾ പോകുന്ന വഴിയിലൊക്കെയും പറയണം, എനിക്ക് വേണ്ടി ആകാശത്തിൻ്റെ കിളിവാതിൽ തുറന്ന് ദൈവം ഒരു വഴി തുറക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളെ, അതായത് ദ സ്പിരിറ്റ് ഓഫ് മിറക്കിൾ എന്ന് പറയുന്ന വരത്തെ നിങ്ങൾ ഉപയോഗിക്കുവാൻ പഠിക്കണം. സ്പിരിറ്റ് ഓഫ് മിറക്കിൾ ശ്രദ്ധിച്ചോണം. ഒന്നുകൂടെ ഞാൻ പറയുകയാണ്, അത്ഭുതത്തിൻ്റെ വരം. 9 കൃപാവരത്തിൻ്റെ ആ വരത്തിൽ പറഞ്ഞു 9 മിറക്കിൾസ്. അതാണ് യേശു ചെയ്ത ആ അത്ഭുതം മിറക്കിളാണ്. അതായത്
കർത്താവ് പത്രോസ്ലിഹായോട് പറഞ്ഞു, നീ ആഴത്തിലേക്ക് വല വീശുക. ഉടനെ എക്സ്പീരിയൻസ് ഉള്ള മീൻപിടുത്തമുള്ള കഴിവുള്ള പത്രോസ്ലിഹ പറഞ്ഞു, കർത്താവ് രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഈ കടലിനെ കരയെ അറിയാവുന്ന എനിക്ക് കിട്ടിയില്ല മീൻ, പക്ഷേ എങ്കിലും നിന്റെ വാക്കിനാൽ ഞാൻ വല ഇറക്കുക. അതായത് യേശു പറഞ്ഞ വാക്കയിൽ പത്രോസ്ലിഹ വല ഇറക്കുമ്പോൾ ദ സ്പിരിറ്റ് ഓഫ് മിറക്കിൾ, ആ ഒരു സ്പിരിറ്റ് അവിടെ മൂവ് ചെയ്യുകയാണ്. മീനെ വലിച്ചടിപ്പിക്കുന്ന, പത്രോസിന്റെ വലയിലേക്ക് വല കീറുമാറ് കടലിൽ കിടക്കുന്ന മീൻ മൊത്തം കരയിലേക്ക്, ആ വലയിലേക്ക് കൊണ്ടുവരുന്ന ഒരു സ്പിരിറ്റ്, ഒരു വരം യേശു ഓപ്പറേറ്റ് ചെയ്ത് കാണിക്കുക. ഇതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. നിങ്ങളിലേക്ക് അത്ഭുതത്തെ വലിച്ചടിപ്പിക്കുവാൻ കഴിയും ഈ ഒരു കൃപാവരത്തിന്. ആ കൃപാവരത്തിന് നിങ്ങളുടെ ബ്ലെസ്സിങ്ങുകളെ വലിച്ചടിപ്പിക്കുവാൻ പറ്റും. അത് നിങ്ങൾ എന്ത് ചെയ്യണം? ആ കൃപാവരത്തെ ജ്വലിപ്പിക്കുവാൻ വേണ്ടിയുള്ള വചനങ്ങളെ ധ്യാനിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അതും ഇതും പറഞ്ഞുകൊണ്ട് നടക്കാതെ, അവിടെ ഇവിടെയും കറങ്ങി നടക്കാതെ നിങ്ങളുടെ കൃപാവരത്തിനൊന്ന് ബലപ്പെടുത്തി. ഇപ്പം എന്താ സംഭവിക്കുന്നത്? കൃപാവരങ്ങളെല്ലാം ഉറങ്ങുകയാണ്. കാര്യം അവർ നോക്കുമ്പോൾ എന്തോ അവരെ ഒന്നും എണീപ്പിക്കുന്നില്ല, അവരെ ഉത്തേജിപ്പിക്കുന്ന ഒന്നും നിങ്ങൾ പറയുന്നില്ല. നിങ്ങൾ പറയുന്നത് മൊത്തം, ബ്രദറെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഞാൻ ഹോസ്പിറ്റലിൽ പൊക്കോണ്ടിരിക്കുകയാണ്, സർജറിക്ക് വേണ്ടി കയറാൻ വേണ്ടി പോവാണ്, ലോകത്തിലെ ഏറ്റവും നമ്പർ 1 ആയിട്ട് ഡോക്ടറെ അടുത്തേക്ക് ഞാൻ പൊക്കോണ്ടിരിക്കുകയാണ്. അവിടെ കൃപാവരത്തിൻ്റെ ആവശ്യമുണ്ടോ? ഡോക്ടർക്ക് സർജറി ചെയ്യാൻ കൃപാവരത്തിൻ്റെ ആവശ്യമുണ്ടോ? നിങ്ങൾ പറ, ഡോക്ടർക്ക് സർജറി ചെയ്യുവാൻ സ്പിരിറ്റ് ഓഫ് ഹീലിങ്ങിൻ്റെ ആവശ്യമുണ്ടോ? വേണ്ട. അപ്പൊ കൃപാവരം അവിടെ കിടന്ന് ഉറങ്ങും. പക്ഷെ അതേ സ്ഥാനത്ത് കർത്താവ്, എനിക്കറിയാം ഓപ്പറേഷൻ ചെയ്താലേ മാറത്തുള്ളൂ, ശരിയാ, ഡോക്ടർ പറഞ്ഞ് ശരിയാ, സ്കാൻ റിപ്പോർട്ട് റെഡിയാ, എനിക്ക് കൺഫേം ആണ് രോഗം ഉണ്ടെന്ന്, എങ്കിലും കർത്താവെ അങ്ങയുടെ തിരുമുറിവിനാൽ മരിച്ച ഡെഡ് ബോഡിയെ, ലാസറിൻ്റെ ശരീരം ഡെഡായി, കിഡ്നി പ്രവർത്തിക്കുന്നില്ല, ഹാർട്ട് പ്രവർത്തിക്കുന്നില്ല, കണ്ണ് തുറക്കുന്നില്ല, ശ്വാസം എടുക്കുന്നില്ല, മൂക്കിൽ ഒന്നും അനക്കമില്ല, ബോഡി മുഴുവനും നാറ്റം വരാൻ തുടങ്ങി, മരിച്ച ശരീരത്തിലുണ്ടാകുന്ന മണം അവിടെ വരാൻ തുടങ്ങി, നാറ്റം വെച്ച് തുടങ്ങി. ആ ശരീരത്തെ യേശുവെ അങ്ങ് പേര് വിളിച്ച് പുറത്തെടുത്തതുപോലെ എൻ്റെ ജീവനുള്ള ശരീരത്തിൽ പ്രവൃത്തി നിലയ്ക്കുന്ന കിഡ്നി, ഹാർട്ട്, കണ്ണ്, മൂക്ക്, വായ്, അവയവങ്ങൾക്കകത്തോട്ട് ഞാൻ കൽപ്പിക്കുന്നു, ദ സ്പിരിറ്റ് ഓഫ് ഹീലിംഗ്, ദ സ്പിരിറ്റ് ഓഫ് മിറക്കിൾ, കൃപാവരത്തിൻ്റെ ശക്തി വ്യാപരിച്ച് യേശുവിൻ്റെ തിരുമുറിവിനാൽ എനിക്ക് സൗഖ്യം വരുമെന്ന് വിളിച്ചു പറയുമ്പോൾ കൃപാവരങ്ങൾ ആക്റ്റീവാകാൻ തുടങ്ങും. ഈ സൗഖ്യം നടക്കുന്ന വഴിയാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത് കേട്ടോ. നിങ്ങൾ മാറിപ്പോരുത്. വചനം പറയുമ്പോൾ ആ സൗഖ്യം നടക്കുന്നത്, പക്ഷേ എങ്ങനെയാണിത് പ്രവർത്തിക്കുന്നത് എന്നൊന്ന് മനസ്സിലാക്കി തരുമോ പൗലോസ്ലീഹ? ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നമ്മുടെ മുമ്പിലെ സാധ്യതകളാണ് ഇതിനെല്ലാം കാരണങ്ങൾ. സാധ്യതകളൊരു കാരണമാണ്. ഇപ്പം ചിലർ പറയാറില്ലേ, പണ്ടൊക്കെ ഞാൻ ഒത്തിരി നടക്കുമായിരുന്നു, ചിലർ പറയും ഒത്തിരി നടക്കുമായിരുന്നു, ഇപ്പം എന്നെ നടക്കാത്തത്? കാര്യം വീട്ടിൽ 2 കാറുണ്ട്, 3 സ്കൂട്ടറുണ്ട്, പിന്നെ എന്തിനാണ് നടക്കുന്നത്? നേരത്തെ ഞാൻ നടന്നു പോയി സാധനം മേടിക്കുമായിരുന്നു, ഇപ്പം നടന്ന് പോകാറില്ല, 2 കാറുമായിട്ട് പോവും. എന്നാ പോകുന്നത്? ചുമ്മാ പോവുക. 2 ബൈക്കുമായിട്ട് അങ്ങ് പോവുക, അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം, എന്തിനായി പോകുന്നത്? അപ്പം എന്നിട്ട് ഞാൻ പറയാം, നടക്കാൻ പറ്റുന്നില്ലേ, പഴയ പോലെ നടക്കാൻ പറ്റും. കാരണം എന്തുവാ? നമ്മൾ ആ ഫെസിലിറ്റിയെ കൂടുതൽ ഉപയോഗിക്കുന്നത് കൊണ്ടാണ്. ആരുടെ കുഴപ്പമാണ് അത്? പണ്ട് ഞാൻ ഒത്തിരി നടക്കുമായിരുന്നു, 10 കിലോമീറ്ററൊക്കെ നടന്ന് ഞാൻ ജോലിക്ക് പോയത്, ഇപ്പോൾ അതൊന്നും പറ്റുന്നില്ല. എന്നാ കാരണം ഒന്നും അറിയത്തില്ല. കാരണം ഒന്നേ ഉള്ളൂ, ഇപ്പം പുതിയ കാറ് കിട്ടിയപ്പോൾ എല്ലാം കാറേ പോകാൻ തുടങ്ങി. അതായത് ഫെസിലിറ്റി തെറ്റാന്നുള്ളതല്ല, നമ്മളെപ്പോഴും നമ്മുടെ പ്രയോറിറ്റി ദൈവത്തിൻ്റെ വചനവും പ്രാർത്ഥനയുമായിരിക്കണം. സെക്കൻഡറി ആയിരിക്കണം ഇതെല്ലാം. എന്നും പറഞ്ഞ് നാളെ മുതൽ കാർ വാങ്ങണ്ടെന്നല്ല ഞാൻ പറഞ്ഞേക്കുന്നത്, ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ദൈവസന്നിധിയിൽ പോയിട്ട് കടഭാരം എന്ന് പറഞ്ഞാൽ ലോകത്തുള്ള സകല ബ്രദർമാർക്കും പ്രാർത്ഥനാ വിഷയം അയക്കാതെ അകത്ത് കയറിയിരുന്ന് പ്രാർത്ഥിക്കുകയല്ല, ശരിക്കും പറഞ്ഞാൽ പ്രാർത്ഥിക്കുക എന്നുള്ള വാക്ക് നമുക്ക് ഏറ്റവും കൂടുതൽ ഒരു ഭയം തരുന്ന വാക്ക്. ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് ബ്രദറെ. പ്രാർത്ഥിക്കുക എന്നല്ല, ധ്യാനിക്കുക. അന്ന് ഇസ്രായേൽ, നിങ്ങൾക്കറിയാം, ഇസ്രായേലിന് വേണ്ടി ദൈവം ഇന്നും പൊഴിക്കുന്നുണ്ട് നന്മകൾ, നമ്മൾ കാണാഞ്ഞിട്ടും അറിയാഞ്ഞിട്ടുമാണ്. അല്ലേ, എങ്ങനെ ഇവർ ഇത്ര അനുഗ്രഹിക്കപ്പെടുന്നത്? ഈ ബിസിനസ് കൊണ്ടൊക്കെ ഇവർക്ക് ഈ ബിസിനസ് കൊണ്ട് ആ രാജ്യത്തിന് നിൽക്കാൻ പറ്റും. പക്ഷേ ഇത്രയും 24 മണിക്കൂർ യുദ്ധം നടക്കുന്ന രാജ്യത്ത് എവിടെയാണ് സാമ്പത്തിക സ്റ്റെബിലിറ്റി? നിങ്ങൾ നോക്കിക്കേ, യുദ്ധം നടന്ന രാജ്യങ്ങൾ രക്ഷപ്പെട്ടിട്ടുണ്ടോ? യുദ്ധം നടന്ന രാജ്യങ്ങൾ ഒരിക്കലും രക്ഷപ്പെടത്തില്ല. അവർ തകർന്ന് തരിപ്പടമാകി പോകത്തേ ഉള്ളൂ. യുദ്ധം ചെയ്ത ഇത് ഇത്ര വർഷമായിട്ടുള്ള യുദ്ധമാണ്. യുദ്ധങ്ങൾ നടന്ന രാജ്യങ്ങൾ തകർന്നു പോയിട്ടേ ഉള്ളൂ. നമുക്കറിയാം, ഹിരോഷിമയിലും നാഗസാക്കിയിലും ഉണ്ടായ വലിയ ദുരന്തം. പിന്നീട് അവർ യുദ്ധം ചെയ്യാൻ പോയില്ല, പിന്നീട് അവർ ജീവിക്കാൻ തുടങ്ങി. അപ്പോൾ എന്ത് സംഭവിച്ചു? ദുരന്തങ്ങൾ മാറി, ടെക്നോളജിയിൽ അവർ വളർന്നു വന്നു.
എന്നാൽ യുദ്ധങ്ങൾ എല്ലാ ദിവസവും നടക്കുന്ന, എപ്പോഴും യുദ്ധങ്ങളും പ്രശ്നങ്ങളും ബോംബേറും നടക്കുന്ന ഈ രാജ്യത്തിന് എങ്ങനെ പിടിച്ചു നിൽക്കാൻ കഴിയുന്നുണ്ട്? അതിൻ്റെ കാരണം അവരിൽ കൃപാവരം പ്രവർത്തിക്കുന്നില്ല, പകരം 7 ആത്മാക്കളാണ് അവരിൽ പ്രവർത്തിക്കുന്നത്. നമുക്കാണ് കൃപാവര ശുശ്രൂഷ ലഭിച്ചിരിക്കുന്നത്. കണ്ടോ, നമുക്ക് ഇസ്രായേലിനേക്കാൾ ഒരു പടി കൂടെ കൂടുതലാണ്. യേശു ക്രിസ്തുവിലൂടെ 9 കൃപാവരങ്ങൾ നമുക്ക് ലഭ്യമായി. അവർക്ക് ലഭിച്ചേക്കുന്ന അവർ ഈ 7 ആത്മാക്കൾ കൊണ്ടാണ് അവർ ഈ പ്രവർത്തിക്കുന്നത് മുഴുവനും. കണ്ടോ, 7 ആത്മാക്കൾ അവരിൽ പ്രവർത്തിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ. നമുക്ക് കിട്ടിക്കുന്ന ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ 9 കൃപാവരം കിട്ടി. ഇത് രണ്ടും കിട്ടിയിട്ട് നമ്മുടെ അവസ്ഥ എങ്ങനെ ഇരിക്കുന്നത്? നമ്മൾ ഇതിൽ നിന്നൊക്കെ പഠിക്കണം. ഞാൻ പറഞ്ഞു ഒരു വാക്ക് നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ്. കർത്താവിൻ്റെ സന്നിധിയിൽ ഞാൻ വരും ദിവസങ്ങളിൽ നമുക്ക് പിന്നെയും കൂടുതലായിട്ട് ഇതിനെപ്പറ്റി കേൾക്കാം. അപ്പോൾ വിശ്വാസ ജീവിതം ചില്ലറ കാര്യമൊന്നുമല്ല. ഞാൻ അവിടെ എപ്പോഴും മിറക്കിൾ മണിക്കൊക്കെ വേണ്ടി, നമ്മുടെ വിശ്വാസത്തെ ഉറപ്പിക്കുന്ന ദൈവപ്രവൃത്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ആ പേഴ്സൊക്കെ എടുത്തു ഇടയ്ക്കൊക്കെ എന്ന് പറയാം, മിറക്കിൾ മണി ഉണ്ടായി ഒരു തുക ഏതാ ഈ ദിവസങ്ങളിൽ ഭാരപ്പെടും, ഒരു തുക പറ. കർത്താവിൻ്റെ വേലയിലൊക്കെ വിതയ്ക്കുമ്പോൾ ചിലർ പറയും, ബ്രദറെ എൻ്റെ കയ്യിൽ ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ പറഞ്ഞ് പഠിക്കാതെ ഞാൻ വലിയ തുക കൊടുക്കാൻ വേണ്ടി പോവാം. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, ബ്രദർ നാളെ മുതൽ പിരിക്കുമെന്ന്. അങ്ങനെ പ്രാർത്ഥിക്കും. ഞാനൊരു സമയത്ത് ഞാൻ പറയില്ല, 10 രൂപയെ കുറഞ്ഞൊരു പരിപാടി എനിക്ക് ഇടത്തില്ലായിരുന്നു. എൻ്റെ ചിന്തയിൽ 10 രൂപ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ 100 രൂപ ഉണ്ടെങ്കിൽ 10 രൂപ ഇട്ടാൽ 50 രൂപ പെട്രോൾ അടിക്കാം, ബാക്കി 10 രൂപ ഇട്ടാൽ എൻ്റെ അർത്ഥം ഇതങ്ങ് പോകുകയെന്ന് എൻ്റെ ചിന്തയിൽ. ഈ 10 രൂപ അങ്ങ് നഷ്ടമാണ്. പക്ഷേ വിതയ്ക്കുന്നതിനുള്ള അനുഗ്രഹത്തെപ്പറ്റി മനസ്സിലാക്കി പിന്നെ ഒരു കാര്യം മനസ്സിലായി, 10 അല്ല എൻ്റെ അനുഗ്രഹം. ഈ 10 പിടിച്ചോണ്ട് അതിൽ കുറഞ്ഞൊരു പരിപാടി എനിക്കില്ലായിരുന്നു. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, വർഷങ്ങൾ ഞാൻ 10 രൂപ കണ്ടിട്ടുണ്ടിരുന്നത്. എൻ്റെ അർത്ഥം എൻ്റെ ചിന്തയിൽ ഇതിനൊരു മാറ്റമൊന്നും ഉണ്ടാകത്തില്ല. പിന്നെ എനിക്ക് മനസ്സിലായി, ഞാൻ അനുഗ്രഹിക്കപ്പെടുന്നവൻ, അനുഗ്രഹമാണ് എൻ്റെ വിധ കൂടാൻ തുടങ്ങി. ഞാൻ ഇവിടെ പറഞ്ഞില്ലേ, ദൈവത്തിൻ്റെ കൃപയാൽ നമ്മളിന്ന് ഈ സൂം മീറ്റിംഗ് 1 മാസം കർത്താവിൻ്റെ കൃപയിൽ, ഇതൊന്നും ഒരു കാലഘട്ടത്തിൽ ഞാൻ പറഞ്ഞത് നമുക്കിതൊന്നും സ്വപ്നം കാണാൻ പോലും പറ്റുന്നതല്ലായിരുന്നു. ഒരിക്കലും ഇതൊന്നും ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാലം. ഞാൻ സൂം മീറ്റിംഗ് ഞാൻ ആദ്യം സൂം മീറ്റിംഗ് നമ്മൾ ഗൂഗിൾ മീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, നിങ്ങൾ പണ്ട് നമ്മുടെ 5 വർഷം മുമ്പ് തോമസ് വേറെ നമ്മൾ മൊത്തം ഇപ്പോൾ എത്ര വർഷമായി, ഞാൻ എപ്പോഴും എനിക്ക് കൗണ്ട് മാറിപ്പോയി. ഞാൻ ഈ മാറ്റി വേണ്ടി പറയുമ്പോൾ ആൾക്കാർ തെറ്റിദ്ധരിക്കാൻ വേണ്ടി, നമ്മൾ എത്ര വർഷമായി ഇപ്പം മൊത്തം സൂം ആരംഭിച്ചിട്ട്? ഏകദേശം ഒരു കണക്ക് നമ്മൾ 6 വർഷം കഴിഞ്ഞു. തോമസ് സാറിൻ്റെ കറക്റ്റ് കണക്കാണ്, 6 വർഷമായി. ഇപ്പോൾ ഈ 6 വർഷം മുമ്പ് തുടങ്ങിയപ്പോൾ ഒരു ഗൂഗിൾ മീറ്റിൽ ആരംഭിച്ചത്. ഈ ഗൂഗിൾ മീറ്റിൽ ഒരു സെക്കൻഡ് ഒന്ന് ഞാനൊന്ന് ഓളി ഒന്ന് കുറയ്ക്കുവാണേ. ഈ 6 വർഷം മുമ്പ് ഈ സൂം മീറ്റിംഗ് ഗൂഗിൾ മീറ്റിംഗ് ആരംഭിക്കും. ഇപ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്, എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു സൂം മീറ്റിംഗ് ചെയ്യണമെന്ന്. ഞാൻ പലരെയും വിളിച്ചു കഴിഞ്ഞപ്പം അന്നത്തെ കാലഘട്ടത്തിൽ പലരെയും വിളിച്ച സമയത്ത് അവരെല്ലാം പറഞ്ഞു, ബ്രദറെ 40 മിനിറ്റിൻ്റെ നമുക്കൊരു 40 മിനിറ്റ് ട്രയൽ വേർഷൻ ഉണ്ട്, 40 മിനിറ്റ് കഴിഞ്ഞാൽ കട്ടായി പോവും. അപ്പോൾ അത് നമുക്ക് ചെയ്യണമെങ്കിൽ മന്ത്ലി നമുക്ക് 1000 രൂപയാണ്ടാണ്, മാസം 1000 രൂപ അടയ്ക്കണം. അപ്പം ഈ ഗൂഗിൾ മീറ്റ് എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഇതുപോലെ നെറ്റ്വർക്കിൻ്റെ ഭയങ്കര പ്രോബ്ലം. നമുക്കിതൊന്നും വചനമൊന്നും കാണിക്കാൻ പറ്റത്തില്ല, ഭയങ്കര പാടായിരുന്നു. ആദ്യം നിങ്ങൾക്ക് ഏറൊക്കെ അറിയാൻ പറ്റും, ഭയങ്കര സ്ട്രഗിളായിരുന്നു. റേഞ്ചൊക്കെ അതുപോലെ വേണം, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എനിക്ക് സൂം ഭയങ്കര ഇഷ്ടമാണ്, കാര്യം ഇതുപോലെ കൂടാനും ഇങ്ങനെ വചനം കാണിക്കാനും എല്ലാം നമുക്കിങ്ങനെ വീഡിയോസൊക്കെ കാണിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അതിന് പറഞ്ഞു എങ്ങനെ വിളിച്ചാലും 1000. അപ്പോൾ അത് വലിയ തുക ആ കാലഘട്ടത്തിൽ, അതായത് 6 വർഷം മുമ്പ് എൻ്റെ ചിന്തയിൽ വലിയ ഇതായിരുന്നു. പക്ഷേ എങ്കിലും ആഗ്രഹത്തോടെ ഇരുന്ന് കർത്താവ് ചെയ്യും, ഒരു ദിവസം ചെയ്യും, കർത്താവിൻ്റെ നാമത്തിൽ അത് ചെയ്യുവാൻ ദൈവം കൃപ. ഓരോ കാര്യങ്ങൾ വിശ്വാസ സ്റ്റെപ്പ് എടുത്ത് വെച്ചു, ചെറിയ കാര്യങ്ങളിൽ വിതയ്ക്കുവാൻ തുടങ്ങി. കർത്താവിൻ്റെ വില 10 രൂപയുടെ കെട്ടങ്ങ് പൊട്ടിച്ച് ഞാൻ 10 രൂപ സ്വത്തക്കാഴ്ച ഞാൻ കെട്ടുമാറ്റി ഞാൻ വലിയ കാര്യങ്ങൾ വിതയ്ക്കാൻ തുടങ്ങി. വിശ്വാസാൽ ഞാൻ വിതയ്ക്കാൻ തുടങ്ങി വലിയ കാര്യങ്ങൾ. കർത്താവ് ചെയ്യും. ഇന്ന് ഞാൻ പറഞ്ഞില്ല, ദൈവകൃപയാൽ അത് സാക്ഷ്യമായിട്ട് ഞാൻ പറയുക കേട്ടോ, വലിപ്പം പറയുമല്ല, സാക്ഷ്യം പറയുക. ഇന്ന് നമുക്ക് ഈ സൂം മീറ്റിംഗ് 500 പേരുടെ ഈ ഒരു 500 അല്ല 1000 പേര് കൂടുന്ന പ്ലാറ്റ്ഫോമാണ് നമ്മളിപ്പോൾ മേലേക്ക് മേടിച്ചേക്കുന്നത്. എല്ലാ മാസവും എനിക്കുന്നത് നമുക്ക് ഇന്ത്യൻ റുപ്പി ഏകദേശം ഒരു 10,000 രൂപ മേളിൽ എല്ലാ ദിവസവും നമുക്ക് ഇതിൻ്റെ അകത്ത് പോകുന്നുണ്ട്, കട്ടായി പോകുന്നുണ്ട് എല്ലാ മാസവും. ഒരു വർഷമല്ല, എല്ലാ മാസവും. അപ്പോൾ 6 വർഷം മുമ്പ് 1000 രൂപ മന്ത്ലി നമുക്ക് സൂം കൊടുക്കാൻ വളരെ കഷ്ടപ്പെടുക ഇല്ല, അതുകൊണ്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾക്കറിയാം, ആദ്യ സമയത്ത് കയറിയപ്പോൾ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, 40 മിനിറ്റ് കഴിയുമ്പോൾ കട്ടാകുമ്പം നിങ്ങൾ എന്ത് ചെയ്യും? ആദ്യമായിട്ട് കയറുന്നവർ ഇപ്പോൾ ഓർക്കുന്നുണ്ടോ? 40 മിനിറ്റ് കഴിയുമ്പം കട്ടായിട്ട് ഞാൻ അതിനു മുമ്പ് പറയുമായിരുന്നു, 35 മിനിറ്റ് ആകുമ്പോൾ ഞാൻ പറയും നിങ്ങൾ 5 മിനിറ്റ് ചെയ്യുമ്പോൾ കട്ടാകും, വീണ്ടും നിങ്ങളെ റീജോയിൻ ചെയ്യണം. എത്ര പേർ ഓർക്കുന്നുണ്ട് അതൊക്കെ? ആ കാലം നിങ്ങൾ എത്ര പേർ ഓർക്കുന്നുണ്ട്? 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും അന്ന് കയറിയവർക്കൊക്കെ ഓർക്കാൻ പറ്റും അല്ലേ? 5 മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ പറയും ഇപ്പം കട്ടാവും, 40 മിനിറ്റ് ആകുമ്പോൾ നമുക്കെല്ലാം എന്ത് ചെയ്യും? അന്ന് 3-4 പേരേ ഉള്ളൂ. 3-4 പേരോട് പറയും നിങ്ങൾ കട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യണം? വീണ്ടും കയറണം. അപ്പം ഞാൻ ആലോചിക്കുക, ദൈവം ഇതെല്ലാം കാണുന്നുണ്ട് കേട്ടോ. നമ്മൾ ഓർക്കുന്ന കർത്താവ് ഇതൊന്നും കാണുന്നില്ല. നമ്മുടെ ആഗ്രഹങ്ങൾ, സുവിശേഷത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന ഓരോ സ്റ്റെപ്പിനെ മാനിക്കുന്നൊരു യേശുവുണ്ട്.
ഞാൻ ഇപ്പോൾ ഓർക്കുന്നുണ്ട് 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും, എന്നാലും നമ്മുടെ വലിയ പ്രതീക്ഷ ഇനി വരും ദിവസങ്ങളിൽ സൂം നമ്മൾ മേടിക്കും, സൂം നമ്മൾ ചെയ്യും. 5 മിനിറ്റ് ആകുമ്പോൾ ഞാൻ പറയും ഇപ്പം കട്ടാവും, എന്ത് ചെയ്യും, 5 മിനിറ്റ് ആകുമ്പോൾ നിങ്ങൾ വീണ്ടും ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് പിന്നെ 40 മിനിറ്റ് കിട്ടും. അങ്ങനെ മൊത്തം 1 മണിക്കൂർ ഉണ്ടായിരുന്നു നമ്മുടെ പ്രാർത്ഥന അന്ന് പൊയ്ക്കൊണ്ടിരുന്നത്. 1 മണിക്കൂർ, പിന്നെ അത് നിർത്തി. 1 മണിക്കൂർ എന്നുള്ളത് പിന്നെ കുറച്ചു, കാര്യം ആൾക്കാർ ഇത് വന്ന്. പക്ഷേ ഒരു സമയം കഴിഞ്ഞപ്പം എനിക്കൊരു കാര്യം മനസ്സിലായി. ഒരു സമയം കഴിഞ്ഞപ്പം കർത്താവ് അതങ്ങ് ബ്രേക്ക് ചെയ്തു. ഒരു ദിവസം എന്നോട് പരിശുദ്ധാത്മാവ് പറഞ്ഞു, ഞാൻ നിൻ്റെ ബൗണ്ടറികളെ ബ്രേക്ക് ചെയ്യാൻ പോകും. ഒരു ദിവസം എൻ്റെ പ്രാർത്ഥനയിൽ ദൈവാത്മാവ് പറഞ്ഞു, ഞാൻ നിൻ്റെ ബൗണ്ടറികളെ ബ്രേക്ക് ചെയ്യാൻ പോവുക. അതോടെ നമ്മുടെ പെട്ടെന്ന് ഫിനാൻസിൻ്റെ മേഖല ആയിക്കോട്ടെ, സകല മേഖല ആയിക്കോട്ടെ, വലിയൊരു ബ്രേക്ക് ത്രൂ ദൈവം ചെന്നു. ഞാൻ പറഞ്ഞത്, ഞാൻ ഇംഗ്ലണ്ടിൽ വന്നുകൊണ്ട് ഞാൻ പറയുമല്ല, ദൈവം വലിയൊരു ബ്രേക്ക് ത്രൂ എല്ലാ മേഖലയിലും കൊണ്ട്. നിങ്ങൾക്കറിയാം, വരാൻ പോകുന്ന നമ്മുടെ മീറ്റിങ്ങൾ എന്ന് പറഞ്ഞാൽ ബിഗ് ബഡ്ജറ്റ് പ്രാർത്ഥനകളാണ് വരാൻ വേണ്ടി പോകുന്നത്. എൻ്റെ സ്വപ്നത്തിൽ പോലും, അതായത് മാനുഷിക ബുദ്ധിയിൽ എറണാകുളം വഴിയൊക്കെ ബൈക്ക് ഓടിച്ച് നടന്നു, നിങ്ങളെ ഞാൻ പറഞ്ഞല്ലോ, അതൊന്നും ഞാൻ മറക്കത്തില്ല. എപ്പോഴും ഞാനത് പറയും, ആ സാക്ഷികൾ ഞാൻ എപ്പോഴും ഓർക്കും. കാരണം ദൈവം വിശ്വസ്തനാണ്. നിങ്ങൾ കർത്താവിൻ്റെ വേലയിൽ നിന്നാൽ നിങ്ങളെ സഹായിക്കുന്ന ദൈവം ഉണ്ടെന്നും ഈ 9 കൃപാവരങ്ങളും 7 ആത്മാക്കളിലൂടെ ദൈവം നമ്മളെ ഉറപ്പിക്കും. നമ്മൾ ഓർക്കും നമ്മുടെ ഉള്ളിൽ ഒരു ധൈര്യമൊക്കെ വരുന്നത് ഇങ്ങനെയൊക്കെയാണ് ദൈവം പ്രവർത്തിക്കുന്നത്. ഇതേ വരങ്ങളിലൂടെ ദൈവം പ്രവർത്തിക്കും. നമ്മൾ വിളിച്ചു പറയണം വചനങ്ങൾ. വചനം പറഞ്ഞെങ്കിൽ മാത്രമേ ഉള്ളൂ ഈ കൃപാവരങ്ങളും ആത്മാക്കളും എന്നിൽ ആക്റ്റീവാകത്തുള്ളൂ. നമുക്ക് ഇനി അറിയത്തില്ല. എറണാകുളം മീറ്റിംഗ് ഞാൻ വളരെ സർപ്രൈസ്ഡാണ്. കാര്യം വലിയ അതിശയത്തോടെ ഞാൻ കാണും. കാര്യം എറണാകുളം എന്ന് പറഞ്ഞാൽ ഒരു തവണ ഞാൻ പലതവണ ബൈക്കിലൊക്കെ അതിലേക്ക് ഇറങ്ങിയിട്ടുള്ളതാണ്, പ്രാർത്ഥനകൾക്കായിട്ടൊക്കെ. പക്ഷേ ഇനി വരാൻ പോകുന്ന ഞാൻ പറഞ്ഞില്ല, വലിയ അതിശയത്തോടെ എല്ലാ മീറ്റിങ്ങിനും കാണുന്നത്. കാര്യം വിതയ്ക്കുന്നവൻ കൊയ്യും. അത് ഏത് മേഖലയിലായിക്കോട്ടെ, നിങ്ങളുടെ പ്രാർത്ഥന ആയിക്കോട്ടെ, ഫിനാൻസ് ആയിക്കോട്ടെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ വേലയിൽ വിതയ്ക്കുമ്പോൾ ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞ് ആരും എനിക്ക് മെസ്സേജ് അയക്കരുത്. നിങ്ങൾ അയക്കാതിരിക്കുന്നതാണ് നല്ലത്. കർത്താവ്, ദൈവം എന്നെ വർദ്ധിപ്പിക്കും, ദൈവം എന്നെ അനുഗ്രഹിക്കും. ആ വർധനവിൻ്റെ വിശ്വാസത്തിൽ ഉറപ്പിച്ചു വേണം നിങ്ങൾ വിതയ്ക്കാൻ. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ മുമ്പിലുള്ള വചനത്തെ നാം വിശ്വസിക്കണം. നിങ്ങൾ ദരിദ്രനല്ല വചനത്തിൽ പറയുന്നത്, ബഹുസമ്പന്നനാണ്. അബ്രഹാമിന്റെ ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നിന്റെ പേര് വലുതാക്കും, നീ ഒരു അനുഗ്രഹമാ. നിനക്ക് ധൈര്യമുണ്ടോ കേട്ടിട്ട് ഇറങ്ങാൻ? അബ്രഹാം പറയും, കർത്താവെ, മാനുഷിക ബുദ്ധിയിൽ എനിക്ക് ധൈര്യമില്ല, പക്ഷേ എനിക്ക് അനുസരിക്കുവാൻ കർത്താവ് കൃപ തരണം. ദൈവം പറഞ്ഞു, നിന്നെ ഞാൻ എന്ത് ചെയ്യും? യഹോവ ഭക്തിയുടെ ആത്മാവ് കൊണ്ട് നിറയ്ക്കും. അബ്രഹാം എന്ത് ചെയ്തു? തൻ്റെ അപ്പൻ്റെ സ്വത്തും വീടും നാടും എല്ലാം വിട്ടേച്ച് ബൈ ബൈ പറഞ്ഞ് ഒറ്റ ഇറക്കി. എവിടെ നിന്ന് കിട്ടിയ ധൈര്യം? ആലോചനയുടെയും ബലത്തിൻ്റെയും ആത്മാവിനാൽ ദൈവം നിറച്ചു. നിങ്ങൾ വിശ്വാസത്തിൻ്റെ സ്റ്റെപ്പ് എടുത്ത് വെക്കുമ്പോൾ, കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഇറങ്ങുമ്പോൾ നിങ്ങളെ നിറയ്ക്കുന്നൊരു ദൈവമുണ്ട്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കണം. എൻ്റെ കൂടെ ഞാൻ പറഞ്ഞാൽ, നിങ്ങളെ ഇതിൻ്റെ അകത്ത് മുന്നോട്ട് ഇനി എത്ര പേര് വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുമെന്ന് എനിക്ക് അറിയത്തില്ല. ഞാനതുകൊണ്ട് ഒരിക്കലും ആളുകളുടെ എണ്ണം നോക്കുന്നില്ല. എത്ര പേര് കൂടുന്നു എന്നുള്ളത് എൻ്റെ വിഷയമല്ല. ഈ ദിവസം ഞാൻ എപ്പോഴും പറഞ്ഞു, നിങ്ങൾ കർത്താവിൻ്റെ ഈ വരാൻ പോകുന്ന മീറ്റിങ്ങിലൊക്കെ നിങ്ങളെ ചിലപ്പം അവിടെ ശുശ്രൂഷയ്ക്ക് കസരി ഇടുകയും അത് സപ്പോർട്ട് ചെയ്യും. ഞാൻ പറഞ്ഞില്ല, എനിക്ക് സന്തോഷം. ഞാൻ കഴിഞ്ഞ ദിവസം വർഗീസ് സാറെ ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ 10 പോസ്റ്റർ ഞാൻ ഒട്ടിക്കാൻ വന്നേനെ. ഞാൻ ഒട്ടിച്ചിട്ടുണ്ട് ഇഷ്ടംപോലെ ട്രാക്റ്റും നോട്ടീസും. എനിക്ക് വലിയ ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. ഞാൻ ഈ കൃപാവരങ്ങളൊക്കെ ആദ്യം ഉപയോഗിക്കാൻ വേണ്ടി ചെയ്തത് നേരെ കോട്ടയം മെഡിക്കൽ കോളേജിൽ പോകുമായിരുന്നു. എന്നിട്ട് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. അവിടെയുള്ള മിക്ക വാർഡിലും ഞാൻ കയറി പ്രാർത്ഥിക്കുമായിരുന്നു. ക്യാൻസർ വാർഡ്, കോട്ടയം മെഡിക്കൽ കോളേജിൽ ഞാൻ ക്യാൻസർ വാർഡിൽ കയറി എത്രയോ തവണ പ്രാർത്ഥിച്ചിട്ടുണ്ടെന്നറിയോ? അവിടെ എല്ലാം രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ കോട്ടയം കറുകച്ചാലിൽ എനിക്ക് വന്നത് ആ ഏരിയ മൊത്തം ഞാൻ പോയി എല്ലാ വീടുകളും നോട്ടീസ് കൊടുത്ത് പ്രാർത്ഥിക്കുമായിരുന്നു. അവിടെ ഞാൻ ചോദിക്കും, ചിലർ പറയും പ്രാർത്ഥിക്കേണ്ട, പൊക്കോളാൻ പറയും. ഞാൻ പറയും യേശുവിൻ്റെ നാമത്തിൽ. കാര്യം എനിക്ക് കൃപാവരങ്ങൾ ഉപയോഗിക്കുവാൻ വളരെ കൊതിയായിരുന്നു. ഞാൻ വീട്ടിൽ കയറി പ്രാർത്ഥിക്കും, കർത്താവ് എന്തേലുമൊക്കെ ചിലപ്പോൾ ഒന്നും വെളിപ്പെടുത്തത്തില്ല, ചിലപ്പോൾ ദൈവം വെളിപ്പെടുത്തും. ചിലർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കറുകച്ചാലൊക്കെ ഞാൻ ഇപ്പോൾ ഓർക്കുന്നുണ്ട്. ഞാൻ ആ 2 പ്രാവശ്യം ആ ഏരിയയിലൊക്കെ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അവിടെ കറുകച്ചാലുകാരൊക്കെ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സ്ഥലങ്ങളൊക്കെ അറിയാൻ പറ്റും. അവിടെയൊക്കെ ഇഷ്ടംപോലെ കൃപയാൽ പോവാനൊക്കെ ദൈവം കൃപ തന്നു. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ദൈവസന്നിധിയിൽ ചെയ്യുന്ന റെസ്പോണ്ടുകൾ ദൈവത്തിന് ഭയങ്കര ഇഷ്ടമാണ്. ദൈവത്തോട് റെസ്പോണ്ട് ചെയ്യുന്നത്. കൈയും കെട്ടിയിരിക്കുന്നവനെ ദൈവത്തിനൊന്നും ചെയ്യാൻ കഴിയത്തില്ല. പത്രോസ്ലീഹാ പറഞ്ഞു, നിനക്ക് ആഴത്തിൽ വലയിറക്കാൻ പറ്റുമോ? യേശു ചോദിച്ചു. കർത്താവേ, നിന്റെ വാക്കിനാൽ ഞാൻ വലയിറക്കാം. കണ്ടോ, ഒരു മീനെ പിടിച്ചെൻ്റെ വള്ളത്തെ ഇട്. അത്ഭുതം. ഒരു എന്താ പറയുന്നത്, ഒരു ചൂരമീനെ പിടിച്ച് എൻ്റെ വള്ളത്തെ ഇട്ടാൽ ഞാൻ ഇപ്പം ചാടാം. കർത്താവ് ഈ പത്രോസ് ചോദിച്ചുമില്ല, കർത്താവ് ചെയ്യത്തുമില്ല. അറിയാവോ? ഒന്ന് കാണിച്ചവർ പറയും, ബ്രദറെ, ഒരു അത്ഭുതം നടന്നാൽ ഞാൻ ബ്രദറിൻ്റെ പ്രാർത്ഥനയിൽ വരും. ഞാൻ പറയാം, അവിടെ ഇരുന്നു. പത്രോസ്ലീഹാ പറഞ്ഞില്ല, കർത്താവ് ഒറ്റ ചൂര, ഒരു മത്തിയെങ്കിലും എൻ്റെ വള്ളത്തെ കയറിയാൽ, ഒരെണ്ണത്തെ ഞാൻ കണ്ണടയ്ക്കാം, ഇപ്പോൾ ഒരു അയല എൻ്റെ വള്ളത്തെ കയറിയാൽ ഞാൻ വലയിൽ പിറക്കാം എന്ന് പറഞ്ഞില്ല. പത്രോസ് പറഞ്ഞു, നിന്റെ വാക്കിനാൽ ഞാൻ വല ഇറക്കാം. കണ്ടോ, ഒന്ന് ഇറങ്ങിക്കേ.
നിറയ്ക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന് കാണാൻ പറ്റും. നിങ്ങളെ സഹായിക്കുവാൻ ഈ 7 ആത്മാക്കളുണ്ട്. സ്പിരിച്വൽ വാർഫെയർ, നാളെ നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ സ്പിരിച്വൽ വാർഫെയർ, ആത്മയുദ്ധങ്ങളെപ്പറ്റിയാണ് പഠിക്കാൻ പോണത്. നമ്മളിൽ നടക്കുന്ന ഇമോഷനുകൾ നിങ്ങൾക്ക് അവിടെ നിന്ന് എങ്ങനെയാണ് വേർതിരിച്ചെടുക്കാൻ പറ്റുന്നത്, ദൈവം എങ്ങനെയാണ് നിങ്ങളിൽ സംസാരിക്കുന്നതെന്നും യുവത്തിൽ ഏതാണ് ദൈവം എന്നോട് ഇടപെടുന്നതെന്നുള്ളത് നമുക്ക് നാളെ വിവേചിച്ചെടുക്കുവാനുള്ള ക്ലാസ്സാണ് നാളെ വരുന്നത്. സ്പിരിച്വൽ വാർഫെയർ, നമ്മുടെ ചിന്തകളിലൂടെ എങ്ങനെ ഇത് പ്രവർത്തിക്കുന്നു, എങ്ങനെയാണ് ആ മേഖലകളെ തുടർന്നുള്ളതാണ് നാളത്തെ ക്ലാസ്. അപ്പോൾ ഇതുകൊണ്ട് ഈ പോർഷൻ തീരുകയാണ്. യഹോവഭക്തിയുടെ 9 ആത്മാക്കളെ പറ്റി ഈ 9 ആത്മാക്കൾ എന്നെ സ്ട്രെങ്ത് തരുന്ന ആത്മാക്കളാണ്. ഇതാണ് ദാവീദൊക്കെ പോയിട്ട് വലിയ മല്ലന്മാരുടെ ഒക്കെ പോയിട്ട് കരടിയെ, നിങ്ങൾ സിംഹത്തെ കാണുമ്പം എങ്ങനെ ധൈര്യപ്പെട്ട് നിൽക്കാൻ പറ്റുന്നത്. ഇതാണ് ഈ ഫിസിക്കൽ സ്ട്രെങ്തും സ്പിരിച്വൽ സ്ട്രെങ്തും ഒക്കെ തരുന്ന ബലവത. സിംഹത്തിൻ്റെയും കരടിയുടെ വായിൽ നിന്നൊക്കെ ഞാൻ ആടിനെ രക്ഷിച്ചെന്നൊക്കെ പറയാം. നിങ്ങൾ ചിന്തിച്ച് നോക്കി, പൂച്ചയുടെ വായിൽ നിന്നൊക്കെ മീൻ തട്ടിപ്പറിക്കുന്ന പോലെയാണ് ദാവീദൊക്കെ എന്ത് ചെയ്തത്, സിംഹത്തിൻ്റെ വായിൽ നിന്നൊക്കെ ആടിനെ അതിൻ്റെ പുറകെ ചെന്ന് അതിനെ അടിച്ചു വീഴ്ത്തുക. നമുക്കൊരു നായയെ പോലും ഓടിക്കാൻ പറ്റത്തില്ല. ഇവർക്ക് എവിടെ നിന്ന് ഇത്രയും ധൈര്യവും ബലവും കിട്ടിയത്? ഇതൊക്കെയും കിട്ടുന്നത് ഇന്നും ഇസ്രായേലിൽ പ്രവർത്തിക്കുന്നത് ഈ 7 ആത്മാക്കളിലൂടെ പരിശുദ്ധാത്മാവ്. അതുകൊണ്ടാണ് ഇവർക്ക് ഇത്ര ധൈര്യം. നിങ്ങൾ കണ്ടിട്ടുണ്ട് എന്നെ ധൈര്യം അവർക്ക്. ഞാൻ എപ്പോഴും പറഞ്ഞില്ല, ആ വ്യക്തികളെ ഞാൻ ഫോക്കസ് ചെയ്യുമല്ല, അവരുടെ അസാമാന്യമായ ധൈര്യത്തെ നിങ്ങൾ നോക്കും. ലോകത്തിൽ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അസാമാന്യമായി അവരിൽ പ്രവർത്തിക്കുന്ന ഒരു 7 ആത്മാക്കളുണ്ട് അവരിൽ. ഇതിനെ അവർക്ക് ഉപയോഗിക്കുവാൻ നന്നായിട്ട് അറിയാം. എങ്ങനെ ഇതിനെ പ്രവർത്തിക്കണമെന്ന് അവർക്കറിയാം. നമുക്കിപ്പോഴും അതിനെപ്പറ്റി അജ്ഞതയില്ല. നമ്മളിപ്പോഴും 2 പാട്ടുമൊക്കെ പാടി സ്വോത്രമൊക്കെ പറഞ്ഞു ഏതെങ്കിലുമൊക്കെ സ്ഥലങ്ങളിൽ ചുമ്മാ പ്രാർത്ഥനയ്ക്കും പോയി കൂടി അവിടെ നിന്ന് കറങ്ങി നമ്മൾ നടക്കുക. അതുകൊണ്ട് എന്ത് പറ്റുന്ന പറയും, നമ്മുടെ വിഷയങ്ങൾക്ക് ഒരു മാറ്റവും സംഭവിക്കുന്നില്ല, നമ്മുടെ ജീവിത രീതിക്കൊരു മാറ്റവും സംഭവിക്കുന്നില്ല. പിശാചിന് സന്തോഷം, നമ്മളെ കൊണ്ട് ഉപദ്രവവും ഇല്ല, അവന് സന്തോഷവും ഉള്ളൂ. അത് പൊട്ടണം. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ അവനെ തകർക്കുന്നവരാണ്. ഈ ദിവസങ്ങളിൽ ആത്മീയമായും ഭൗതികമായും നമ്മൾ അനുഗ്രഹിക്കപ്പെടണം. ഞാൻ പറഞ്ഞു, നന്മ വരണം, നന്മകൾ നമ്മുടെ ജീവിതത്തിൽ കയറി വരണം. ഞാൻ പറഞ്ഞു, എനിക്ക് എറണാകുളത്തെ മീറ്റിംഗ് എനിക്ക് തോന്നുന്നു ഏറ്റവും നമുക്ക് വന്നിരിക്കുന്നതിൽ ഏറ്റവും നമ്മുടെ ഈ പ്രാവശ്യത്തിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ദൈവം ഏറ്റവും കൂടുതൽ ഫിനാൻസ് തുറക്കാൻ പോകുന്ന മീറ്റിങ്ങുകളിൽ എറണാകുളം മീറ്റിംഗ്. കാരണം ബാക്കി സ്ഥലങ്ങളൊക്കെ നമുക്ക് കുഴപ്പമില്ല. എറണാകുളം മീറ്റിങ്ങിൽ ഏറ്റവും കൂടുതൽ ഞാൻ വിശ്വസിക്കുന്നത് ഫിനാൻസിൻ്റെ ബ്രേക്ക് ത്രൂ. കാരണം മറ്റ് സ്ഥലങ്ങളിൽ അത്രയും ഓഡിറ്റോറിയങ്ങൾക്ക് അത്രയും എന്ത് ചെയ്യുന്നില്ല, പ്രശ്നങ്ങൾ വരുന്നില്ല. ബാക്കി ഇവിടെയാണ്. അപ്പോൾ അതിനർത്ഥം ഏറ്റവും കൂടുതൽ ഫിനാൻസ് ദൈവം തുറക്കാൻ പോകുന്നത് എറണാകുളം മീറ്റിങ്ങിലായിരിക്കും. അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു കർത്താവ് വലിയ കാര്യം പ്രാർത്ഥിക്കണം. കർത്താവ്, നിങ്ങൾ ഈ ദിവസങ്ങളിൽ നിങ്ങൾ കണക്കുകളെ രേഖപ്പെടുത്തണം. ഞാൻ വിശ്വസിക്കുന്നു, എനിക്ക് എൻ്റെ വിശ്വാസം ഞാൻ പറഞ്ഞത് വലിയ ഹോള് തന്നെ വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളെല്ലാവരും കൂടാൻ തയ്യാറെങ്കിൽ വലിയ ഹോളിലേക്ക് നമ്മൾ പോകും. എറണാകുളം പട്ടണത്തെ കർത്താവ് ഇളക്കും, നിങ്ങളെ ദൈവം നിറയ്ക്കും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കും. ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്നവർ, ഇന്ന് ഞെരുക്കങ്ങൾ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ്. ഇന്ന് പറയണം, വായ്പ മേടിക്കുന്ന പരിപാടി ഞാൻ നിർത്താൻ പോവുക. ഞാൻ വിശ്വസിക്കാൻ വേണ്ടി പോകും. എനിക്ക് വേണ്ടി ദൈവം തുറക്കും. അയൽവക്കത്തക്കാരൻ്റെ പോക്കറ്റിലെ വായ്പ കിടക്കുന്ന പൈസ കൊണ്ടല്ല ഞാൻ ഈ നടക്കാൻ പോകുന്നത്. ഏതെങ്കിലും ഒരു ബ്ലേഡുകാരൻ്റെ പോക്കറ്റിൽ എന്തോ ഉണ്ടെന്ന് വിചാരിച്ച് നടക്കാൻ പോകുന്നത്. എൻ്റെ ജോലി കിട്ടുന്ന ശമ്പളമല്ല ഇനി എൻ്റെ കണ്ണ് ധനവും മാനവും പുരാതന സമ്പത്തും നിറഞ്ഞിരിക്കുന്ന എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ അവകാശത്തിലേക്ക് ഞാൻ എൻ്റെ കണ്ണുകളെ പതിപ്പിക്കുന്നു. അവൻ മറവിടങ്ങളിലെ നിക്ഷേപങ്ങൾ, ഇരുട്ടിൽ നിക്ഷേപങ്ങളെയും മറവിടങ്ങളിലെ ഗുപ്തനിധികളെയും എനിക്ക് വേണ്ടി വെച്ചിരിക്കും. ട്രഷറുകളെ തുറക്കുന്ന ദൈവമാണ് ആ ദൈവം. എൻ്റെ ദൈവം, ആ ദൈവം എൻ്റെ ദൈവം. എനിക്ക് വേണ്ടി രാജ്യങ്ങളുടെ നന്മ എന്ന് പറഞ്ഞ് രാജ്യങ്ങളിൽ പോകാൻ വേണ്ടി പോവുക. ഞാൻ ഫ്ലൈറ്റുകളിൽ, ഞാൻ പണ്ട് ഞാലിയാകുഴിക്കാരെന്നെ കേൾക്കുന്നുണ്ട്. ഞാൻ ഇവരോട് കോവിഡൊക്കെ വരുന്നതിന് മുമ്പ് ഒരു വാക്ക് പറഞ്ഞു തരാം. നിങ്ങൾക്ക് എന്നെ നേരിട്ട് കിട്ടാൻ പറ്റാത്ത ഒരവസ്ഥ വരും. ഞാൻ ശരിക്കും പറഞ്ഞാൽ എത്ര പേരത് ഓർക്കുന്നുണ്ട്? ഞാലിയാകുഴിക്കാരെന്നെ കേൾക്കുന്നുണ്ടോ? ഉണ്ടോ? ഇന്ന് ഷിജിസ്റ്റൊക്കെ ഉണ്ടോ? സഹിച്ചാനെ കേൾക്കുന്നുണ്ടോ? ഓർമ്മയുണ്ടോ? ഉണ്ടോ ഞാൻ പറഞ്ഞ വാക്ക്? ഉണ്ട്. അന്ന് നിങ്ങൾ എന്നാ ഓർത്തത്? അവർക്ക് എന്നെ എല്ലാ ആഴ്ചയിലും കാണാറുണ്ട്. അത് വലിയ ഞങ്ങൾക്ക് പരസ്പരം എല്ലാ ആഴ്ചയിലും സഹിച്ചാൻ്റെ വീട്ടിൽ പ്രാർത്ഥന ഉണ്ടായിരുന്നു. ഞാലിയാകുഴിയിൽ എല്ലാ ശനിയാഴ്ചയിലും കാണാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഒരു ദിവസം എൻ്റെ ഉള്ളിൽ ഇങ്ങനെ തോന്നി, ഇങ്ങനെ ഒരു വാക്ക് ഞാൻ പറഞ്ഞു, ഇനി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയത്തില്ല. അന്നൊന്നും ശരിക്കും പറഞ്ഞാൽ കോവിഡ് വന്നിട്ടില്ല, ഇങ്ങനെ ഒരു വഴിയും ദൈവം തുറന്നിട്ടില്ല. എൻ്റെ മനസ്സിൽ അങ്ങനെ പറയാൻ തോന്നി, നിങ്ങൾക്ക് ഇനി എന്നെ കിട്ടാത്ത സമയങ്ങൾ വരാൻ വേണ്ടി. ഇപ്പോൾ അവർ ഓർത്തത് എന്തുവാ, ബ്രദർ ചിലപ്പോൾ 2 ദിവസം കാണത്തില്ല, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. പക്ഷേ പിന്നെ എനിക്ക് വന്ന് അത് പറഞ്ഞതിന് ശേഷമാണ് പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും മാറി മറിഞ്ഞതും. പിന്നെ അതിന് ശേഷം കാണുന്നത് 4-5 വർഷത്തിന് ശേഷമാണ്. അതേപോലെ കഴിഞ്ഞ ദിവസം എന്നോട് വീണ്ടും പറയാൻ പറഞ്ഞു, നിങ്ങളോട് എല്ലാവരോടും, നിങ്ങൾക്ക് എന്നെ ഇനി കേൾക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ നമുക്ക് നേരിൽ കാണാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വരാൻ വേണ്ടി പോകണം. അതിൻ്റെ അർത്ഥം ഇപ്പം നമുക്ക് ഇതുപോലെ കണ്ടും കേട്ടും വരാൻ പറ്റും. ഇതുപോലെ വർദ്ധിപ്പിക്കാൻ വേണ്ടി പോവാ ദൈവം.
വർദ്ധിപ്പിക്കാൻ വേണ്ടി പോവുക ദൈവം. അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നു, കൂടെ ഇരിക്കുന്ന സമയങ്ങളിൽ ശക്തിപ്പെടുക. ഞാൻ എന്നിൽ വിശ്വസിക്കുകയല്ല, ഞാൻ എൻ്റെ ദൈവത്തെ വിശ്വസിക്കുക. അവൻ രാജ്യങ്ങളിൽ നമ്മളെ അയക്കുന്ന ദൈവമാണ്, അനേകർക്ക് വേണ്ടി അനുഗ്രഹമാക്കുന്ന ദൈവമാണ്, അനേക തകർന്ന ഭവനങ്ങളിൽ അയക്കുന്ന ദൈവമാണ്, നിങ്ങളെ അനേകർക്ക് തൊടാൻ പറ്റാത്ത രീതിയിൽ ഉയർത്തുന്ന ദൈവമാണ്. ഈ ദൈവമാണ് നമ്മുടെ ദൈവം. എൻ്റെ കൂടെ എന്ന് പ്രാർത്ഥിച്ച് രോഗികളായി ഭാരപ്പെടുന്നവർ രോഗമുള്ള ഭാഗത്തോട്ട് കൈവച്ച് ഇന്ന് നമ്മൾ തുടക്കത്തിൽ കേട്ട അത്ഭുത 20 വർഷമായിട്ടുള്ള 3 മുഴകൾ യേശു സൗഖ്യമാക്കി. 16 വർഷമായിട്ടുള്ള ഹെർണിയയുടെ അത് ഓപ്പറേഷൻ കൂടാതെ യേശു അത്ഭുതം ചെയ്ത് ആ ഒരു വോക്കറെ നടന്നിരുന്ന പ്രിയ മാതാവിൻ്റെ ശരീരത്തിൻ്റെ മേൽ കർത്താവിൻ്റെ ശക്തി വ്യാപരിച്ച് ആരോഗ്യത്തെ ദൈവം കൊടുത്തെങ്കിൽ ഈ തുടക്കിയപ്പോൾ നമ്മൾ കേട്ട സാക്ഷ്യങ്ങൾ ഇന്ന് ബ്രേക്ക് ത്രൂ, ആ കോടതി വിധികൾ പോലും അവർക്ക് അനുകൂലമായി. യേശുവിൻ്റെ നാമത്തിൽ ഈ സാക്ഷ്യം ഇനി മുതൽ നിങ്ങളുടെ ഇതുപോലെ സാക്ഷ്യങ്ങൾ കേൾപ്പിച്ചിട്ട് മുന്നോട്ട് പോകാനാകുന്നത്. നിങ്ങൾക്ക് ലൈവിലൊക്കെ യൂട്യൂബിലൊക്കെ കാണുന്നവർ ദൈവത്തെ ഓർത്ത് നിങ്ങൾ ടെസ്റ്റിമോണികൾ ടൈപ്പ് ചെയ്ത് അയക്കരുത്. നിങ്ങൾക്ക് ഞാൻ കാണാൻ വേണ്ടി അല്ല സാക്ഷ്യം ചോദിക്കുന്നത്, ഞങ്ങൾക്ക് കേൾക്കാൻ വേണ്ടിയാണ്. കേൾക്കുമ്പോൾ നമ്മുടെ വിശ്വാസം വർദ്ധിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് സാക്ഷ്യമുള്ളവർ അയക്കുക. എനിക്കത് ചിലപ്പോൾ സാക്ഷ്യം മിസ്സാകാറുണ്ട്, ഞാൻ ചിലപ്പോൾ കണ്ടുവരുമ്പോൾ ഒത്തിരി ലേറ്റ് ആകും, എങ്കിലും അയച്ചുകൊണ്ടിരിക്കുക. എന്നെങ്കിലും നമുക്കത് കേൾക്കാനും കാണേണ്ടത്. ഇന്ന് പ്രാർത്ഥിച്ച് ഇന്ന് രോഗത്താൽ ഭാരപ്പെട്ട് രോഗശക്തികൾ സൗഖ്യമാകുകയാണ്. അത്ഭുതം നിങ്ങളുടെ ശരീരത്തിൽ മേൽ വ്യാപരിക്കുകയാണ്. ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ നിങ്ങളുടെ മേൽ കൊണ്ടുവരികയാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഓ യേശുവേ, 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 ഞങ്ങളിന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. യേശുവേ, ഞങ്ങളിന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പാ. ഓ ജീസസ് ക്രൈസ്റ്റ്, ഓ ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ നാമത്തിൽ. എൻ്റെ കർത്താവ് ശരണ്യ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കർത്താവ് സ്പർശിക്കുന്നതായിട്ട് ദൈവാത്മാവിനോട് പറയുകയാണ്. ഞാൻ കാണുന്നൊരു കാഴ്ച, ശരണ്യ എന്ന് പറയുന്ന ഈ ഒരു മകളുടെ കഴുത്തേൽ ഒരു മാലയും അതിൽ തന്നെ ഞാൻ കാണുന്നത് ഈ ചെറിയ ചെങ്ങല പോലിരിക്കുന്ന, അതായത് ചെങ്ങല പോലിരിക്കുന്ന അതേ ഷേപ്പ്, ഏറ്റവും തിക്കായിട്ടുള്ള ഒരു മാലയെ ഞാൻ കാണുന്നത്. ഈ ചെങ്ങലയുടെ ഷേപ്പുള്ള, അതായത് അതേപോലെ കണ്ണികൾ ഇങ്ങനെ കണക്ട് ചെയ്തിട്ടിരിക്കുന്നത് കണ്ടാൽ ഒരു ചെങ്ങല കുഞ്ഞാക്കിയത് പോലിരിക്കുന്ന രീതിയിൽ ഒരു മാല കഴുത്തെ കിടക്കുന്ന ഒരു വ്യക്തിയെ സ്പെസിഫിക് ആയിട്ട് കാണിക്കുന്നത്. പ്രത്യേകിച്ച് ഞാൻ കാണുന്നത് ഈ ഗോൾഡുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി ഞാൻ കാണുന്ന നഷ്ടങ്ങൾ സംഭവിച്ചൊരു വ്യക്തിയാണ് ആ കുടുംബത്തെ ഞാൻ കാണുന്നത്. ഈ ശരണ്യയുടെ ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നപ്പോൾ കർത്താവെ, ആ കുടുംബത്തെ ഞങ്ങൾ ബ്ലസ് ചെയ്യുന്നപ്പോൾ സാമ്പത്തിക ഞെരുക്കങ്ങൾ, തകർച്ചകൾ യേശുവിൻ്റെ നാമത്തിൽ കുടുംബം വിട്ട് മാറിപ്പോട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഞാനൊരു വീട് കർത്താവ് എന്നെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വീടിൻ്റെ മുമ്പിൽ, അതായത് വീടിൻ്റെ പുറത്തൊരു വ്യക്തി ഇറങ്ങി നിന്നാൽ അതിൻ്റെ വലത്ത് വശത്തായിട്ടൊരു കോർണറിൽ, ഞങ്ങളുടെ കോട്ടയത്ത് ഈ വട്ടയെന്ന് പറഞ്ഞൊരു മരമുണ്ട്, നിങ്ങളുടെ നാട്ടിലേക്ക് അറിയത്തില്ല, വട്ട ഇലയൊക്കെയുള്ള വട്ടത്തിലെ തേക്കിൻ്റെ ഇല പോലെ ഇരിക്കുന്ന പോലെ തന്നെ വട്ടയെന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതിൻ്റെ ഇല ഉള്ള ആ ഒരു, അതായത് പൊങ്ങ് പോലത്തെ ഒരു തടിയാണത്. അത് വീടിൻ്റെ വലത്ത് ഭാഗത്ത്, അതായത് വീടിൻ്റെ പുറത്തുനിന്നൊരു വ്യക്തി, അകത്തുനിന്നൊരു വ്യക്തി ഇറങ്ങി വന്നാൽ ഇടത് കൈ നീട്ടിയാൽ അതിൻ്റെ കോർണറിൽ നിൽക്കുന്ന ഒരു മരം നിൽക്കുന്ന ഒരു ഭവനം കർത്താവ് എന്നെ കാണിക്കുന്നു. ഞാൻ ഈ കാണുന്നത് ഒരു സഹോദരിയാണ് വീടിൻ്റെ പുറത്തിറങ്ങി നിൽക്കുന്നത് ഞാൻ കാണുന്നത്. ഈ നിൽക്കുന്ന വട്ടമരം നിൽക്കുന്നതിൻ്റെ വലത് ആ സൈഡിൽ തന്നെ ഒരു വീടുണ്ട്. ആ വീടിനെ കർത്താവ് എന്നെ കാണിച്ചിട്ട് കർത്താവ് പറയുന്നത്, ആ വീടുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി കാര്യങ്ങൾ കണക്ട് ചെയ്ത് കിടക്കുവാണ്. പക്ഷെ ദൈവാത്മാവോട് പറയുന്നു, ഇന്ന് സകല വിഷയത്തിൻ്റെ മേലും ദൈവം ജയത്തിൻ്റെ ദൈവമായതുകൊണ്ട് അവൻ ജയത്തെ കൽപ്പിക്കും. ഈ അടയാളം ഇന്ന് സൂമിലായിക്കോട്ടെ, ലൈവിലായിക്കോട്ടെ, എന്നെ കാണുന്ന വ്യക്തിയുടെ കർത്താവ് ഇങ്ങനെ പറയുന്നു, ഇതിൻ്റെ ഒരു അടയാളമായിട്ട് കുടുംബത്തിൻ്റെ അകത്തുനിന്ന് തലമുറകൾക്ക് വേണ്ടിയുള്ള യാത്രയുടെ ഒരു വഴിയെ ദൈവം ഒരു ഡെലിവറൻസ് ആയിട്ട് തുറക്കാൻ വേണ്ടി പോവാണ്. പലരും നോക്കി നിൽക്കുവാണ്, നിന്റെ തലമുറ എന്തായി തീരുമെന്ന് ഓർത്തിരിക്കുകയാണ്. പക്ഷേ പരിശുദ്ധാത്മ പറയുന്നു, ഈ ഭവനവുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ ഏറ്റെടുത്ത ആ കുടുംബത്തിൽ നിന്ന് യാത്രകൾ ദൈവം തുറക്കാൻ വേണ്ടി പോവുക. യാത്രകൾ, നന്മയുടെ യാത്രകളെ സ്വർഗത്തിൽ ദൈവം തുറക്കാൻ വേണ്ടി പോവാണ്. സിസ്റ്ററുടെ വീടാണോ? ഹലോ, ഏറ്റെടുത്ത് ഒരു മിനിറ്റ്. ഞാൻ ഈ പറഞ്ഞ അടയാളങ്ങൾ നിങ്ങളുടെ ഭവനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ അടയാളങ്ങൾ മുഴുവനും കേൾക്കണം. 1 2 മാത്രം പോരെ, മുഴുവൻ അടയാളങ്ങളും ബന്ധപ്പെട്ട് നിൽക്കുന്ന വ്യക്തി ഏറ്റെടുത്തോണം. കർത്താവിൻ്റെ നാമത്തിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ആരാണോ അത് ഏറ്റെടുത്തോണം. യേശുവിൻ്റെ നാമത്തിൽ ദൈവം അത്ഭുതങ്ങൾ തുറക്കുകയാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ നാമം. എന്റെ വീടിന്റെ മതിലിന് ചേർന്നൊരു വട്ട നിപ്പുണ്ട്. എന്റെ വീടിന് മതിലിന് മേളിലേക്ക് ഇപ്പൊ പറഞ്ഞ അടയാളങ്ങളെല്ലാം ഉണ്ട്. ഉണ്ട്.
ആയിട്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ നടക്കേണ്ടതാണ്. ബ്രദർ പറഞ്ഞ ആമേൻ. കാര്യങ്ങളൊക്കെ ഏറ്റെടുത്തു. ഇത് എന്നോട് വല്ല പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, ഒന്നും പറഞ്ഞിട്ടില്ല. ആമേൻ. ജീസസ് പ്രാർത്ഥന ചെയ്ത് കർത്താവ് നമ്മളിലേക്ക് ആ കൃപാവ് ഇതെല്ലാം ഇപ്പം മനസ്സിലായത് എങ്ങനെയാണ് ബ്രദറിന് ഈ കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തുന്നത്. ഈ 9 കൃപാവരത്തിലെ ഡിസേണിങ് സ്പിരിറ്റും പ്രൊഫസി അല്ലെങ്കിൽ പ്രവചനത്തിൻ്റെ ആത്മാവിലൂടെയും പരിശുദ്ധാത്മ പ്രവർത്തിക്കുന്നു. പ്രാർത്ഥിച്ച് നിങ്ങളുടെ ഭാവി നിങ്ങൾക്ക് ഞാനിത് പറഞ്ഞു, നിങ്ങളെല്ലാവരും എന്നെ എല്ലാ ദിവസവും കൃപാവരത്തിൻ്റെ കേൾവിക്കാരായിരിക്കുക. നിങ്ങൾ പ്രാർത്ഥിച്ച് അനേകരെ ഗൈഡ് ചെയ്ത് ഇന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ ഭാവിയെ തുറക്കാൻ വേണ്ടി ഇപ്പോൾ നിങ്ങൾ കണ്ണടച്ചു എല്ലാവരും ഈ കൃപാവരങ്ങൾ നിങ്ങളിൽ ജ്വലിക്കും. നിങ്ങൾക്കിനി കണ്ണടച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഈ 9 കൃപാവരങ്ങളിലൂടെ നിങ്ങളുടെ ഭാവിയിൽ നിങ്ങൾ അനേകരുടെ ഭാവിയിൽ എന്തു സംഭവിക്കുവാൻ പോകുന്നോ അത് തുറക്കാൻ വേണ്ടി പോവുകയാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. കർത്താവെ, ആ തടസ്സങ്ങൾ മാറിപ്പോട്ടെ. യേശുവേ, എൻ്റെ കർത്താവിനൊരു ഭവനം കാണിക്കുകയാണ്. തങ്കച്ചൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനം കാണിക്കുന്നു. ഞാൻ ആ ഭവനം കാണിക്കുമ്പോൾ തന്നെ തങ്കച്ചൻ എന്ന് പറയുന്ന വ്യക്തിയുടെ സഹോദരൻ തന്നെ അടുത്ത് താമസിക്കുന്ന ഒരു ഭവനമാണ് ഞാൻ കാണുന്നത്. ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഞാൻ ആ കുടുംബത്തെ കർത്താവ് എന്നെ കാണിക്കുമ്പോൾ തങ്കച്ചൻ്റെ ഭവനത്തിൻ്റെ മേലേക്ക് കർത്താവിൻ്റെ ഒരു പ്രവൃത്തി വെളിപ്പെട്ടിട്ട് കർത്താവിൻ്റെ വാക്ക് പറയുകയാണ്. ആ വസ്തുവിൻ്റെ മേൽ കിടക്കുന്ന സകല വിധമാകുന്ന പിശാചിൻ്റെ അവകാശങ്ങളും ഞങ്ങളെ ഇന്ന് തൊടത്തില്ല. ഇന്നെന്നെ കേൾക്കുമ്പോൾ നിങ്ങളത് ഏറ്റെടുത്തോണം. ഒരനർത്ഥവും എനിക്ക് വരത്തില്ല, ഒരു ബാധയും എൻ്റെ കൂടാരത്തിൽ അടുക്കത്തില്ല. ഞങ്ങൾ ഇന്ന് കുടുംബക്കാരുടെ ഇടയിൽ നടക്കുന്ന ചില പ്രശ്നങ്ങൾ അത് നിമിത്തം ചില എഫക്റ്റുകൾ പോലെ കൂടി ജീവിതത്തിൽ ഉണ്ടായിട്ട് ഒത്തിരി എന്താ പറയുന്നത് ആ കുടുംബം വല്ലാത്തൊരു ഫൈറ്റിൽ തന്നെ കടന്നു പോകുന്നൊരു ഭവനമാണ്. പ്രത്യേകിച്ച് വലിയൊരു യുദ്ധത്തിൻ്റെ ഒരു സമാനമായ അനുഭവങ്ങൾ ഈ ജീവിതത്തിലുണ്ട്. ഒത്തിരി ഓടി അലഞ്ഞിട്ടും ഗതി പിടിക്കാൻ കഴിയാതെ പരസ്പരം പഴി ചാരുന്ന ഒരവസ്ഥയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ആ നിരാശയുടെ അവസ്ഥയെ കർത്താവ് ഇന്ന് മാറ്റാൻ വേണ്ടി പോവാണ്. ഈ തങ്കച്ചനും എന്ന് പറയുന്ന ഭവനവുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവിനോട് പറഞ്ഞൊരു ബെന്നി എന്ന് പറയുന്ന വ്യക്തിയെ കർത്താവ് ആ ഭവനത്തിലേക്ക് അയക്കാൻ വേണ്ടി പോവാണ്. നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ടൊരു നന്മയുടെ വഴി തുറക്കുവാൻ ആ വ്യക്തിയെ കർത്താവ് സഹായിക്കും. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആ വ്യക്തിയുമായിട്ട് ഈ പറഞ്ഞതുമായിട്ട് ആരാണ് ബന്ധപ്പെട്ടത്? ഇത് സൂമിലുണ്ടെങ്കിൽ ഏറ്റെടുത്തു, ഇത് ലൈവിലാണെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ അത് നിങ്ങൾ ഏറ്റെടുത്തോണം. കർത്താവ് പറഞ്ഞു സിസ്റ്ററെ, പറഞ്ഞു. ബ്രദറെ, എന്റെ ഭർത്താവിന്റെ പേര് തങ്കച്ചനാണ് ബ്രദറെ. ഈ പറഞ്ഞ അടയാളങ്ങളെല്ലാം കേട്ടായിരുന്നു സിസ്റ്ററെ? എന്റെ ഭർത്താവിന്റെ പേര് തങ്കച്ചൻ. ഇതെല്ലാ വിഷമങ്ങളും ഉണ്ട് ബ്രദറെ. ഈ പറഞ്ഞ എല്ലാ അടയാളം കേട്ടായിരുന്നല്ലോ. കാര്യത്തിലും എല്ലാത്തിലും ഉണ്ട് വിഷമങ്ങള്. ഓ, എന്നോട് വല്ലത് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഹസ്ബൻഡിന്റെ പേര് അല്ല, എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കാര്യങ്ങൾ? ഒന്നും പറഞ്ഞിട്ടില്ല ബ്രദറെ. ഈ വസ്തു വിഷയമോ ഭർത്താവിന്റെ പേര്? ഓ, സിസ്റ്റർ ഏറ്റെടുത്തു. കർത്താവ് ഇന്ന് അത് തൊടുകയാ. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഇന്ന് ഈ കൃപാവരങ്ങൾ ദൈവം പ്രവർത്തിച്ച് നിങ്ങളുടെ വിഷയത്തെ തൊടുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചോണം. നമ്മൾ കേട്ട കൃപാവരത്തിൻ്റെ ക്ലാസ് ഓർത്തോണം. പരിശുദ്ധാത്മാവ് വേർഡ് ഓഫ് വിസ്റ്റം എന്ന കൃപാവരം ഉപയോഗിച്ച് നിങ്ങളുടെ വീടിൻ്റെ ഹസ്ബൻഡിൻ്റെ പേരുണ്ട് പറഞ്ഞോ, ഇല്ല എങ്ങനെ മനസ്സിലായി ഹസ്ബൻഡിൻ്റെ പേര്? അത് വെളിപ്പെടുത്തി. ഇനി ആ വസ്തുവിൻ്റെ മേൽ പ്രശ്നമുണ്ടെന്ന് എങ്ങനെ മനസ്സിലായി? അത് ദൈവാത്മാവ് വെളിപ്പെടുത്തി. ഇനി അടുത്തത് എന്നാണെന്നറിയോ? ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യമാണ് കർത്താവ് പറഞ്ഞത്. ആ വിഷയത്തിൻ്റെ മേൽ ദൈവം ചെയ്യാൻ പോകുന്നത് സ്വസ്ഥതയും സമാധാനവും അത്ഭുതം. ഇതാണ് വരാൻ പോകുന്ന കാര്യം. ഫ്യൂച്ചറിൽ ഭാവിയിൽ സംഭവിക്കാൻ വേണ്ടി പോകുന്നത്. അതിൻ്റെ അർത്ഥം ആ വിഷയത്തെ കർത്താവ് വെളിപ്പെടുത്തി, ആ വിഷയത്തെ കർത്താവ് തൊട്ട് അടുത്തത് ഭാവിയിൽ എന്താ സംഭവം? കുടുങ്ങുമല്ല, തകർന്നു പോവല്ല, സംഭവിക്കാൻ പോകുന്ന എന്താണ്? മിറക്കിൾ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഇത് കേട്ടവർ എന്ത് ചെയ്യണം? എഴുതി വെക്കണം. ഇതൊരു ഡയറി എടുത്തിട്ട് കേട്ട ഡേറ്റ് എഴുതി വെച്ചിട്ട് ഇന്ന് മുതൽ വചനം പറയണം. വചനം പറയുമ്പോൾ എന്ത് സംഭവിക്കുന്ന? സ്പിരിറ്റ് ഓഫ് മിറക്കിൾ പ്രവർത്തിപ്പിക്കണം. അതായത് അത്ഭുതത്തിൻ്റെ ആത്മാവിനെ പ്രവർത്തിപ്പിക്കുവാൻ, കൃപാവരത്തെ പ്രവർത്തിപ്പിക്കുവാൻ വചനം പറയണം. എന്താ വചനം പറയേണ്ടത്? ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും, ഒരനർത്ഥവും ഞങ്ങൾക്ക് വരത്തില്ല, ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതം കാണും. ഇത് പറയുമ്പോൾ സ്പിരിറ്റ് ഓഫ് മിറക്കിൾ പ്രവർത്തിക്കണം. ഇത് പ്രവചനം കേൾക്കുന്നവർ എന്ത് ചെയ്യണം? ഏറ്റെടുത്തിട്ട് നിങ്ങൾ വചനം പറയുമ്പോൾ, അതുകൊണ്ടാണ് പലരും ബ്രദറെ എനിക്കത് കേട്ടായിരുന്നു ബ്രദറെ. കേട്ടതുകൊണ്ട് കാര്യമില്ല. നിങ്ങൾ എന്ത് ചെയ്യണം? അടുത്ത കൃപാവരത്തിലേക്ക് നിങ്ങൾ സ്റ്റെപ്പ് ചെയ്യണം. ആമേൻ. വീണ്ടും പ്രാർത്ഥിക്കാം. യേശുവേ, താങ്ക് യു ഹോളി സ്പിരിറ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഓ ഹല്ലേലൂയ. എന്നോട് കർത്താവ് ഒരു വാക്ക് പറയുന്നു. ഞാൻ അഞ്ജു എന്ന് പറയുന്ന ഒരു സഹോദരിയെ കാണുന്നു. ആ സഹോദരിയുടെ കയ്യിൽ ഈ ഒരു മോതിരം ഞാൻ കാണുവാണ്. ആ മോതിരത്തിൻ്റെ അടയാളം എന്ന് പറഞ്ഞാൽ ഈ സാധാരണ നമ്മൾ റൗണ്ടിലെ മോതിരമാണ്, പക്ഷെ ഇത് റൗണ്ട് അല്ല, ഒരു ഓവൽ ഷേപ്പിൻ്റെ അതേപോലെ നല്ല എന്താ പറയുക ഒരു വീതിയുള്ള ഒരു മോതിരം
ഈ കയ്യേലിട്ടിരിക്കുന്ന ഒരു സഹോദരി ഞാൻ കാണുന്നത് ഓവൽ ഷേപ്പ്, അതായത് ഓവൽ ഷേപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ പരത്തി വെച്ചേക്കുന്നത് പോലെയുള്ള ഒരു റിങ് കർത്താവ് എന്നെ കാണിക്കുന്നു. പക്ഷേ ആ റിങ് ഇപ്പം കയ്യിലിട്ടിട്ടില്ല, അത് ഊരി വെച്ചിരിക്കുന്നതായിട്ടാണ് കർത്താവ് പറയുന്നത്. എന്നോടൊരു വാക്ക് ദൈവം പറയുന്നു, ആ കുടുംബത്തിൻ്റെ മേലേക്ക് ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി വെളിപ്പെടുമ്പോൾ എന്നോട് ഇങ്ങനെ ഒരു വാക്ക് ദൈവം പറയുകയാണ്, ചില അവകാശങ്ങൾ കരത്തിലേക്ക് വരാൻ വേണ്ടി പോവാണ്, ചില അവകാശങ്ങൾ കരത്തിലേക്ക് വരാൻ വേണ്ടി പോവാണ്. ഞാൻ പറയുന്ന അഞ്ജു എന്ന് പറയുന്ന വ്യക്തിയുടെ കുടുംബത്തെയാണ് കർത്താവ് എന്നെ കാണിക്കുന്നത്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ഈ അടയാളം ശ്രദ്ധിച്ചോണം, ഈ ഒരു റിങ് ശ്രദ്ധിച്ചോണം. ദൈവാത്മാവ് ഇന്ന് സ്പർശിക്കുന്നു. കർത്താവിൻ്റെ വലിയ മഹത്വം ഇന്ന് കുടുംബത്തിൻ്റെ മേൽ വെളിപ്പെടുകയാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഞാൻ ഈ ദിവസങ്ങളിൽ പറഞ്ഞില്ല, നിങ്ങൾ പൊന്ന് വെള്ളി എന്നീ വകയിൽ അബ്രഹാം ബഹുസമ്പന്നനായി. അപ്പോൾ സ്വർണ്ണമൊക്കെ നമ്മുടെ അനുഗ്രഹമാണ്. പ്രാർത്ഥിക്കണം, സ്വർണം നമുക്ക് വരും. ഗോൾഡൊക്കെ പണയം വെക്കാനും നശിച്ചു കളയാനുള്ളതല്ല, അതൊക്കെ നമ്മുടെ അനുഗ്രഹങ്ങളാണ്. പൊന്ന് വെള്ളി എന്നീ വകയിൽ അബ്രഹാമിന് ദൈവം പൊന്നും കൊടുത്തു വെള്ളിയും കൊടുത്തുവെങ്കിൽ അബ്രഹാമിൻ്റെ സകല അനുഗ്രഹങ്ങളും ക്രിസ്തു യേശുവിൽ നമ്മുടെ മേലും വന്നിരിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഞാൻ എന്നെ ഒരു വാക്ക് പറയും, ഷാർലെറ്റ് എന്നൊരു പേര്, ഷാർലെറ്റ് അങ്ങനെ ഒരു പേര് എൻ്റെ ഉള്ളിൽ കർത്താവ് വരികയാണ്. ഞാൻ ആ വാക്ക് ഉപയോഗിച്ചത് പ്രൊനൗൺസിയേഷൻ കാണിക്കറിയത്തില്ല. ഷാർലെറ്റ് ഒരു പേരാണ് ഞാൻ കാണുന്നത്. ഷാർലെറ്റ് അങ്ങനെ ഒരു പ്രൊനൗൺസിയേഷൻ ഞാൻ പാസ്റ്ററെ, എന്റെ ഹസ്ബൻഡിന്റെ ബ്രദറിന്റെ മോള ഷാർലെറ്റ് അല്ലേ? ഞാൻ ആദ്യമായിട്ടാ പേര് കേൾക്കുന്നത് കേട്ടോ. ആളെവിടെയാ? എറണാകുളത്താ പാസ്റ്ററെ. ഓ സ്വാതന്ത്ര്യം, കർത്താവിന് തോടുകോട്ടെ. വേഗത്തിൽ ആ വാക്ക് വേണ്ടി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. എനിക്ക് ആ പ്രൊനൗൺസിയേഷൻ ഞാൻ പെട്ടെന്ന് ചോദിച്ചു, എനിക്ക് ആ വാക്ക് ഷാർലെറ്റ് എന്നാണ് എൻ്റെ ചെവി കേട്ടത് ആ പേര്. അതുകൊണ്ട് പെട്ടെന്ന് എനിക്ക് ആ പേര് പ്രൊനൗൺസ് ചെയ്തത് ശരിയാണെന്ന് അറിയാൻ ഞാൻ ചോദിച്ചത്. ഷാർലെറ്റിനെ കർത്താവ് സ്പർശിക്കുന്നു. എന്നോട് കർത്താവ് പറഞ്ഞത് വലിയൊരു അനർത്ഥം ആ കുടുംബത്തിൽ നിന്ന് വിട്ടൊഴിയുക. നമ്മളിവിടെ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ഭവനങ്ങളെ സൂക്ഷിക്കുന്നൊരു ദൈവമുണ്ട്, അറിയാവോ? നിങ്ങളുടെ പ്രാർത്ഥന ചെറുതല്ല. നിങ്ങളിവിടെ കൂടിയിരിക്കുമ്പോൾ അനർത്ഥങ്ങൾ ഒഴിഞ്ഞു പോവുക യേശുവിൻ്റെ നാമത്തിൽ. ഷാർലറ്റിന് വേണ്ടി ഞങ്ങൾ വേഗത്തിൽ പ്രാർത്ഥിക്കുന്നപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ പ്രിയമകളെ, വലിയ പ്രാർത്ഥന കഴിയുമ്പോൾ തന്നെ ഒരു ദുഃഖ വാർത്ത കേൾപ്പിക്കാൻ കാത്തിരുന്ന കള്ളപ്പിശാശെ, നിന്റെ സകല വിഷയത്തെ ഞങ്ങൾ വെട്ടിമാറ്റുന്നു. ആ കുടുംബത്തെ ഞങ്ങൾ പ്രാർത്ഥനയിൽ എറണാകുളത്ത് കാണും. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. അനർത്ഥത്തെ കേൾപ്പിച്ച് ദുഃഖത്തെ ആക്കാൻ നോക്കുന്ന ഭവനത്തെ ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ബന്ധിച്ചു വിടുന്നപ്പാ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പോൾ അത്ഭുതത്തിന് നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. എനിക്കറിയാം ഇനി കുറച്ചു നേരം കൊണ്ട് എനിക്ക് നിൽക്കണമെന്നുണ്ട്, പക്ഷേ എങ്കിലും നമുക്ക് പിന്നെയും പ്രാർത്ഥിക്കാം. കർത്താവേ, യേശുവിൻ്റെ നാമത്തിൽ രോഗത്താൽ ഭാരപ്പെടുന്നവർ രോഗമുള്ള ഭാഗത്തോട്ട് വേഗത്തിൽ കൈവച്ച് ഇപ്പോൾ ഇൻസ്റ്റൻ്റലി സൗഖ്യമാണ്. രോഗം ഇന്ന് കേട്ട അത്ഭുത സാക്ഷ്യത്തിൻ്റെ അകത്ത് നിന്നുകൊണ്ട് നമ്മുടെ കഴിവോ പ്രാപ്തിയോ അല്ല, യേശു ക്രിസ്തുവിൻ്റെ തിരുമുറി. ഇതെല്ലാം ഈ കൃപാവരങ്ങളും 7 ആത്മകളെപ്പറ്റി ഞാൻ പറയുമ്പോൾ മഹത്വം എനിക്കുള്ളതല്ല. നല്ലവനായ യേശു ഇസ്രായേലിൽ മാത്രം അവകാശപ്പെട്ടു കിടന്ന മുഴുവത്തെയും എനിക്കും നിങ്ങൾക്കും സൗജന്യമായി നേടിത്തന്ന ഒരു നല്ല കർത്താവ്. ആ കർത്താവിനെ ആരാധിക്കാൻ നമുക്ക് പോരാ കേട്ടോ. ഈ ആയുസ് ആ യേശുവിനെ വാഴ്ത്തിയപ്പോൾ ഇന്ന് ഓരോ കാര്യം വെളിപ്പെട്ട് നമുക്ക് അത്ഭുതം നടക്കുമ്പോൾ ഇതിൻ്റെ എല്ലാം പിന്നിൽ ത്യാഗം സഹിച്ചൊരു യേശുവുണ്ട്. നമുക്ക് വേണ്ടി തകർക്കപ്പെട്ട ഒരു കർത്താവുണ്ട്. മഹത്വത്തിൻ്റെ രാജാവായ യേശുവേ, അങ്ങയുടെ നാമത്തിൽ ഞങ്ങളിന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. അപ്പം ഞങ്ങൾ ഈ നന്മയെല്ലാം അനുഭവിക്കാൻ കാരണമായത് അങ്ങയുടെ തിരിക്കുരിശാണല്ലോ അപ്പം ഞങ്ങളങ്ങേ സ്തുതിക്കുന്നപ്പോൾ. അങ്ങേ കൂടാതെ ഞങ്ങൾക്കൊരു ദൈവമില്ലപ്പോൾ, അങ്ങേ കൂടാതെ ഞങ്ങൾക്ക് വേറെ ഒന്നുമില്ലപ്പോൾ, അങ്ങേക്കാൾ വലുതായിട്ട് ഞങ്ങൾക്ക് ഒന്നുമില്ലപ്പോൾ. അപ്പോസ്തലന്മാരായിക്കോട്ടെ, മധ്യസ്ഥന്മാരായിക്കോട്ടെ, കർത്താവരൊന്നും യേശുവിനേക്കാൾ വലുതല്ലേ അപ്പോൾ. അങ്ങേ കൂടാതെ ഞങ്ങൾക്കൊരു അനുഗ്രഹമില്ല യേശുവെ. ഞങ്ങളിന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ ഞാനൊരു 18 സെൻറ്റ് സ്ഥലം എന്നെ കർത്താവ് കാണിക്കും. 18 സെൻറ്റ് സ്ഥലം കർത്താവ് എന്നെ കാണിക്കും. അതിൻ്റെ അകത്തൊരു ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കും. 18 സെൻറ്റ് സ്ഥലത്തിൻ്റെ അകത്തൊരു ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുകയാണ്. ആ ഭവനത്തിൻ്റെ അകത്ത് തന്നെ ദൈവാത്മാവിനെ കാണിക്കുന്ന 5 വ്യക്തികളടങ്ങുന്ന ഭവനമാണത്. 5 വ്യക്തികളടങ്ങുന്ന ഒരു ഭവനമാണ് കർത്താവ് എന്നെ കാണുന്നത്. അതിൻ്റെ അകത്ത് 6 എന്ന അക്ഷരത്തിൽ ആരംഭിക്കുന്ന ഒരു പേരുകാരനെ കർത്താവ് എന്നെ തൊടുകയാണ്. 6 എന്ന് പറയുന്ന ഇംഗ്ലീഷ് ലെറ്ററിൽ 6 എന്ന് പറയുന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന ഒരു വ്യക്തിയുള്ള ഒരു കുടുംബത്തെ കർത്താവ് എന്നെ കാണിക്കുകയാണ്. 18 സെൻറ്റിൻ്റെ അകത്തുള്ള 5 പേരടങ്ങുന്ന ഒരു ഭവനമാണ് കർത്താവ് എന്നെ കാണിക്കുന്നത്. യേശുവിൻ്റെ നാമത്തിലുള്ള കർത്താവ് എന്നൊരു വാക്ക് പറയുന്നു, അത് നഷ്ടപ്പെടുത്തി കളയുവാൻ നിങ്ങളെ തെരുവിലിറക്കുവാൻ നോക്കുന്ന പിശാചിൻ്റെ തന്ത്രത്തെ അവിടുന്ന് ബ്രേക്കായിട്ട് തമ്പുരാൻ പറയുകയാണ്. ചില ബിസിനസ്സുകളെ സ്വർഗം തുറക്കുമ്പോൾ, ചില ബിസിനസ് എന്നല്ല, കർത്താവ് എന്നോട് വ്യക്തമായിട്ട് പറയുന്നു, ഈ തുണികൾ അടുക്കി വെച്ചിരിക്കുന്ന ഒരു ഷോപ്പ് പോലെയുള്ള ബിസിനസ്സിൻ്റെ വാതിലിനെ സ്വർഗം തുറക്കാൻ വേണ്ടി പോവാണ്. എൻ്റെ കർത്താവ് പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ 6 എന്ന് പറയുന്ന വ്യക്തി ആ ഭവനത്തിലുണ്ട്.
ആ ഒരു വ്യക്തിയെ സ്പെസിഫിക് ആയിട്ട് കർത്താവിനെ കാണിക്കണം. 6 അക്ഷരത്തിൽ ആദ്യം ആരംഭിക്കുന്ന വ്യക്തി 18 സെൻറ്റ് സ്ഥലത്തിനെ കാണിക്കണം. തുണികൾ അടുക്കി വെച്ചേക്കുന്ന ഒരു ബിസിനസ് തമ്പുരാൻ തുറക്കും. അത് നിങ്ങൾ അത് ഓർത്ത് നിങ്ങളെ ആകുലപ്പെടേണ്ട. ഞാൻ പറഞ്ഞ നഷ്ടങ്ങൾ ഉണ്ടാകുമെന്ന് ഭയപ്പെടുത്തുന്ന അവൻ്റെ തന്ത്രത്തെ ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ബ്രേക്ക് ചെയ്യുന്നു. ഇന്ന് എന്നെ കേൾക്കുന്ന ആരാണോ ആ വ്യക്തി എന്നോട് പിന്നെ കാണിക്കുന്നത്, ആ 18 സെൻറ്റിലേക്ക് ചില സ്ഥലങ്ങളെ ദൈവം ആഡ് ചെയ്യും. അതൊക്കെ ദൈവത്തിൻ്റെ ഒരു ദൈവം തരുന്ന ഒരു അംഗീകാരം പോലെ അതിലേക്ക് പിന്നെയും ആഡ് ചെയ്യപ്പെടും. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ നാമത്തിൽ അത് ഏറ്റെടുത്തോണം. സൂമിലായണോ ലൈവിലായിക്കോട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഞാൻ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ എന്തുകൊണ്ടാണ്. ഇത് നമ്മൾക്കൊരു വലിയ സർക്കിൾ പോലെ കിടക്കുക. ഫേസ്ബുക്കിലും യൂട്യൂബിലും സൂമിലും കിടക്കുന്നവരെല്ലാം ഒരു സർക്കിൾ പോലെ. അതുകൊണ്ടാണ് പല സാക്ഷ്യങ്ങളും യൂട്യൂബിൽ നിന്നെല്ലാം കയറി വരുന്നത്. പലപ്പോഴും കർത്താവ് നിങ്ങളോട് ഞാൻ എപ്പോഴും പറഞ്ഞു, നിങ്ങളിതെല്ലാം കേൾപ്പിക്കുമ്പോൾ നിങ്ങൾ അവിടെ കിടന്ന് കറങ്ങാതെ കയറി വരണം. അടുത്തൊരു ലെവലിലേക്ക് നിങ്ങളെ ഒന്ന് പ്രാർത്ഥിച്ച് വിടുവാൻ, അടുത്തൊരു ലെവലിലേക്ക് നിങ്ങൾ കയറി വരുവാൻ ഇതിൻ്റെ റെസ്പോണ്ട് ആവശ്യമാണ്. അതുകൊണ്ടാണ് പ്രവചനം കേൾക്കുമ്പോൾ നിങ്ങളുമായിട്ട് ബന്ധമുണ്ട് ചാടി പറഞ്ഞു, ബ്രദറെ അതെൻ്റെ കാര്യമാണ്. സൂമിലുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു, യൂട്യൂബിലാണെങ്കിൽ നിങ്ങൾ പിന്നീട് കറങ്ങി തിരിഞ്ഞ് മെസ്സേജ് അയക്കാതെ നിങ്ങൾ പിറ്റേ ദിവസം സൂമിലേക്ക് വരാൻ ഞാൻ നിങ്ങളെ നിർബന്ധിക്കുന്നു. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഏറ്റെടുത്താട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അതോടൊപ്പം തന്നെ കർത്താവിൻ്റെ ഒരു സഞ്ജുവിൻ്റെ ഭവനത്തെ ദൈവം സ്പർശിക്കുന്നു. സഞ്ജുവിൻ്റെ ഭവനത്തെ ദൈവം സ്പർശിക്കുന്നു. സഞ്ജുവുമായിട്ട് ബന്ധപ്പെട്ട ആ ഭവനം, സഞ്ജുവുമായിട്ട് ബന്ധപ്പെട്ട ഭവനത്തെ കർത്താവിനോട് പറയുന്ന ആ കുടുംബത്തിൻ്റെ മേലേക്ക് കുറേ വർഷമായിട്ട് പാരമ്പര്യമായിട്ട് അവർ ചുമക്കുന്ന ഒരു ഭാണ്ഡം യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് അഴിച്ചു വെക്കുക. കുടുംബത്തിൻ്റെ മേൽ സ്വസ്ഥത കൊടുത്ത് എന്നോട് ഇങ്ങനെ പറഞ്ഞു, പിതാക്കന്മാർ മുടിപ്പിച്ചതിനെ, പിതാക്കന്മാരിലൂടെ നഷ്ടപ്പെട്ടു പോയതിനെ അവകാശമാക്കി ദൈവം മടക്കി തരാൻ വേണ്ടി പോവാണ്. തലമുറകളിലൂടെ ദൈവം അത് നേടിത്തരാൻ വേണ്ടി പോവാണ്. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചോണം. സഞ്ജു ഒരു അടയാളമാണ് ആ കുടുംബത്തിലെ കർത്താവിനോട് പറയുന്നത്. ആ വ്യക്തിയുള്ള ഭവനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും പറയാൻ വേണ്ടിയാണ്. എന്റെ ചേച്ചിയുടെ മോന ഈ പറഞ്ഞ അടയാളങ്ങളെല്ലാം കേട്ടായിരുന്നോ? കേട്ടു പക്ഷേ അത് തന്നെ ഏറ്റെടുത്തു കേട്ടോ. കർത്താവ് ഇന്ന് തൊടുക. പറഞ്ഞ വർഷങ്ങളായിട്ട് കട്ടായിപ്പോയി. കർത്താവ് അതിൻ്റെ മേൽ വലിയൊരു വർധനവിനെ ചെയ്യാൻ വേണ്ടി പോവാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പാ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. കർത്താവ് ഇന്ന് ബ്ലസ് ചെയ്യുന്നപ്പാ. ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്നവർ കൈവച്ച് യേശുവിൻ്റെ തിരുമുറിവിനാൽ ദിവ്യാരോഗ്യവും ദീർഘായുസ്സും നിങ്ങളുടെ അവകാശമാണ്. ദിവ്യാരോഗ്യം പറ, ദിവ്യാരോഗ്യവും ദീർഘായുസ്സും എൻ്റെ അവകാശമാണ്. ഞാൻ രോഗക്കിടക്കയിൽ കിടന്ന് മരിക്കത്തില്ല. പറയണം, രോഗക്കിടക്കയിൽ കിടന്ന് മരിക്കത്തില്ല. എൻ്റെ യേശു കിടക്ക എടുത്ത് നടക്കാൻ പറഞ്ഞ ആളെ കേട്ടോണം. 38 വർഷമായിട്ട് തളർവാദ രോഗിയായി കിടന്നവരോട് പറയണം, നീ കിടന്ന് തീരത്തെയുള്ള നല്ല പറഞ്ഞു, നിൻ്റെ കിടക്ക എടുത്ത് നീ നടക്കാമെന്ന് പറഞ്ഞതുപോലെ പറയണം, ഞാൻ കിടക്ക എടുത്തു നടക്കുന്നവനാണ്, അനേകരെ സൗഖ്യമാക്കുന്നവനാണ്. യേശുവിനിലേക്ക് ദിവ്യ ആരോഗ്യമുണ്ട്. ബൈബിൾ പറയുന്നു, ദീർഘായുസ് കൊണ്ട് ഞാൻ നിനക്ക് തൃപ്തി വരുത്തും. കേട്ടോണം, ദീർഘായുസ് കൊണ്ട് തൃപ്തി വരുത്തും. എൻ്റെ അർത്ഥം ദീർഘായുസും വെച്ചുകൊണ്ട് കിടക്കത്തില്ല, തൃപ്തി വരുത്തും. ഇത് ദൈവം പറഞ്ഞതാണ്. ദീർഘായുസ് കൊണ്ട് തൃപ്തി വരുത്തുമെന്ന് പറഞ്ഞാൽ ആക്സിഡൻറ്റ് കൊണ്ട് നിങ്ങൾ തീരത്തില്ലെന്ന് അതിൻ്റെ അർത്ഥം. നിങ്ങളുടെ തലമുറകൾക്ക് ദീർഘായുസ് ഉണ്ടാകും, നിങ്ങൾക്ക് ദീർഘായുസ് ഉണ്ടാകും. എങ്ങനെ കിടക്കുന്നത്? രോഗം വന്നിട്ടല്ല, ഉള്ള രോഗം ചുമന്നുകൊണ്ടല്ല, ദിവ്യ ആരോഗ്യത്തോടെ പറയണം, കൽപ്പിക്കണം. ഇതൊക്കെ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളാണ്, ഇതെല്ലാം ബ്ലെസ്സിങ്ങുകളാണ്, ഇതെല്ലാം നമുക്ക് അവകാശങ്ങളാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഇപ്പോൾ വേദന ഉള്ളവർ കൈവച്ച് ആ വേദന ഇപ്പോൾ കർത്താവ് തൊടും നിങ്ങളെ. ആ വേദനയ്ക്കകത്തുനിന്ന് ഇപ്പം മോചനം ഉണ്ടാകുക. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നപ്പാ. ഈ സമയത്ത് വേദന മാറുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രതികരിക്കാം. ഈ സമയത്ത് പ്രയർ റിക്വസ്റ്റ് പറയരുത്, നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഈ സമയത്ത് രോഗത്താൽ ഭാരപ്പെടുന്നവർ, വേദനയാൽ ഭാരപ്പെടുന്നവർ, രോഗശക്തിയാൽ ഭാരപ്പെടുന്നവർ എന്നെ കേൾക്കുന്നുവെങ്കിൽ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ നിന്ന് കൽപ്പിക്കുകയാണ്. ആ രോഗശക്തികൾ നിങ്ങളെ വിട്ട് മാറിപ്പോകുന്നു, രോഗാത്മാക്കൾ നിങ്ങളെ വിട്ട് മാറിപ്പോകുന്നു. ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു. കർത്താവ് ഇപ്പോൾ തന്നെ കൈ അവിടെ വെച്ച്, നിങ്ങളുടെ കൈ അവിടെ രോഗമുള്ള ഭാഗത്ത് വെച്ച്, ആ വേദനയുള്ള ഭാഗത്ത് കൈവച്ച് ഇപ്പോൾ യേശുവിൻ്റെ നാമം ഞാനിപ്പോൾ ചോദിക്കാൻ വേണ്ടി പോകണം. ആർക്കെങ്കിലും വേദനയിൽ നിന്ന് മോചനമുള്ളവർ, വേദനയാലോ രോഗത്താലോ ഭാരപ്പെട്ട ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ നിങ്ങൾക്ക് മാറ്റം കാണാൻ പറ്റുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം തന്നെ പറയാൻ പറ്റും. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ചോദിക്കുന്നു, യേശുവിനത് കൽപ്പിക്കുന്നപ്പോൾ സൗഖ്യം നടക്കട്ടെ, അത്ഭുതം നടക്കട്ടെ, വേദന വിട്ടുമാറട്ടെ, രോഗം വിട്ടുമാറട്ടെ. ഇപ്പോൾ തന്നെ കർത്താവേ, അങ്ങയുടെ അത്ഭുത സാക്ഷ്യം ഞങ്ങൾ കേൾക്കും. യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നപ്പോൾ
അങ്ങ് തൊട്ട് സൗഖ്യമാക്കുന്നതിന് നന്ദി, അത്ഭുതം ചെയ്തതിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ വേദനകൾ വിട്ടുമാറുന്നു, അത്ഭുതം നടക്കുന്നു. ആ തടസ്സങ്ങൾ മാറി, ബ്ലോക്കുകൾ എന്നെ കാണിക്കുന്നു. ചില ബ്ലോക്കുകളെ കർത്താവ് മാറ്റുന്നു. ആൻജിയോഗ്രാം പോലുള്ള ചെയ്യാൻ വേണ്ടി പറഞ്ഞു വെച്ചിരിക്കുന്ന ചില പേപ്പറുകൾ കീറിക്കളയുന്ന കാഴ്ച ഞാൻ കാണുകയാണ്. അത് ചെയ്യാതെ തന്നെ ഇപ്പോൾ തന്നെ അത് ക്ലിയർ ആകുന്നു. യേശുവിൻ്റെ നാമത്തിൽ ക്ലിയർ ആകുന്നു. അതിൻ്റെ റിസൾട്ട് ഇപ്പോൾ ബോഡിയിൽ കാണും. എന്താണോ നിങ്ങൾക്കുണ്ടായിരുന്ന ബുദ്ധിമുട്ട് ഇപ്പോൾ അത് അവിടെ ഇല്ല. ഇൻ ദ നെയിം ഓഫ് ജീസസ് കൽപ്പിക്കുന്നപ്പോൾ അത്ഭുതത്തിന് നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഈ സമയത്ത് വേദന മാറിയെന്ന് ഉറപ്പുള്ളവർ, നിങ്ങൾക്ക് വേദന അവിടെ ഇല്ല, കർത്താവ് എന്നെ സൗഖ്യമാക്കിയെന്ന് ഉറപ്പുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാനുള്ള സമയമാണ്. ഉള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാട്ടെ. ഹലോ, എന്റെ പറഞ്ഞു. മുട്ടുവേദന അസഹ്യമായിട്ടുള്ള മുട്ടുവേദനയായിരുന്നു. അതിപ്പം മാറി ബ്രദർ പ്രാർത്ഥിച്ചപ്പോൾ. എത്ര വർഷമായിട്ടുള്ള ബുദ്ധിമുട്ടായിരുന്നു? ഒരു 3-4 വർഷം കൊണ്ടേ ഉള്ളൂ മുട്ടുവേദന. ഇപ്പം അതില്ല. ആമേൻ. സ്വോത്രം. നോക്കിയതാ ഇപ്പം നടന്നു നോക്കിയായിരുന്നു. ഓ സ്വോത്രം. വലിയ അത്ഭുതമായിട്ട് 4 വർഷമായിട്ടുണ്ടായിരുന്ന വേദന അതിൻ്റെ നടന്നു നോക്കി, ഇപ്പം ആ വേദന ഇല്ല. അപ്പം 4 വർഷമായിട്ട് രോഗിയാക്കി, 5-ാം വർഷം രോഗിയാക്കി, ജീവിതകാലം മുഴുവൻ കിടത്താൻ നോക്കിയ കള്ളപ്പിശാശെ നിന്റെ രോഗത്തെ യേശു സൗഖ്യമാക്കിയിരിക്കുന്നു. കർത്താവ് അങ്ങ് അത്ഭുതം ചെയ്തതിന് നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു. അതിനർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കൂടെ. രോഗം സൗഖ്യമായൊരു പ്രാർത്ഥിക്കണം. നിങ്ങൾക്ക് ആ കൃപാവരവും ആക്റ്റീവായിരിക്കുകയാണ്. മറ്റാരെങ്കിലും ഉണ്ടോ? ബ്രദറെ പറഞ്ഞു. ഞാനൊരാലോചന ബ്രദർ, പറഞ്ഞു. ബ്രദർ, ജൂൺ 10 ജനിച്ച ഒരു വ്യക്തിയുടെ മകൾക്ക് വേണ്ടിയിട്ട് ആലോചന പറഞ്ഞായിരുന്നു ബ്രദർ 2 ദിവസം മുമ്പ്. അത് എൻ്റെ മകളാണ്. എൻ്റെ മൂത്ത മകളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റിന്റെ നടുക്ക് അവളുടെ ഫോട്ടോ ഉണ്ട്. ബ്രദർ പറഞ്ഞു നിരാശയിലാണ്, അത് മാറിപ്പോകും, സമാധാനം വരും, സമൃദ്ധിയുടെ വാതിൽ തുറക്കുന്നു, അങ്ങനെ അഡ്രസ് മാറും, ഒരുപാട് കാര്യങ്ങൾ ബ്രദർ പറഞ്ഞായിരുന്നു. ഞാനത് ഏറ്റെടുക്കുന്നു ബ്രദർ. എൻ്റെ മൂത്ത മകളുടെ സർട്ടിഫിക്കറ്റ്, ഡിഗ്രി സർട്ടിഫിക്കറ്റിന്റെ നടുക്ക് അവളുടെ ഫോട്ടോ ഉണ്ട്. ബ്രൗൺ കളർ സർട്ടിഫിക്കറ്റ് ആണത്. ഓ സ്വന്തം കർത്താവ് അത് ഇടപെട്ടത്. ആമേൻ. ഗോഡ് ബ്ലെസ് യു. യേശു അത്ഭുതമാക്കി ദൈവം മാറ്റാൻ വേണ്ടി പോട്ടോ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ? പറഞ്ഞു. ബ്രദറെ, സൺഡേയിലെ സൂം മീറ്റിങ്ങിനകത്ത് അജിത്ത് എന്ന് പറഞ്ഞൊരു മകനെ പറ്റി പറഞ്ഞായിരുന്നു. സൂം എന്നും പറഞ്ഞായിരുന്നു. അത് എൻ്റെ മകന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ അവന് ഇന്നലെ എക്സാം ആയിരുന്നു, മെഡിസിന്റെ 5th സെമസ്റ്റർ എക്സാം ആയിരുന്നു. ഭയങ്കര ടഫായിരുന്നു. പക്ഷെ എന്നാലും ദൈവത്തിന്റെ വലിയ കരുണയാൽ കൂടെയുള്ള പിള്ളേർക്ക് ഒന്നും കിട്ടിയില്ല. പക്ഷെ അവന് 76% അവന് പാസ്സാകാൻ ദൈവം ഇടയാക്കി. അതിന്റെ തലേ ദിവസത്തെയും 90% മാർക്കോടെ പാസ്സാകാൻ തമ്പുരാൻ ഇടയാക്കി. പ്രൈസ് ദി ലോർഡ്. ആമേൻ. കർത്താവ് അത്ഭുതം. നന്ദി കർത്താവ്. എന്ന് പറഞ്ഞ പോലെ പലരും പരാജയപ്പെട്ടപ്പോൾ ദൈവത്തെ വിളിക്കുന്നവൻ ഉയർച്ച ഉണ്ടായി, ജയമുണ്ടായി. ഗോഡ് ബ്ലെസ് യു. കർത്താവ് ഇടപെട്ടതാവട്ടെ. അവന് വേണ്ടി അവനും പരാജയപ്പെടേണ്ടതായിരുന്നു, പക്ഷെ അവൻ്റെ പേര് വിളിച്ച് ദൈവം അവനെ അത്ഭുതമാക്കി മാറ്റി. ഗോഡ് ബ്ലെസ് യു. ആമേൻ. യേശു പറഞ്ഞു. ബ്രദറെ, കുറച്ച് ബ്രദർ ഒരു തങ്കച്ചൻ എന്ന് പറഞ്ഞ ഫാമിലി, അവരുടെ കാര്യം പറഞ്ഞത് എന്റെ ഹസ്ബൻഡാണ് തങ്കച്ചൻ. ബ്രദർ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഞാൻ ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതുമല്ല, അതൊരു വസ്തുവിന്റെ കേസ് കിടക്കുവാണ്. അത് ഓൾറെഡി പിന്നെ കേസെല്ലാം റെഡിയായി, എങ്കിലും അത് ഞങ്ങളെ ചീറ്റ് ചെയ്തായിരുന്നു. അതിന്റെ മേലെ കേസ് കൊടുത്തു. ഇപ്പൊ അതിന്റെ പ്രോസസ്സിങ് എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ സഹോദരങ്ങൾ തമ്മിൽ ഒരു ഐക്യതയില്ലാത്ത ഒരു ഭവനമാണ്. ഞങ്ങള് കുടുംബത്തിൽ താമസിക്കുന്നതുകൊണ്ട് വളരെ പ്രയാസത്തിൽ കൂടെ കഴിഞ്ഞു പോവുകയാണ്. ഒരു മനസ്സമാധാനം ഇല്ലാത്ത ഒരു ഇതാണ് ഇപ്പൊ വിചാരിക്കുന്നത്. ഞാൻ ഇതില് അങ്ങ് മയങ്ങിപ്പോയായിരുന്നു ഇത് കേട്ട്. പക്ഷെങ്കിൽ ഈ കാര്യം പറഞ്ഞ ഉടനെ ദൈവാത്മാവ് എന്നെ ഉണർത്തി അത് കേൾപ്പിച്ചു. അത് കേൾപ്പിച്ചുകൊണ്ട് അത് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അത് എന്റെ കാര്യം തന്നെയാണ് പറഞ്ഞത്. ആമേൻ. തീർച്ചയായിട്ടും കർത്താവ് നമ്മുടെ വിഷയങ്ങളെ തുടരണം. ആമേൻ. ഞാൻ ഇന്നൊരു വോയിസ് ഇട്ടായിരുന്നു. എന്റെ മോന് ഞാൻ പറഞ്ഞായിരുന്നു വിദേശത്ത് പോകാനായിട്ടിരുന്ന ലോൺ എടുത്താ പൈസ കൊടുത്തേതൊക്കെ, പക്ഷെ അത് ഒന്നും ആയില്ലെന്ന് ഞാൻ പറഞ്ഞപ്പോഴും ബ്രദർ നേരത്തെ പറഞ്ഞായിരുന്നു വീടിനോട് ചേർന്നൊരു വട്ട നിപ്പുണ്ട്. ഇതെല്ലാം ഈ അടയാളമെല്ലാം എനിക്ക് സ്യൂട്ടാണ്. പക്ഷെ ഇത് ഞാൻ ഏറ്റെടുക്കുന്ന എന്റെ കുഞ്ഞിന് വേണ്ടിയിട്ട്. ആ പൈസ നഷ്ടമാവത്തില്ലെന്ന് അറിഞ്ഞതിൽ ദൈവം ഒരുപാട്
ആ ഒരു വാക്ക് കേൾക്കാൻ പറഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് ബ്രദർ. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. തീർച്ചയായും സിസ്റ്റർ, കർത്താവ് വാഴ്ത്തി തുറക്കും കേട്ടോ. പറഞ്ഞു. ബ്രദറെ, കഴിഞ്ഞ 3-4 ദിവസത്തിന് മുമ്പ് നെൽസനെ ദൈവം സ്പർശിക്കുന്നു. ആ കുടുംബത്തെ വലിയ പൈശാചികത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് വലിയ ദൈവപ്രവൃത്തി വരുന്ന മാസങ്ങളിൽ ദൈവം ചെയ്യുന്നു എന്ന് പറഞ്ഞു. എൻ്റെ രണ്ടാമത്തെ ആങ്ങളയുടെ പേരാണ് നെൽസൺ. ഞാനത് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ബ്രദർ ആലോചന പറഞ്ഞത് തങ്കച്ചൻ എന്ന് പറഞ്ഞ എൻ്റെ സഹോദരൻ അടുത്ത് ഉണ്ടെന്ന് പറഞ്ഞത്, അത് എൻ്റെ പപ്പായുടെ അനിയനാണ് തങ്കച്ചൻ, മരിച്ചുപോയി. എൻ്റെ സഹോദരനാണ് അടുത്ത് താമസിക്കുന്നത്. കുടുംബ സ്ഥലത്താണ് ഞാനും വീട് വെച്ച് താമസിക്കുന്നത്. ഭവനം പണി ഒരു തരത്തിൽ പൂർത്തിയാവുന്നില്ല. ഈ ബ്രദർ പറഞ്ഞ സകല പ്രശ്നങ്ങളുണ്ട്, സ്വർണം, ഇതെല്ലാം ഇവിടുത്തെ പ്രശ്നങ്ങളാണ്. ഞാനത് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നു. തീർച്ചയായും സിസ്റ്റർ, കർത്താവ് അത് അത്ഭുതമാക്കി മാറ്റാനിടയായി കേട്ടോ. പറഞ്ഞു. ബ്രദറെ, ഞാൻ കുറെ ദിവസങ്ങളായി ഞാൻ സാക്ഷ്യം പറയാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ ഞാൻ പറയണോ വേണ്ടയോ എന്ന് ഇങ്ങനെ കുറെ ദിവസമായി ആലോചിക്കുന്നു. അപ്പൊ ഒരു 3-4 ദിവസം മുന്നേ പിന്നെ ബ്രദർ പറഞ്ഞിരുന്നു ഈ അന്യഭാഷയുടെ കാര്യത്തിനെ പറ്റി. ചില അന്യഭാഷ അത് നമുക്കത് ഒരു പേരായിരിക്കുന്നൊക്കെ ബ്രദർ പറയാനിടയായല്ലോ. അപ്പോൾ ഞാൻ അതിന്റെ ആ ക്ലാസ് കേട്ടതിന്റെ പിറ്റേ ദിവസം ഞാൻ പിന്നെ അങ്ങനെ ഉപവാസത്തിലായിരുന്നു കുറച്ച് ദിവസങ്ങളിലായിട്ട്. അപ്പോ പിന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ലത എന്നുള്ളൊരു വാക്ക് എൻ്റെ വായിലേക്ക് വന്നു. അപ്പോൾ പെട്ടെന്ന് ആ ലത എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കുടുംബത്തിൽ 2 പേര് ലത എന്നുള്ള വ്യക്തികളുണ്ട്. പക്ഷെ അവരൊന്നും എനിക്ക് മനസ്സിൽ വന്നില്ല. അപ്പൊ ഈ സൂമിൽ കയറുന്ന ഒരു പിന്നെ സിസ്റ്റർ എനിക്കറിയാം. നമ്മുടെ അടുത്തുള്ള സഭയിലുള്ള ഒരു വിശ്വാസിയാണ്. 2 പ്രാവശ്യമായിട്ട് ഞാൻ അവരെ കണ്ടിട്ടുണ്ട്. അപ്പം അവരെ മുഖമാണ് എനിക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് വന്നത്. പിന്നെ അതുപോലെ അവരെ വീട് ലീസിനൊക്കെ കൊടുത്തിട്ട് ഇപ്പം ആ വീട് അതൊരു വല്ലാത്ത കടത്തിന്റെ അവസ്ഥയിലൊക്കെയാണ് ഉള്ളത്. അപ്പൊ ഇനിയിപ്പോ ആ വീട് അവർ ഒഴിഞ്ഞു തന്നാലും ഇനിയിപ്പം ആ വീട് വിറ്റിട്ട് അവർക്ക് തിരിച്ച് ആ പൈസയൊക്കെ കൊടുക്കേണ്ടി വരും. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണെന്നൊക്കെ എന്നോട് കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടപ്പോ ഒരു മാസം മുന്നേ കണ്ടപ്പോ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവരുടെ പേരും വന്നു. അപ്പൊ ഈ ഒരു കാര്യമാണ് എന്റെ മനസ്സിലേക്ക്, ഈ വീടിന്റെ പ്രൊഫൈൽ, അവരിട്ട പ്രൊഫൈൽ പിക്ക് ഈ വീടിൻ്റെതാണ്. അപ്പൊ ഈ 2 കാര്യം എന്റെ മനസ്സിലേക്ക് ഇങ്ങനെ അവരുടെ മുഖവും വരുന്നു, ഈ വീടും വരുന്നു. അപ്പൊ ഞാൻ എന്തായാലും എന്തായാലും അവരോട് ഇത് പറയാം. അപ്പൊ സാക്ഷ്യം പറയണമെന്നൊക്കെ ആഗ്രഹിച്ചു. പക്ഷെ ഞാൻ പിന്നെ വെച്ച് മതി, ഇനി എന്തായാലും ഞാൻ അവരെ വിളിച്ച് പ്രാർത്ഥിക്കാം എന്നൊക്കെ വിചാരിച്ച് ഞാൻ അതിന്റെ പിറ്റേ ദിവസം ഞാൻ പിന്നെ അവർക്ക് ആ വോയിസ് അയച്ച് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു. അപ്പം വിളിച്ചിട്ട് കിട്ടിയില്ല. അപ്പൊ വോയിസ് അയച്ചു. അപ്പൊ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വീടിന് വേണ്ടി അവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ചു. അപ്പൊ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പല കാര്യങ്ങൾ എനിക്ക് ദൈവാത്മാവ് ഇങ്ങനെ ഇടപെടാൻ തുടങ്ങി. അവിടെ എല്ലാ സകല പ്രശ്നങ്ങളിലും ദൈവം അവരെ വിടുവിക്കും. അപ്പൊ അങ്ങനെ പറഞ്ഞ് പിന്നെ എന്റെ വായിലേക്ക് ഈ അബ്രഹാമിന് പിന്നെ അതായത് നിങ്ങൾ ഒഴിവാക്കി തള്ളിയ വിഷയത്തിന്റെ മേലെ ദൈവം പ്രവർത്തിക്കുക, അങ്ങനെയൊക്കെ എന്റെ വായിലേക്ക് ഇങ്ങനെ പല കാര്യങ്ങളും. പിന്നെ അബ്രഹാം വാർദ്ധക്യത്തിലെ ദൈവം കുഞ്ഞിനെ, അങ്ങനെയൊക്കെ വരാൻ. പിന്നെ അബ്രഹാം, അതുപോലെ ഹന്ന, ഈ കഥാപാത്രങ്ങളൊക്കെ എന്റെ വായിൽ ഇങ്ങനെ വരാൻ തുടങ്ങി. ഞാൻ കുറെ അങ്ങനെ എന്തൊക്കെയോ ഞാൻ കുറെ കാര്യങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിച്ചു. അപ്പൊ എനിക്ക് ഡൗട്ടായി, ഞാൻ എന്താ ഞാൻ പിന്നെ അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് സമയം കഴിഞ്ഞ് അവർ വിളിച്ചു നോക്കുമ്പോൾ അവരോട് ഞാൻ ചോദിച്ചു, ഇങ്ങനെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് ചോദിച്ചു, നിങ്ങൾക്ക് മക്കളില്ലേന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു, ഇല്ല, എനിക്ക് കുഞ്ഞുങ്ങളില്ലാന്ന്. അപ്പൊ സത്യത്തിൽ എനിക്ക് അറിയില്ല ഇവർക്ക് കുഞ്ഞുങ്ങളില്ലാന്ന് തരുന്ന എനിക്ക് അറിയത്തില്ല. അപ്പൊ എനിക്ക് മനസ്സിലായി. കാരണം ദൈവാത്മാവ് ആ ഒരു എന്താ പറയുക, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ശുശ്രൂഷ ദൈവം എനിക്കത് തന്നെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. അപ്പൊ പിന്നെ ഒരു കാര്യം കുറച്ചും കൂടി പറയാനുണ്ട് ബ്രദർ. അപ്പൊ അങ്ങനെ അത് കഴിഞ്ഞു. പിന്നെ അത് വന്ന് വൈകുന്നേരം എനിക്ക് മെസ്സേജ് അയച്ചു, പിന്നെ നീ വിളിക്കുന്ന സമയത്ത് അവിടെ ഭർത്താവ് പിന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, അതൊന്നും പറഞ്ഞു തീരില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥയിലൂടെ എല്ലാം കടന്നു. അപ്പൊ അവരെ പോലീസ് വിളിച്ചിട്ടാ ഉള്ളത്. അപ്പൊ ഞാൻ ഡൈവോഴ്സിന്റെ വക്കിൽ നിൽക്കുകയാണ്, ഇനി എന്താ ചെയ്യേണ്ടത്, ഇനി എനിക്ക് ഒരിക്കലും പിന്നെ അവരെ കൂടെ ജീവിക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് എന്നെ വിളിക്കുന്നത്. അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞ് ബലപ്പെടുത്തുകയൊക്കെ ചെയ്തു. മാത്രമല്ല ഇവർക്ക് യൂട്രസിനൊക്കെ എന്തൊക്കെയോ പ്രശ്നം ഉണ്ടായിട്ട്, മുഴയൊക്കെ ഉണ്ടായിട്ട്, ഇവരേതോ പ്രാർത്ഥനയിലൊക്കെ പോയിട്ടാണ് ഇവർക്ക് അതൊക്കെ ആ മുഴയൊക്കെ മാറിപ്പോയി. അപ്പൊ യൂട്രസ് എടുത്ത് കളയണം എന്നൊക്കെ പറഞ്ഞു നിന്നതാ. പക്ഷെ ഇവർ അതിനുശേഷമാണ് യേശുവിനെ അറിയുന്നതൊക്കെ ചെയ്യുന്നത്. അങ്ങനെ അത് എടുത്ത് കളഞ്ഞിട്ടൊന്നുമില്ല. അപ്പൊ അങ്ങനെയൊക്കെ പല കാര്യങ്ങളും എന്നോട് പറയാനിടയായി. അപ്പൊ ഞാനൊക്കെ ദൈവാത്മാവ് മനസ്സിലായി ആ ഒരു ദൈവം ഇടപെട്ടതാണ്. പിന്നെ വേറൊരു കാര്യം, അത് അന്ന് തന്നെ ഞാൻ എൻ്റെ പിന്നെ ഫ്രണ്ട് എന്നെ പിന്നെ അവിടെ ഭർത്താവിന്റെ കണ്ണിന് എന്തോ ചെറിയ പൊടി തട്ടിയിട്ട് ഇങ്ങനെ ബുദ്ധിമുട്ടായിട്ട്
ആയിട്ട് എന്നോട് പറഞ്ഞ് പ്രാർത്ഥിക്കണേ എന്നിട്ട് പറഞ്ഞ് വിളിക്കാനിടയായി. അപ്പൊ ഞാൻ പ്രാർത്ഥിച്ച് സമയത്ത് അവരുടെ ജീവിതത്തിൽ ചില കാര്യങ്ങളും ഞാനിങ്ങനെ പറയാനിടയായി. അതിനും സ്തോത്രം. പിന്നെ അതുപോലെ അതേ സമയത്ത് ഈ ഫോൺ കോൾ തന്നെ ഈ ഒരു ദിവസം ഇതൊക്കെ നടക്കുന്നത്. പിന്നെ കുറച്ച് കഴിഞ്ഞ സമയത്ത് ഒരു നമ്പർ ഒരാളെ ഒരു വ്യക്തിയിൽ എനിക്ക് ഫോൺ അവരെ ഒന്ന് വിളിക്കണം എന്ന് ദൈവാത്മാവ് തോന്നിച്ചു. അപ്പൊ ഞാൻ അവരെ വിളിച്ചു. ഞാൻ പറഞ്ഞു ഇങ്ങനെ പിന്നെ എനിക്ക് ദൈവാത്മാവ് തോന്നിയിട്ടാണ് ഞാൻ, വേറെ ആരുമില്ല, എന്റെ ആങ്ങളുടെ വൈഫിന്റെ അമ്മയാണ് ഞാൻ വിളിക്കുന്നത്. അപ്പൊ അവരെ വിളിച്ച സമയത്ത് അവര് പനിയാൽ പ്രയാസപ്പെട്ട് കഴിയുകയായിരുന്നു. അപ്പൊ എന്താ കാരണം എന്ന് വെച്ചാൽ അവരുടെ മോന് 2 ദിവസമായിട്ട് പനി വരാനുള്ള കാരണം അതാന്ന് തോന്നുന്നു, എനിക്കറിയില്ല. അപ്പൊ 2 ദിവസമായിട്ട് മോൻ ഗൾഫിലാണ്. അപ്പൊ 2 ദിവസമായിട്ട് മോന്റെ വിളിയോ ഒന്നുമില്ല. അപ്പൊ വളരെയധികം ഒരൊറ്റക്കാണുള്ളത്. അപ്പൊ വളരെയധികം പ്രയാസത്തിലൂടെ അവര് ടെൻഷനൊക്കെ ആയി. അപ്പൊ അങ്ങനെയാന്ന് തോന്നുന്നു ആ പനി വന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു എന്തായാലും ഇന്ന് മോന്റെ കോള് വരും എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞ് ഞാൻ ഒന്നും കൂടി അവരെ വിളിച്ച സമയത്ത് അവർ പറഞ്ഞു മോൻ മെസ്സേജ് അയച്ചതിന് കുഴപ്പമൊന്നുമില്ല, സന്തോഷമായിരിക്കുന്നു എന്ന് അവർ പറയാനിടയായി. അതിന് സ്തോത്രം. പിന്നെ ചെറിയൊരു സാക്ഷ്യങ്ങളും കൂടി ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പിന്നെ ഞങ്ങളെ AC വർക്ക് അത് ഓണാക്കി വെക്കും, തണുപ്പ് വരുന്നില്ല. അപ്പൊ ഞാൻ എൻ്റെ ഭർത്താവ് എന്നോട് പറഞ്ഞു നീ ബ്രദർ പ്രാർത്ഥനയിലെല്ലാം കൂടുന്നില്ല, അപ്പൊ നീ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു യേശുവിന്റെ നാമത്തിൽ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു. ഇപ്പൊ അത് AC തണുപ്പ് ആവുന്ന അത് പറഞ്ഞ് ഞാൻ ആ റൂമിന്റെ പുറത്തേക്ക് വരുമ്പോഴേക്ക് AC തണുപ്പായി. അങ്ങനെ ACക്ക് ഇപ്പൊ ഒരു കുഴപ്പമില്ല. അതുപോലെ അതുപോലെ കഴിഞ്ഞ ദിവസം നോക്കുമ്പോൾ ഇവര് പ്രാർത്ഥനയിൽ ഞങ്ങൾക്ക് 8 മണിക്ക് ബൈബിൾ ക്ലാസ് ഉണ്ട്. ഇപ്പൊ അതിൽ കയറാൻ വേണ്ടി നോക്കുമ്പോൾ സമയത്ത് ഫോൺ ഓൺ ആകുന്നില്ല. ഞാൻ അതിനും പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അതിന് ഒരു പെട്ടെന്ന് ഫോൺ ഓൺ ആകാനൊക്കെ ഇടയായി. പിന്നെ അതുപോലെ എൻ്റെ മോള് പിന്നെ സ്കൂളിൽ ഇതെല്ലാം ഈ 2 ദിവസം കൊണ്ടാണ് ഇതൊക്കെ നടക്കുന്നത്. മോള് ചെറിയ 5 വയസ്സുള്ള മോള് തലവേദനയാല് ഭാരപ്പെട്ട അമ്മ എനിക്ക് തലവേദന എടുക്കുന്നത്. ഞാൻ പറഞ്ഞു മോളെ അപ്പൊ ഞാൻ ബ്രദറിന്റെ മെസ്സേജ് ഇങ്ങനെ കേട്ടോണ്ടിരിക്കലായിരുന്നു. ഞാൻ പറഞ്ഞു യേശുവിന്റെ നാമത്തിൽ കൈവച്ച് ഞാൻ പ്രാർത്ഥിച്ച്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ മോള് പറഞ്ഞു അമ്മ എന്റെ തലവേദനയൊക്കെ മാറി എന്ന് പറഞ്ഞു. പിന്നെ അതുപോലെ ഇപ്പൊ ഈ നിമിഷത്തിൽ നടന്ന ഒരു സാക്ഷ്യം, പിന്നെ ഞങ്ങൾക്ക് നാളെ വെള്ളിയാഴ്ച വെള്ളി ശനി ഒരു മീറ്റിങ്ങിന് പോകണം. അപ്പോൾ ഇവർക്ക് നാളെ ലീവാണ്. അപ്പൊ വെള്ളിയാഴ്ച ഇവർക്ക് ലീവില്ല. അവിടെ അമേരിക്കയില് ലീവായത്, അമേരിക്കയിലെ പിന്നെ അക്കൗണ്ട്സ് ആണ് ചെയ്യുന്നത്. അപ്പൊ നാളെ ലീവാണ്. അപ്പൊ വെള്ളിയാഴ്ച ലീവില്ല. പേരോളിന്റെ കമ്പനിക്ക് ശമ്പളം കൊടുക്കുന്ന ആ ഒരു ഇതാണ്. അപ്പൊ അത് ഇന്ന് 3 കമ്പനി അതിന്റെ കാര്യങ്ങൾ വരും. എന്തായാലും വെള്ളിയാഴ്ച 2 കമ്പനീന്റെയും കൂടി വരുന്ന പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞില്ല, ഇന്ന് കൊണ്ട് തന്നെ ആ 5 കമ്പനീന്റെ വരും, ഇന്ന് തന്നെ പേരോളിന്റെ ജോലി തീരുന്ന് പറഞ്ഞു. അപ്പൊ ഓരോ പറഞ്ഞു എന്തായാലും അത് സാധ്യത കുറവാണ് എന്ന് പറഞ്ഞു. അപ്പൊ എന്തായാലും നമുക്ക് ആ വെള്ളിയാഴ്ച പിന്നെ ജോലി ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് മീറ്റിങ്ങിന് പോകാനും ബുദ്ധിമുട്ടാവും. അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ല, ഇന്ന് തന്നെ അത് ആ പേരോളിന്റെ പണി പൂർത്തിയാവുന്നു. അപ്പൊ ഇതിപ്പോ ഇന്ന് അതിന്റെ എല്ലാം ഇത് വന്നു. പിന്നെ പുള്ളിക്കാരൻ ഏറ്റവും അവസാനത്തെ കമ്പനിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇന്നുകൊണ്ട് തന്നെ ആ ജോലിയും തീരും. അപ്പൊ ഈ ദിവസങ്ങളിൽ ദൈവം ഇങ്ങനെ ആ ഒരു ശുശ്രൂഷകളൊക്കെ ദൈവം വിശ്വാസത്തോടെ പറയുമ്പോഴൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ദൈവത്തിന് തീർച്ചയായിട്ടും സിസ്റ്ററെ, കർത്താവ് ഇന്ന് ഇടപെട്ട സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ചില കാര്യങ്ങളെ വെളിപ്പെടുത്തുന്നു. അന്യഭാഷ വരത്തിലൂടെ ദൈവം വെളിപ്പെടുത്തുന്നു. കർത്താവിൻ്റെ കൃപയാൽ പ്രവചിക്കുവാനുള്ള ഒരു കൃപ ദൈവം കൊടുത്തു. അങ്ങനെ ഒത്തിരി കാര്യങ്ങളെ നമ്മൾ കേട്ടതുപോലെ ദൈവം ചെയ്ത വലിയ കാര്യങ്ങൾ, സൗഖ്യങ്ങളായിക്കോട്ടെ, ഡെലിവറൻസുകളായിക്കോട്ടെ ഒക്കെയും ഇനിയും ഉപയോഗിക്കുക. കർത്താവ് വർദ്ധിപ്പിക്കും, കൃപാവരങ്ങളെ ജ്വലിപ്പിക്കുക. കർത്താവ് അത്ഭുതമാക്കി തീർക്കാൻ ഇടയെത്തീരും. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ. സാക്ഷ്യം പറഞ്ഞതിന് നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷിയുള്ളവർ? തോമസ് സാറിനെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടേ. ബ്രദർ, കേൾക്കുന്നുണ്ടോ? എനിക്കൊരു സാക്ഷ്യമുണ്ട്. ഞങ്ങൾ ഇരിക്കുന്നത് ബാംഗ്ലൂരാണ്. ഞങ്ങൾ നാട്ടിൽ എൻ്റെ നാത്തൂന് ഇന്നലെ തൊഴിലുറപ്പ് ജോലിക്ക് പോയിട്ട് വരുന്ന സമയത്ത് കാലിൽ എന്തോ തട്ടി ഭയങ്കര വീക്കം, ഞരമ്പ് തണർത്ത് നീല കളറായിട്ട് നടക്കാൻ വയ്യാതെ വീട്ടിലേക്ക് വന്നു. കൈ പിടിച്ചിട്ട് ആശുപത്രി കൊണ്ടുപോയിട്ട് വന്നു രാത്രി എന്തിനോ ഞാൻ വെറുതെ ഒന്ന് ഫോൺ ചെയ്തതാണ്. അപ്പൊ ഇങ്ങനെ സുഖമില്ലാതിരിക്കണം, നടക്കാൻ വയ്യ, അമ്മയ്ക്ക് തീരെ വയ്യാന്ന് പറഞ്ഞു. അപ്പൊ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പ്രാർത്ഥിക്കണം ഒരു തോന്നൽ വന്നു. ഞാൻ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യാം, കൈ ആ ഭാഗത്ത് വെക്കി, ഞാനൊന്ന് പ്രാർത്ഥിക്കട്ടെ എന്ന് പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ചു. ആ ക്ഷണം തന്നെ ആ ഒരു തണുപ്പുമാതിരി വന്നു. രാവിലെ എണീക്കുന്ന സമയത്ത് അങ്ങനെ ഒരു പാട് പോലുമില്ല, ആ കളറില്ല, ആ ഞരമ്പ് തണർത്തതില്ല, ഫുള്ള് ഫിനിഷായി. അവള് ഇന്ന് ജോലിക്കും പോയി. ദൈവത്തിന് കോടാനുകോടി സ്തോത്രം. ആമേൻ. തീർച്ചയായിട്ടും അത് വലിയ സാക്ഷ്യം വെച്ച് പറഞ്ഞാൽ നമ്മൾ കേട്ടതുപോലെ ഞരമ്പ് തട്ടിയത് നീലിച്ചു കിടന്നു. സാധാരണഗതിയിൽ അത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അത് മാറത്തുള്ളൂ. പക്ഷേ കർത്താവിൻ്റെ കൃപയിൽ അതാണ് പറഞ്ഞത്, ഇത് തിരിച്ചറിഞ്ഞാൽ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ അത്ഭുതമാണ്. സൗകര്യം പ്രാർത്ഥിച്ചു, കർത്താവ് അത്ഭുതം ചെയ്തു. ആ വേദനയും മാറി, ആ തടിപ്പും മാറി, ബുദ്ധിമുട്ടും മാറി. പൂർണ്ണ സൗഖ്യത്തിന് നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇപ്പോൾ വേദനയുള്ളവർ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ശരീരത്തിൽ ആ സൗഖ്യം നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. സൗഖ്യം
സാക്ഷി ഒന്ന് പറഞ്ഞു. എനിക്കൊരു സാക്ഷിയുണ്ട് ബ്രദറെ. പറഞ്ഞു. എന്റെ ഭർത്താവ് മദ്യപിച്ചു കഴിഞ്ഞാൽ ചുമ്മാ ഇങ്ങനെ ഒച്ച വെച്ചോണ്ടിരിക്കും. ഇന്നലെയൊക്കെ ഈ പ്രാർത്ഥന നടന്ന സമയത്ത് അതുപോലെ ഒച്ച വെച്ച കാരണം എനിക്ക് ഇതിൽ ശ്രദ്ധിക്കാനും പറ്റിയില്ല. ഇന്ന് രാവിലെയാ പിന്നെ എനിക്കത് കേൾക്കാൻ പറ്റിയത്. ഇന്നും ഞാനിതുപോലെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, ദൈവമേ ഇന്നെങ്കിലും എനിക്ക് കേൾക്കാൻ പറ്റണമെന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചു. അപ്പൊ ഇന്നും അതേപോലെ ബഹളം വെക്കാൻ തുടങ്ങി. ഞാൻ പെട്ടെന്ന് ഇറങ്ങി ചെന്നിട്ട് പറഞ്ഞു, യേശുവിന്റെ നാമത്തിൽ മദ്യപാനത്തിന്റെ ദുരാത്മാവെ ഈ മകനെ വിട്ട് വെളിയിൽ പോകാൻ പറഞ്ഞു. പക്ഷെ അത് പറഞ്ഞതിന് ശേഷം ഇന്ന് ഈ സമയം വരെ ഒരൊച്ചയിലൊന്നുമില്ല, കിടന്ന് ഉറങ്ങുന്ന സമാധാനമായിട്ട്. തീർച്ചയായിട്ടും നമ്മൾ കൽപ്പിച്ചാൽ സ്വസ്ഥത ഉണ്ടാകും. ആ മദ്യപാനത്തിന്റെ ദുരാത്മാവ് അവിടെ ഒതുങ്ങി. കർത്താവ് ഇനി അതുപോലെ കൽപ്പിക്കുക. ഗോഡ് ബ്ലസ് യു. യേശുവിന്റെ നാമത്തിൽ തന്നെ. ബ്രദറെ, ഞാൻ ജൂലൈ 9 പ്രാർത്ഥനാ മീറ്റിംഗിൽ എൻ്റെ പേര് എലിസബത്ത് എന്നാണ്, ഞാൻ സാക്ഷ്യം പറഞ്ഞതാണ്. പക്ഷെ ഞാൻ ഇന്നലെ ആ മെസ്സേജ് വീണ്ടും റിപ്പീറ്റഡായി കേൾക്കുവാനായിട്ട് തുടങ്ങിയപ്പോഴാണ് എൻ്റെ മകന് അന്ന് എൻഡോസ്കോപ്പി ചെയ്ത് അത് യാതൊരു പ്രോബ്ലവും ഇല്ലെന്നുള്ള റിസൾട്ടുമായിട്ട് ഞാൻ വീട്ടിൽ വന്ന് കയറി മോനെ കൊണ്ട് കിടത്തിയതിന് ശേഷമാണ് ഞാൻ ആ മീറ്റിംഗ് എനിക്ക് കേൾക്കാനായിട്ട് തുടങ്ങുന്നത്. പക്ഷെ ഇന്നലെ ഞാനത് റിപ്പീറ്റഡായിട്ട് കേട്ടപ്പോൾ ഞാൻ ആ മീറ്റിംഗിൽ കയറുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ബ്രദർ എൻ്റെ പേര് പറഞ്ഞു, എലിസബത്ത് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയെ ഞാൻ കാണുന്നു, ഭാവിയുമായിട്ടുള്ള ഒരു ബ്ലോക്കിനെ മാറ്റുന്നു, നാളുകളായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കണ്ണുനീരിൻ്റെ ഒരു വിഷയത്തിൻ്റെ മറുപടിയുമായി ആ മകള് വരുന്നുണ്ടെന്ന് പറഞ്ഞു. അതിനുശേഷമാണ് ഞാൻ അന്നേരം ആ സാക്ഷ്യത്തിൽ എൻ്റെ പേര് ഞാൻ പറയുന്നില്ല. അതിനുശേഷമാണ് ഞാൻ മോനെ എൻഡോസ്കോപ്പി കഴിഞ്ഞ് കൊണ്ടുവന്ന ആ റിസൾട്ടും ആ രോഗസൗഖ്യവും ഞാൻ ആ മീറ്റിങ്ങിൽ സാക്ഷ്യമായി പറയുന്നത്. അതിന് ജൂലൈ 7 ബ്രദർ എൻ്റെ മോൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് വെളിപ്പെടുത്തിയായിരുന്നു. അപ്പോൾ അത് ഇന്നലെ ഞാനത് കേൾക്കുവാനായിട്ടിടയായി. ഇത് കേൾക്കുന്ന വ്യക്തികൾക്ക് വിശ്വാസം വർദ്ധിക്കുവാൻ വേണ്ടിയാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. ഒന്നുകൂടുണ്ട്, ജൂലൈ 8 പ്രയർ മീറ്റിങ്ങിൽ ഇന്നലെ രാത്രി ഇരുന്ന്, ഞാനത് മിസ് ചെയ്ത പ്രയർ മീറ്റിംഗ് ആയിരുന്നു, ഞാൻ രാത്രിയിലിരുന്ന് കേട്ട് ഞാൻ ആ മെസ്സേജ് എഴുതി വെച്ചു. അന്നേരം അതിൽ ബ്രദർ പറയുന്നുണ്ട്, ഞാനോ കൃപയുടെ ബഹുത്വത്താൽ നിന്റെ ആലയത്തിലേക്ക് വന്ന് നിന്റെ വിസ്തമന്ദിരത്തിന് നേരെ നിങ്ങളുള്ള ഭക്തിയോടെ ആരാധിക്കും, പരിചകൊണ്ടെന്ന പോലെ ദയ കൊണ്ട് മറയ്ക്കും. മെലീത്വ ദ്വീപില് കപ്പലിൽ നിന്നും രക്ഷപ്പെട്ടു വന്ന പൗലോസും കൂട്ടരും ബർബറന്മാർ അസാധാരണമായ ദയ കാണിച്ചു. അപ്പം ബ്രദർ പറയുന്നുണ്ട്, വചനത്തെ തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ അതിന്മേൽ ദൈവത്തിന്റെ പ്രവൃത്തി വരുമെന്ന്. അപ്പൊ രാത്രി 12:30 ഇതിൽ എഴുതുന്നത്. അന്നേരം എൻ്റെ ഹൃദയത്തോട് ദൈവത്തിന്റെ ആത്മാവ് ഇടപെട്ടു, നീ ഈ ദിവസങ്ങളിൽ ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നീ ഒരു കാര്യം കേൾക്കുമെന്ന്. രാവിലെ കണ്ണു തുറന്ന് ഞാൻ കാണുമ്പോൾ എൻ്റെ സഹോദരിയുടെ മകള് എനിക്കൊരു ടെക്സ്റ്റ് മെസ്സേജ് ഇട്ടു. ഇടുക്കി ഡിസ്ട്രിക്റ്റിൽ അവൾ തൊടുപുഴ സ്മിത ഹോസ്പിറ്റലിലെ ഇൻഫെക്ഷ്യസ് ഡിസീസസിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡായിട്ട് 1 വർഷമായി ജോലി ചെയ്യുകയാണ്. അപ്പോൾ ഈ ഡിസംബർ 1 കേരളത്തിലുള്ള എല്ലാ ഹോസ്പിറ്റലിലും ഓരോ ഡിസ്ട്രിക്റ്റിൻ്റെ ഇത് വരുമ്പോൾ ഇടുക്കി ഡിസ്ട്രിക്റ്റിലെ ഏറ്റവും നല്ല ഹോസ്പിറ്റലായിട്ട് അവളുടെ ഡിപ്പാർട്ട്മെൻറ്റ് കാരണം ആ ഹോസ്പിറ്റലിനെ സെലക്ട് ചെയ്തു. ആ ഹോസ്പിറ്റലിന് അവരൊരു അവാർഡ് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ അവളെ വിളിച്ചേച്ച് ഞാൻ പറഞ്ഞു, രാത്രിയിൽ ഞാൻ ഈ വചനം എഴുതി വെച്ചാണ് കിടന്നത്, ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് ഇടപെട്ടെന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞു, എൻ്റെ സിസ്റ്ററിൻ്റെ മകളെ പറ്റി അതിൻ്റെ മുകളിലുള്ളവർ അതിൻ്റെ ഹോസ്പിറ്റൽ മെയിൻ ആൾക്കാരോട് ബാഡായിട്ടുള്ള അഭിപ്രായമായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ ഈ അവാർഡ് വന്നപ്പോൾ ആ ഓണർ വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് ചില തെറ്റിദ്ധാരണകൾ ചിലർ തന്നിരുന്നു, പക്ഷേ അത് ഞങ്ങൾക്ക് വളരെ തെറ്റായിപ്പോയി എന്ന്. ഞാൻ പറഞ്ഞു, അവളെന്നും ആവർത്തന പുസ്തകം 27 അധ്യായം പറഞ്ഞാണ് ഉറങ്ങുന്നത്, എല്ലാ ദൈവാശ്രയമുള്ളൊരു പൈതലാണ്. അപ്പം ഞാൻ പറഞ്ഞു, മോളെ ഇങ്ങനെയാണ് ദൈവത്തിൻ്റെ വചനം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത്, ദൈവനാമ മഹത്വത്തിന് വേണ്ടിയാണ് ഞാൻ ഇന്നിത് പറയുന്നത്. തീർച്ചയായിട്ടും ഈ സാക്ഷ്യം പറഞ്ഞാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് സാക്ഷ്യം പറയാൻ സഹോദരി കാണിച്ച ആ കൃപയ്ക്ക് ഞാൻ നന്ദി പറയുന്ന കാര്യം, ഇത് വലിയൊരു അത്ഭുത സാക്ഷിയുടെ കാര്യം. നമ്മളിന്നൊക്കെ പഠിച്ചുകൊണ്ട് നിൽക്കുന്ന കൃപാവരങ്ങളിലെ പല കൃപാവരങ്ങളും ഉപയോഗിക്കപ്പെട്ട ഒരു സാക്ഷ്യമാണ്. ഒന്ന്, സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ സിസ്റ്റർ ഈ പ്രവചന ആലോചന കേൾക്കുന്ന സമയത്ത് ആ വീഡിയോ അല്ലെങ്കിൽ ആ മീറ്റിംഗ് മിസ്സായിപ്പോയി. പിന്നെ രണ്ടാമത് കേൾക്കുമ്പോഴാണ് സിസ്റ്റർ പറയുന്നത്, ആ മീറ്റിങ്ങിന് തൊട്ട് മുമ്പ് തന്നെ
മകൻ്റെ വിഷയത്തിന് ടെസ്റ്റിന് പോകുന്ന തൊട്ട് മുമ്പ് തന്നെ സഹോദരിയുടെ പേര് വെളിപ്പെട്ട് കർത്താവ് ഒരു അത്ഭുതം ചെയ്യാൻ വേണ്ടി പോകുന്നു എന്ന് പറയുകയും മകൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് വെളിപ്പെടുത്തിട്ട് പറയുന്നുണ്ട് തലമുറ വിഷയത്തിൻ്റെ മേൽ ദൈവം ഒരു അത്ഭുതം ചെയ്യുവാൻ പോകുന്നു. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോണം, നമ്മൾ പഠിച്ചു വന്നേക്കുന്ന പോലെ വേർഡ് ഓഫ് വിസ്റ്റം എന്ന വേർഡ് ഓഫ് നോളജ് എന്ന 2 കൃപാവരങ്ങളിലൂടെ ദൈവം അത് വെളിപ്പെടുത്തി, സഹോദരൻ്റെ പേര് വെളിപ്പെടുത്തി, 2 മകൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് വെളിപ്പെടുത്തിയത് മാത്രമല്ല എൻഡോസ്കോപ്പി നമ്മുടെ ഇരിക്കുന്നതല്ല. എനിക്കൊരിക്കലും ചിലപ്പോൾ ചിലർ പറയും ബ്രദർ അത് ചുമ്മാ പറഞ്ഞല്ല, എനിക്കൊരിക്കലും എൻഡോസ്കോപ്പി ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. അത് ഡോക്ടർമാർക്ക് ട്രീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ദൈവം പ്രവർത്തിക്കണം. പക്ഷേ ഈ 2-3 കൃപാവരങ്ങൾ അവിടെ ഉപയോഗിക്കപ്പെട്ടു. ഒന്ന് സ്പിരിറ്റ് ഓഫ് ഹീലിംഗ് ഉണ്ട്, അതായത് പേര് വെളിപ്പെടുത്തി, ഡേറ്റ് വെളിപ്പെടുത്തി, വരാൻ പോകുന്ന കാര്യം വെളിപ്പെടുത്തി, അത് 3ഉം വെളിപ്പെടുത്തി അത്ഭുത സാക്ഷ്യം ഇഷ്ടം പറഞ്ഞത് മാത്രമല്ല അതിനുശേഷമുള്ള വചനത്തിലൂടെ ദൈവം ഇടപെട്ടു. അതാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ ആലോചനയുടെ ദൈവം. വചനം പറഞ്ഞിട്ട് രാത്രി പരിശുദ്ധാത്മാ ഹൃദയത്തിൽ പറഞ്ഞു, ഈ വചനപ്രകാരമുള്ളൊരു അത്ഭുതം നീ രാവിലെ കാണാൻ വേണ്ടി പോകുവാണ്. അപ്പോൾ പറഞ്ഞ പോലെ ആ സഹോദരൻ മോൾ എന്ത് ചെയ്തു, ഒരു ചാൻസും ഇല്ല, എല്ലാവരും എതിരായിരുന്നു, പക്ഷെ ആ അതോറിറ്റിയെ പോലും അനുകൂലമാക്കി. കണ്ടോ? അപ്പോൾ വചനം എന്ന് പറയുന്നത് ആലോചനയാണ്. ഞാൻ പറഞ്ഞു ഇതിൻ്റെ എല്ലാം കീ വചനമാണ്, ആ വചനത്തിൻ്റെ ശക്തി. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ പലപ്പോഴും യൂട്യൂബിൽ മെസ്സേജ് പിന്നെയും ഞാൻ പറഞ്ഞു നിങ്ങളോടുള്ള ആലോചന എവിടെയോ കിടപ്പുണ്ട്. തുടർമാനമായിട്ട് നിങ്ങൾ യൂട്യൂബ് കേൾക്കുമ്പോൾ എവിടെയൊക്കെ പലരും പറയണം ബ്രദറെ അന്ന് കേട്ടപ്പോൾ ഇല്ലായിരുന്നു, പിന്നീടാണ് എൻ്റെ കാര്യവുമായിട്ട് ബന്ധപ്പെട്ടത് കിടക്കുന്നത്. അപ്പോൾ വീണ്ടും കേൾക്കുക, ഇത് വലിയൊരു സാക്ഷ്യമാണ്. നിങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? വേഗത്തിൽ പറഞ്ഞോട്ടെ. പറഞ്ഞോട്ടെ. കഴിഞ്ഞ ദിവസം ശനിയാഴ്ച എന്നോട് ആലോചന പറഞ്ഞായിരുന്നു. അപ്പം ശനിയാഴ്ച ഞാൻ കുറച്ചു നേരെ കേട്ടുള്ളായിരുന്നു. പിന്നെ ഞാൻ ഞായറാഴ്ചയാണ് ബാക്കി രാവിലെ ഇരുന്ന് കേട്ട. അന്നേരം ബ്രദർ അതിനകത്ത് പറയുന്നു കോട്ടയത്തെ പിന്നെ ഒരു വീട് കാണുന്നു, പഴയ വീടാ, വാർക്കയാ. പിന്നെ അവിടെ ഇറങ്ങി ചെല്ലുമ്പോൾ ആ വീടിന്റെ മുറ്റത്തൊരു ചെത്തി നിൽക്കുന്നു. പിന്നെ അവിടുത്തെ കയറി ചെല്ലുമ്പോ ഫാനുണ്ട്, ആ ഫാനിന്റെ കളർ വരെ പാസ്റ്റർ പറഞ്ഞു. പിന്നെ അവിടത്തെ വ്യക്തിക്ക് 2 സഹോദരന്മാരുണ്ട്. ഈ വ്യക്തിക്ക് മാറാരോഗമായിട്ട് ഇങ്ങനെ എപ്പോഴും ക്ഷീണവും പ്രയാസമാണെന്നൊക്കെ പറഞ്ഞു. ഈ അടയാളം എല്ലാം എന്നിലായിരുന്നു പക്ഷേ ഈ ഭവനത്തിന്റെ പിന്നിലോട്ട് സ്ഥലം ഉണ്ടെന്നൊക്കെ ഈ അടയാളം എല്ലാം എന്നോടായിരുന്നു പക്ഷേ. അമ്മ തീർച്ചയായും ഞാനത് ഓർക്കുന്നുണ്ട്, ഫാനിന്റെ കളർ വെളിപ്പെട്ടതല്ലേ, അത് കർത്താവ് എത്രത്തോളം ഞാൻ ആ അത് ആ സിസ്റ്റർ ഇരിക്കുന്ന വീട് ആ പറഞ്ഞ പോലെ ഫാനെന്ന് പറയാതെ ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്, ഫാനിന്റെ കളർ വരെ ദൈവാത്മ വെളിപ്പെടുത്തി ആ രോഗശക്തിയും രോഗബന്ധനത്തെയും കർത്താവ് അതിനകത്ത് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഇന്ന് മുതൽ പറഞ്ഞ കർത്താവിൻ്റെ ആ വചനം പറഞ്ഞ് ആ കൃപാവരത്തിലൂടെ സൗഖ്യത്തെ കാണുക. ധൈര്യമായിട്ടിരിക്കുക. കർത്താവ് അങ്ങ് തൊട്ടതിന് നന്ദി, അത്ഭുതം ചെയ്തതിന് നന്ദി, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. പറഞ്ഞോ. ഞാൻ പറഞ്ഞോട്ടെ? പറഞ്ഞോ. പക്ഷെ ഞാനിപ്പോ ഒരു 6-7 മാസമായി ഇത് ഇങ്ങനെ യൂട്യൂബിലാ ഞാൻ കാണുന്നത്. എനിക്ക് ഈ സമയത്ത് കയറാൻ പറ്റത്തില്ല. ഞാൻ ബൈബിൾ കോളേജ് പഠിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് 7 മണി മുതൽ ബൈബിൾ ക്ലാസ് ഉണ്ട്, അതുകൊണ്ട് എനിക്ക് കയറാൻ പറ്റത്തില്ല. പക്ഷെ അന്ന് 7 മാസം മുമ്പ് പാസ്റ്റർ ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോ ഇങ്ങനെ പറഞ്ഞായിരുന്നു, എന്നാണ് നവംബറിലാന്ന് തോന്നുന്നു ആ ഒരു മെസ്സേജ് ഇട്ടത്. നിങ്ങൾ സാമ്പത്തിക വിഷയത്തിൽ ഭാരപ്പെടുന്ന ഭവനത്തിൽ പല വ്യക്തികളും ഇത് കേൾക്കുന്നവര് സാമ്പത്തിക വിഷയത്തിൽ ഭാരപ്പെടുന്നുണ്ട്, അവർക്കൊരു മിറക്കിൾ പണം അക്കൗണ്ടിൽ വരും, നിങ്ങൾ അതിനു വേണ്ടി പ്രാർത്ഥിക്കണം, ദൈവത്തിന്റെ ധനത്തിന് മഹത്വത്തിനൊത്തവണ്ണം ഇത്ര ലക്ഷം രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ വരണം, കടബാധ തീർക്കുന്നതിനെ വേണ്ടി പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞ ആ മീറ്റിങ്ങില്. അപ്പോഴത്തേക്ക് ഞാനും അത് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ച് ഞാൻ അന്ന് മുതൽ ഇവിടെ വന്ന് എൻ്റെ മോളോടും പറഞ്ഞിട്ട് എൻ്റെ മോളുടെ വിവാഹം നിശ്ചയിച്ച് ജനുവരി 25-ാം തീയതിയാണ്. അപ്പൊ കുറച്ച് പൈസ കുഞ്ഞിന്റെ അക്കൗണ്ടിൽ കിടന്നത് ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ ചെലവായി പോയായിരുന്നു. അപ്പൊ ആ പൈസ കിട്ടാതെ ഞാൻ ഭയങ്കര രാത്രിയിലൊക്കെ എനിക്ക് എണീറ്റ് 1 മണിക്കും 12 മണിക്കും 3 മണിക്കൊക്കെ ഞാനിങ്ങനെ പ്രാർത്ഥിക്കും. ഞാൻ ഭയങ്കരമായിട്ട് ദൈവത്തോട് കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ എൻ്റെ ബൈബിൾ കോളേജിൽ പഠിക്കണ സ്റ്റുഡൻസ് അവരെല്ലാവരും കൂടി ഞാനൊന്നും അവരോട് പറഞ്ഞിട്ടില്ല. പക്ഷെ ഞാൻ 7 മണിയൊക്കെ ആകും ഞാൻ വീട്ടിൽ വരുമ്പോൾ. എറണാകുളത്ത് എനിക്ക് ഒരു ക്ലീനിങ്ങിന്റെ പണിയാണ്. അപ്പൊ ഞാൻ രാത്രി 7 മണിക്ക് ക്ലാസ് തുടങ്ങും. ഞാൻ വഴി കൂടിയാണ് മീറ്റിംഗ് കയറി വന്നത്. അപ്പൊ അവര് പലപ്പോഴും ഇങ്ങനെ കണ്ടിട്ടുണ്ട്. ഞാൻ ഈ റോട്ടിൽ കൂടി വീഡിയോ പെട്ടെന്ന് ഞാൻ ഓഫാക്കും. അപ്പൊ അവര് കണ്ടിട്ട് ഒരച്ഛൻ ഇവിടെ എൻ്റെ വീട്ടിൽ തിരക്കി വന്ന്, അപ്പൊ എനിക്ക് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്, ഇങ്ങനെ വന്നെ എന്താന്നൊക്കെ ചോദിച്ച് സങ്കടങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു. പക്ഷെ അവരവിടെ പോയിട്ട് അവര് 4 പേര് കൂടിക്കൊണ്ട് ഒരു 2 ലക്ഷം രൂപ ഞങ്ങൾക്ക് എൻ്റെ മോളുടെ വിവാഹത്തിന് തരാന്ന് ഇങ്ങനെ പറഞ്ഞ് അന്ന് ഇവിടെ വന്ന് ഞങ്ങളുടെ വീട് വന്ന് കണ്ട് ഞങ്ങളുടെ സിറ്റുവേഷൻ എല്ലാം മനസ്സിലാക്കി പോയി.
അത് കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ച സിസ്റ്റർ പറഞ്ഞ് ആൻറ്റി വിഷമിക്കുകയൊന്നും വേണ്ട, ഇനി കുറച്ച് പൈസ ഞങ്ങൾ മോളുടെ കാര്യത്തിന് തരുന്നുണ്ട്, അതുകൊണ്ട് അത് ഞങ്ങൾ കല്യാണം അടുക്കുമ്പം ജനുവരി തന്നെ ആദ്യം കൊണ്ടുതരും എന്ന് പറഞ്ഞ് ഞങ്ങൾ അന്ന് പ്രാർത്ഥിച്ച് പാസ്റ്റർ പറഞ്ഞ ആ ഒരു ഇതിൽ ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് ദൈവം ആ ഒരു അത്ഭുത പണം ഞങ്ങൾക്ക് നൽകിയതാന്ന് ഞാൻ വിശ്വസിക്കണം. അതുപോലെ തീർച്ചയായിട്ടും നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ എനിക്കറിയാം സിസ്റ്റർ ഒത്തിരി സാക്ഷ്യം പറഞ്ഞെങ്കിലും സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ നമ്മൾ മിറക്കിൾ മണി ഒരാൾ ചുമ്മാ കൊണ്ട് നമുക്ക് ആർക്കും പൈസ തരത്തില്ല. അവരുടെ ഹൃദയത്തിലൊരു തോന്നലുണ്ടാകണം. നമുക്കറിയാം ഈ ഒരു കാലഘട്ടത്തിൽ മനുഷ്യനോട് തന്നെ സ്നേഹമില്ല. അങ്ങനെ ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ തോന്നണമെങ്കിൽ ദൈവം ഇടപെട്ടുന്നതുകൊണ്ടാണ് സിസ്റ്റർ പറഞ്ഞ തന്നെ മിറക്കിൾ മണികളിൽ വിശ്വസിക്കണം. പല വഴികളും വാതിലുകളും ദൈവം തുറക്കും. ഇനിയും സമ്പത്ത് കൊണ്ട് ദൈവം നിറയ്ക്കും. കർത്താവ് അനേക ഹൃദയത്തിൽ നമുക്ക് വേണ്ടി കരുണ തോന്നിക്കും. ബൈബിളിൽ പറഞ്ഞ പോലെ ഇന്ന് പൗലോസ് മലീത്ത ചോദിച്ചെങ്കിൽ അവിടുത്തെ ബർബരന്മാർ വളരെ ദയ കാണിച്ചു, ക്രൂരന്മാരായ മനുഷ്യർ വളരെ ദയ പൗലോസിനോട് കാണിച്ചുവെങ്കിൽ അനേകർ ഹൃദയം നമുക്ക് വേണ്ടി ദൈവം അനുകൂലമാക്കും. ഏലിയാവിന് വേണ്ടി ദൈവം കാക്കയെ അയച്ചതുപോലെ ദൈവം നന്മകളെ അയക്കും. ഞാൻ തൽക്കാലത്തേക്ക് നമ്മുടെ പ്രാർത്ഥന എനിക്ക് ഒത്തിരി സാക്ഷ്യങ്ങൾ ഇനിയും പറയാനുണ്ട്. തുടർമാനമടച്ച് ചിലപ്പം പറ്റിയാൽ നമ്മുടെ വെള്ളിയാഴ്ചത്തെ പ്രാർത്ഥന ഇച്ചിരി നേരത്തെ ആയിരിക്കും. ഞാൻ മെസ്സേജ് ഗ്രൂപ്പിലേക്ക് ഇടുന്നതായിരിക്കും ടൈമുകൾ. ചിലപ്പം ഞാൻ നോക്കട്ടെ, ഞാൻ വേറെ കാര്യങ്ങളൊന്നും ഇല്ല എങ്കിൽ ചിലപ്പം നമ്മുടെ വെള്ളിയാഴ്ചത്തെ പ്രാർത്ഥന 9 എന്നുള്ളത് ചിലപ്പം ഇന്ത്യൻ സമയം 8 മണിക്കും കൂടെ ആരംഭിക്കാൻ സാധ്യതയുണ്ട്. അന്ന് ഒറ്റ ദിവസത്തേക്ക് മാത്രമേ ചിലപ്പോഴും ഉള്ളൂ. ഒരു ദിവസത്തേക്കൊന്ന് സമയം കയറ്റി വെക്കാൻ സാധ്യതയുണ്ട്. ആഴ്ചയിൽ ഒരു ദിവസം നമുക്ക് ക്വസ്റ്റ്യനെയർ പോലെ ചില അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്ക് സംശയങ്ങളൊക്കെ ചോദിക്കാനുള്ള ടൈമിങ്ങുകളാണത്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ഞാനിപ്പോൾ പ്രാർത്ഥിച്ച് ബ്ലസ് ചെയ്യുന്നു. നിങ്ങൾക്ക് ഫെബ്രുവരി നടക്കാൻ പോകുന്ന മീറ്റിങ്ങിൻ്റെ ഡീറ്റെയിൽസ് യൂട്യൂബിൽ കാണുന്നവർക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. വാട്സാപ്പിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാൻ പറ്റും. കർത്താവിൻ്റെ വേലയിൽ വിതച്ചവരെ ഞാൻ ബ്ലസ് ചെയ്യുന്നു. വീണ്ടും പ്രോത്സാഹിപ്പിക്കുന്നു. വിതയ്ക്കുക. ഞെരുക്കത്തിലല്ല വിതയ്ക്കേണ്ടത്. കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. വലിയ കൂട്ടം ആത്മാക്കളെ ലോകം മുഴുവൻ നടക്കാൻ പോകുന്ന മീറ്റിങ്ങുകളെ ഓർത്ത് വിതയ്ക്കണം. ദൈവം വർദ്ധിപ്പിക്കും. രാജ്യങ്ങളിൽ ദൈവം എന്നെ അയക്കുമെന്ന് വിശ്വസിക്കണം. ദുബായിൽ എന്നെ കാണുന്നവർ നിങ്ങൾ പ്രാർത്ഥിക്കണം. നമുക്ക് ദൈവം അനുവദിച്ചാൽ നമുക്ക് ദുബായിൽ വെച്ച് കാണാം. ഞാൻ പറഞ്ഞ പോലെ ഒരു നമ്മുടെ തന്നെ പ്രയറുകളാണ് എല്ലാം നടക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ തന്നെയാണ് എല്ലാം കോർഡിനേറ്റ് ചെയ്യേണ്ടത്. നിങ്ങൾ എൻ്റെ വരവോർത്ത് ആരും ഭാരപ്പെടാൻ എപ്പോഴും പറഞ്ഞാൽ എൻ്റെ താമസം, എൻ്റെ വരവ്, എൻ്റെ ഭക്ഷണം ഇതോർത്തൊന്നും നിങ്ങൾ ഒരു രാജ്യത്തുള്ളവരും ഭാരപ്പെടേണ്ട. നിങ്ങൾ അതിനുവേണ്ടി ഒരു ബേർഡനും എടുക്കേണ്ട. ദൈവം ഒരുക്കും. നിങ്ങൾ അവിടെ ചെയ്യേണ്ട കാര്യമെന്ന് എപ്പോഴും ഞാൻ പറഞ്ഞു, നിങ്ങൾ ഹോളുകൾ, നമുക്ക് കൂടി വരാനുള്ള സ്ഥലങ്ങൾ, എല്ലാവർക്കും പറ്റുന്ന സമൂഹം പ്രാർത്ഥിക്കുക. താല്പര്യമുള്ളവർക്ക് പങ്കുചേരാം. ഒരുമിച്ച് നമുക്ക് കൂടാം. ദേശങ്ങളിൽ നമുക്ക് തൊടാം. വലിയ കൈവെപ്പ് ശുശ്രൂഷയിലൂടെ നമുക്ക് കൃപാവരങ്ങളുടെ ജ്വലനത്തിലേക്ക് പോകാം. ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. വിശ്വാസ പ്രഖ്യാപനങ്ങൾ ഏറ്റുവരാം. മൈക്കുകളൊക്കെ മ്യൂട്ട് ചെയ്ത് നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്തിരുന്നുകൊണ്ട് കർത്താവ് എനിക്ക് തന്നതിനായി നന്ദി പറഞ്ഞാട്ട് ഞാൻ ലൈവിൽ പ്രാർത്ഥന സ്റ്റോപ്പ് ചെയ്യുന്നു. സൂമിൽ അവസാനിച്ച്